ഹലോ മൈ ഡിയർ ക്ലാസ് 10 ഫാമിലി മക്കളെ, CBSE എല്ലാ മക്കൾക്കും നമ്മളെ ഇന്നത്തെ ഈ ലൈവിലേക്ക് നല്ല കിടിലമായിട്ടുള്ള ഒരു സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSTയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കളെല്ലാവരും ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടായിരുന്നു, ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുള്ള പോലെ ഹിസ്റ്ററി പോലെയല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജോഗ്രഫി പോലെയല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ. എക്കണോമിക്സിലെ 4 ചാപ്റ്ററുകളായിരിക്കും ഇന്ന് നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ, മാക്സിമം ഈ ലൈവിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ചും കൂടെ പവർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ SSTയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? യെസ്. കുറേ പേര് എന്ത് ചെയ്യാം മക്കളെ, എന്ന് കേൾക്കാൻ പറ്റുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഒരു ഫയർ ഇമോജി അല്ലെങ്കിൽ ഹരിസാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ഹാർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാറിന് മനസ്സിലാവും. ഓക്കെ, യെസ്, കിടിലമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലേക്ക് പതുക്കെ വരുന്നതായിരിക്കും. യെസ്, W മീൻസ് വിൻ അല്ലേ മക്കളെ. യെസ്, W ഫോർ ഓൾ മക്കളെ. എല്ലാവർക്കും എൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിഷാണ് ഓൾ ഓഫ് യു. ഓക്കെ, കിടിലമാക്കുക, സെറ്റാക്കുക. എങ്ങനെയുണ്ടായിരുന്നു എനിക്കറിയില്ല. ലാംഗ്വേജിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല. നടന്നിട്ടുണ്ടല്ലേ. സോ ബട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള പറയാം. നിങ്ങൾ കുറച്ച് പേര് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സാർ നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള മക്കൾ എക്സാംസും കാര്യങ്ങളൊന്നും അവർക്ക് CBSE കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് കണ്ടീഷൻ എന്നുള്ള കാര്യം യു ഗൈസ് ആർ ഓൾ അവെയർ അല്ലേ. നിങ്ങളെല്ലാവരും അവെയർ ആണ് എന്താ സംഭവിക്കണം എന്നുള്ളത് നമ്മുടെ വേൾഡിൽ. സ്വാഭാവികമായിട്ടും CBSE അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എക്സാംസ് കുറച്ചൊന്ന് നീട്ടി വെച്ചിട്ടുണ്ട്. നാളെ അതിൻ്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കേട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ആയിരിക്കും അതിൻ്റെ ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുക. 5th ഓൺവേർഡ്സ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് പറയാം. കുറേ പേര് അവിടെ കമൻറ്റ് ബോക്സിൽ ഓരോന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതൊന്ന് നിങ്ങളോടൊന്ന് കൺവേ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പരീക്ഷ മാറ്റി വെച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ടിൽ കുറവ് വരുത്താൻ പാടുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളെ ഓരോ സമയം ഓരോ മിനിറ്റും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഫിക്സ് ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. Malus get no time for SST. Oh my god, that is not true man. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് SST എന്ന് പറയുന്നത് ടൈം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, എക്കണോമിക്സിലെ ഫുൾ ചാപ്റ്റേഴ്സും എടുക്കാൻ പോകുന്നത് ഹരിസാർ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജോഗ്രഫിയിൽ മാത്രമേ ഹരിസാർ ഒരു ചാപ്റ്റർ എടുത്തുള്ളൂ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും അതിരി സാർ അർജുൻ സാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സും തീർത്തു തന്ന പോലെ എക്കണോമിക്സിലെ ഫുൾ ചാപ്റ്റേഴ്സ് ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് തീർത്തു തരാൻ പോകുന്നത്. ഡ്യൂറേഷൻ ഐ ഡോണ്ട് നോ. ഓക്കെ, സത്യമായിട്ടും എനിക്ക് അറിയില്ല ഫാത്തിമ, ഐ ഡോണ്ട് നോ. മാക്സിമം ഒരു 9:30 പ്രതീക്ഷിച്ചോളൂ. കാരണം നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാനിന്ന് പോകുന്നുണ്ടാവുക. ദർ ഇസ് നോ ലാഗ് എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ലാഗായിട്ട് ഫീൽ ചെയ്ത്, ദർ ഇസ് നോ ലാഗ് എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ലാഗായിട്ട് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ, വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉഷാറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പം യെസ്, കുറേ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഐ നോ ദ സിറ്റുവേഷൻ, ഐ നോ ദ ഫീലിംഗ്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഡിസ്കഷൻ നമുക്ക് ഇനി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് സാറിന് ആ ഫീലിംഗ് എന്നുള്ള കാര്യം എന്താണെന്നുള്ള സിറ്റുവേഷൻ എന്നുള്ള കാര്യം. എനിക്കറിയില്ല, നമ്മളെ മലയാളം മീഡിയാസ് സാറിനോട് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ സാറിന് കാണിച്ചു തരുന്ന കാര്യങ്ങളെക്കുറിച്ചേ സാറിന് അറിവുള്ളൂ. അപ്പോൾ അവിടെയുള്ള എന്താണ് അവിടെയുള്ള കണ്ടീഷൻ എന്നുള്ളത് പേഴ്സണലി എനിക്കറിയില്ല. എനിക്ക് അവിടെയുള്ള ആരെയും പേഴ്സണലി പരിചയമൊന്നുമില്ല. സോ ഐ ഡോണ്ട് നോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെയുള്ള നമ്മളെ ചാനൽസൊക്കെ സാറിനോട് കാണിച്ചു തരുന്ന എന്താണോ അത് മാത്രമുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ആരെങ്കിലും എൻ്റെ മക്കൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് അപ്ഡേറ്റ് മീ. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സയൻസ് ബാച്ചിലേക്ക് ഇപ്പം നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവസരമാണ്. ബിക്കോസ് ഡ്രാസ്റ്റിക്കലി നമ്മുടെ പ്രൈസ് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം 10,000 അറൗണ്ട് നമ്മുടെ പൈസ വരുന്നുണ്ട് ബാച്ചിലേക്ക്. അതായത് അത്രയും പ്രസ്റ്റീജിയസ് ബാച്ചാണ്, അത്രയും കുട്ടികൾ ഈ പറഞ്ഞ പ്രൈസ് കൊടുത്ത് പഠിക്കാൻ റെഡിയായ മക്കളുണ്ട്. അപ്പം അത് മാത്രം പോരാ, സ്വാഭാവികമായിട്ട് നമുക്കിപ്പം
എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള 10,000 നമ്മുടെ ബാച്ചിലേക്ക് അഫോർഡബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം എക്സാമിനർ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കണം എന്നുള്ളൊരു ഒറ്റ തോട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് ഏകദേശം ഒരു പകുതിയോളം, ഹാഫ് ഓഫ് നമ്മുടെ ബാച്ച് പ്രൈസ് കുറച്ചിട്ടുണ്ട്. 5,990 രൂപയ്ക്ക് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ നമ്മുടെ ബാച്ച് അവൈലബിൾ ആവുന്നതാണ്. അത് പക്ഷേ എല്ലാ കാലത്തൊക്കെ ഒന്നും നിൽക്കില്ല. അതായത് നമുക്കറിയാം ഇപ്പോൾ എക്സാം ടൈമാണ്, നമുക്കൊക്കെ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, ആ എഫേർട്ടിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രൈസ് റിഡക്ഷനാണിത്. ഏകദേശം മാർച്ച് 20 വരെ ഈ റിഡക്ഷൻ നിങ്ങൾ കാണുള്ളൂ. എക്സാം അതായത് ഈ മന്ത് 20th വരെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള റിഡക്ഷൻ കാണുള്ളൂ. അതിനുശേഷം വീണ്ടും ബാക്ക് ടു ദ പ്രൈസ് ആണ്. കാരണം ഈ പ്രൈസിന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് മക്കളുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ അല്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. ഓക്കെ സാർ, ഈ പറഞ്ഞ പ്രൈസിന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും പഠിക്കണം, ഇങ്ങനെ കുറച്ച് ആളുകൾ മാത്രമല്ല പഠിക്കേണ്ടത്, എല്ലാവരും പഠിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള 5,990 രൂപയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാര്യം എല്ലാവരും ഓക്കെ, അമാലാണോ എനിക്കറിയില്ല. എനിവേ, ഈ പറഞ്ഞിട്ടുള്ള ഇത് മറക്കണ്ട 20th. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ 20th വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ പാരൻസിനെ കൺവിൻസ് ചെയ്യുക. എനിക്ക് +1 +2 നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ എക്സാമിനറിൻ്റെ ഫാക്കൽറ്റീസിന് എനിക്ക് വിശ്വാസമുണ്ട്, എക്സാമിനറിൽ എനിക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടും PDF ക്ലാസ് നോട്ട്സ് ആയിട്ടും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ടും വർക്ക്ഷീറ്റ് ആയിട്ടും എക്സാംസ് ആയിട്ടും എന്ന് വേണ്ട, എന്താണോ എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത്. +1ലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കൈസഹായം, അല്ലെങ്കിൽ എന്നെ ഒന്ന് താങ്ങാവോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, നിങ്ങൾ കംപ്ലീറ്റ്ലി വേറെ ലോകത്തേക്ക് കയറി ചെല്ലുന്നുണ്ടാവും. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഹരിസാറിന് ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസിൽ വെച്ച് പറയുകയാണെങ്കിൽ 10th ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് കയറുമ്പോണ്ടല്ലോ എന്താ പറയുക, ഒരു മൾട്ടി ഡൈമെൻഷണൽ വേൾഡിലേക്ക് കയറിയ പോലെ നമുക്ക് ഫീൽ ആവുക. ബിക്കോസ് നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ള ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബയോളജിയോ ഒന്നുമല്ല നമ്മൾ +1ൽ കാണുക. അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ബിസിനസ്സോ അക്കൗണ്ടൻസോ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാതെ ചെല്ലുന്നതിലേക്കായിട്ട് നല്ലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്ന്, അല്ലെങ്കിൽ അറിയാവുന്നവരുടെ കൂടെ നമ്മൾ ചെല്ലും. ഇപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ അതിനെപ്പറ്റി അറിയാവുന്നവരെ ആലോചിച്ച് പ്രിഫർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരോട് നമ്മളൊന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ല. സെയിം കേസ് നമ്മൾ എക്സാമിനറിന് നിങ്ങൾക്ക് അറിയാം എന്താണ് +1ലും +2ലും നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് +1ലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളുണ്ട് കൂടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, +1ൽ അല്ലെങ്കിൽ +2ലേക്ക് അല്ലെങ്കിൽ +1ലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എനിവേ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാർച്ച് 30th സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണ് മാർച്ച് 30? അതായത് ഈ മാസം എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള ബാച്ചിന്റെ ഫസ്റ്റ് ബാച്ചിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ അവിടെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത്രയും വെൽ പ്ലാൻഡ് ആണ്, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാച്ചുകളായിരിക്കും എൻ്റെ മക്കളെ മുന്നിലേക്ക് വരുന്നുണ്ടാവുക. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം നമ്മളെ മുന്നിലേക്ക് ഈ സാധനം, നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പ്രൈസ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്ത് മാത്രമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ പറഞ്ഞ ബുക്സും ഗൈഡും നിങ്ങളെല്ലാവരും ഇപ്പോൾ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരല്ല എന്നുള്ള ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്, എക്സാമിനർ നന്നായിട്ടുണ്ട്. നിങ്ങൾ ഗൈഡ് വെച്ച് പഠിക്കുന്നവരുണ്ടാവും, ലിറ്ററലി നിങ്ങൾ ബുക്ക് വെച്ചിട്ട് ബുക്കിലെ PYQs സോൾവ് ചെയ്യുന്നുണ്ടാവും, ബുക്കിലെ കാര്യങ്ങൾ കോൺസെപ്റ്റ് വെച്ച് പഠിക്കുന്നവരുണ്ടാവും, ഉണ്ട്. ഉറപ്പായിട്ട് സാറിന് പേഴ്സണലി മെസ്സേജ് വെച്ച് പറയുന്നവരുണ്ട്. ഈ സാധനം നിങ്ങൾ കടയിൽ നിന്ന് വായിക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും 1,500 1,600 രൂപ ഉണ്ടാവും. ഓക്കെ, 1,600 സംതിങ് എന്തായാലും അറൗണ്ട് ആ പൈസ ഉണ്ട്. ഇതും കൂടെ ഈ പറഞ്ഞിട്ടുള്ള മക്കളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ഫ്രീ ആയിട്ട് തരാൻ പോവാം. അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ ബുക്ക് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ കുറച്ച് വലിയ ചെറിയ ബുക്ക് സെറ്റ് ആയിരിക്കും. അല്ല, നോക്കിക്കേ, ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളുടെ ഒരു വിഷയത്തിന് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഇത് ഏതാണ്, ബയോളജിയാണ്. നോക്കിക്കേ, ഇതിൻ്റെ കട്ടി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ എങ്ങനെ പോയാലും നിങ്ങൾ കടയിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഓഫർ പ്രൈസിന് അല്ലെങ്കിൽ പോലും നിങ്ങൾ 2,000 രൂപേൻ്റെ അടുത്ത് സംതിങ് എല്ലാ വിഷയങ്ങൾക്കും, ഇത് ബയോളജിയാണ്, ഇത് കെമിസ്ട്രി ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കെമിസ്ട്രി, ഹിന്ദി, ലാംഗ്വേജിന് എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇത്രയും പ്രൈസിൻ്റെ സാധനമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം വെറുതെ കളയണോ? വേണ്ട. ഇത് ഞാൻ പറഞ്ഞു 20th വരെ ഉള്ളൂ എന്നുള്ള കാര്യം. 20th വരെ എന്ന് പറഞ്ഞാൽ മക്കൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് മക്കൾക്ക്
ഒരുപാട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് മക്കൾ ഉള്ളതുകൊണ്ട് മാത്രം 20-ാം തീയതി വരെ വെച്ചിട്ടുണ്ട്. അപ്പം മാത്സ് വരെ മക്കൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇനിയിപ്പോൾ അഥവാ ഈ പറഞ്ഞ അഗ്നി ബാച്ചിൽ മാത്രമല്ല നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ കൊമേഴ്സ് ബാച്ചുണ്ട്, ജ്വാല ബാച്ചുണ്ട്. അവിടെ നിങ്ങൾക്ക് സെയിം പ്രൈസിന് എല്ലാ ഫീച്ചേഴ്സും അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി പൃഥ്വി ബാച്ച് ഉണ്ട്, +1 പൃഥ്വി ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ബാച്ച് അഥവാ നമ്മുടെ സയൻസിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ നീറ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് മക്കളുണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടർ ഭാഗം പഠിക്കുന്ന ഒരുപാട് മക്കൾ, ആഗ്രഹമുള്ള ഒരുപാട് നീറ്റ് ആസ്പിരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള സർ ബ്രോ സ്റ്റോപ്പ് അഡ്വർടൈസ്മെന്റ്. മക്കളെ, അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ എക്സാമിനർ അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നുള്ള കാര്യം ചിന്തിച്ചോളൂ. നിങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതാക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളെപ്പോലുള്ള മക്കളോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പറയേണ്ടത്. അപ്പോൾ കുറേ പേര് ചിന്തിക്കും വൈ അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സാധനം നിങ്ങൾക്കുള്ള ഉപകാരമുള്ള സാധനമാണ്. അതായത് ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല, നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഡീറ്റെയിലിൽ അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എനിക്കിതാണെങ്കിൽ വെറുതെ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം, അതല്ല കാര്യം. നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നീറ്റ് ആസ്പിരൻസിന് നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്, അഗ്നി ബാച്ചിന് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് പൃഥ്വി ബാച്ചിന് ഈ പറഞ്ഞുള്ള സയൻസ് ബാച്ചിൽ പഠിക്കുകയും ചെയ്യാം. ഇനി യോധ ബാച്ച് ഉണ്ട്, ജെഇക്ക് വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾക്ക് മാത്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാവുന്നതാണ്. അവിടെ ഈ പറഞ്ഞ ഫ്രീ ബുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം മക്കളെ, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പതുക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 7592 താഴെ സ്ട്രിപ്പ് കാണുന്നുണ്ടോ ആ സ്ട്രിപ്പിൽ നമ്പറിൽ വിളിച്ചു നോക്കാം, അടിപൊളിയാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിലിൽ സാറ് അഡ്വർടൈസ്മെന്റ് കാര്യം പറയുന്നത് എന്നുള്ളത്. അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ടു ബി ഓണസ്റ്റ് സത്യമാണ്. ഒരു കമ്പനീസും അല്ല. ഇപ്പോൾ എട്ടെക് കമ്പനി മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏത് പരസ്യം കാണുകയാണെങ്കിലും ആ പരസ്യങ്ങൾ ഇല്ലെങ്കിൽ ആ കമ്പനീസ് ഇല്ല, അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് മിസ്സാവല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ മാർച്ച് 20-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ വെറുതെ 10,000-ഓളം രൂപ കൊടുത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, റെഡി, സെറ്റ്. ആ പാത്രം നിങ്ങൾക്ക് അറിയാം, ഞാനിത് പറയേണ്ട കാര്യമില്ല, യു നോ. ഓക്കെ, ആര് കാര്യം ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ല, നമുക്കറിയാലോ, നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാം എന്താണ് ഇതിവിടെ നടക്കണത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വീണ് പോവില്ല, ഒരു എക്സാമിന് ഒരു ക്ലാസ്സിൽ നിങ്ങൾ വീണ് പോവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വി ആർ ഇൻ ദി എൻഡ് ഗെയിം. എന്താ പറയണത്, നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അവഞ്ചേഴ്സ് സിനിമ കാണുന്നവരാണോ എനിക്കറിയില്ല. വി ആർ ഇൻ ദി എൻഡ് ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും SSTയോട് കൂടിയിട്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സംഭവം ഏകദേശം അവസാനിക്കുന്നതാണ്. അപ്പം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അത് ഈ അവഞ്ചേഴ്സ് സിനിമയിൽ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ടോണി സ്റ്റാർക്ക് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ട്. അതായത് നമ്മുടെ അയൺ മാൻ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഹൗ ആർ യു ഗൈസ് പ്ലാനിങ് ഓൺ ബീറ്റിംഗ് ദാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള മുന്നിലുള്ള ഈ ടാക്കിൾ ഇതെങ്ങനെ പോവാ, ഈ ഒരു പ്രോബ്ലം എങ്ങനെ നിങ്ങൾ ചെയ്യും എന്നുള്ള കാര്യമാണെങ്കിൽ അതിനുള്ള ആൻസർ നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ടുഗെദർ. എന്താ പറയണത്? ടുഗെദർ. നമ്മൾ ഒരുമിച്ചായിരിക്കും നമ്മൾ ഈ പറഞ്ഞ SST ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ മുന്നിലുള്ള CBSE 10 എക്സാംസ് ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാണ്, നേരിടാൻ പോവാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലും, ബേക്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെക്കണം എന്നുണ്ട്, സ്വാഭാവികമായിട്ടും ടാറ്റടാ എന്നൊക്കെ പറഞ്ഞ മ്യൂസിക് വെക്കണം എന്നില്ല, പക്ഷേ വി ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ മക്കൾക്ക് പറഞ്ഞിട്ട് തുടങ്ങണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻഡ് ഗെയിം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഫൈനൽ ഗെയിം, എന്ത് ഗെയിം ആയിക്കോട്ടെ, വി ഡു ഇറ്റ് ടുഗെദർ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 4 ചാപ്റ്റേഴ്സ്, ഡെവലപ്മെന്റ്, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി, മണി ആൻഡ് ക്രെഡിറ്റ്, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകളാണ് നോക്കുന്നത്. ഇതിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഗ്ലോബലൈസേഷൻ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുണ്ടാവുള്ളൂ. ആ ചാപ്റ്റർ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. പക്ഷേ ആദ്യത്തെ ഈ 3 എണ്ണം വെരി ഡീറ്റെയിൽഡ് ആയിട്ട്, വെരി പ്രിസൈസ്ലി എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചിലപ്പോൾ വേഗം തീരും, ചിലപ്പോൾ കുറച്ചധികം സമയം എടുക്കും, എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹരിസാറിനെ പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഹരിസാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണിത്.
പറ്റുക വെച്ചാൽ കോൺടാക്ട് ചെയ്തോളൂ, ദാറ്റ് ഈസ് ഫൈൻ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹരിപ്രസാദ് _K18 എന്നാണ്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക. ഓക്കെ, റെഡി. ഹരിസാറിന് ഒരു ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനലുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹരി ദ മാഷ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹരിസാറിൻ്റെ ചാനൽ കാണാം കേട്ടോ. അപ്പോൾ അതൊന്ന് സബ്ബൊക്കെ ചെയ്ത് വെക്കുക. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പം അത്രേ പറയുള്ളൂ. ഡെവലപ്മെന്റ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, റെഡി ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം മക്കളെ, യെസ് സാർ എന്ന് പറഞ്ഞോളൂ. ഒന്ന് പവർ ഇമോജി ഇട്ടോളൂ. ഓക്കെ, ഈ സാധനം. ഓക്കെ, നമ്മൾ ചുമ്മാ വെറുതെ ഫയർ ഇമോജി അല്ലെങ്കിൽ വേറൊന്നും ഇടല്ല, നമ്മൾ പവർ. ഓക്കെ, വി ഡു ഇറ്റ് ടുഗെദർ. ആ സാധനം റെഡി. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, സാർ ഇല്ലാതെ എന്തിന് 11th എക്സാമിനർ ബാച്ച്? മക്കളെ സത്യമായിട്ട് സാറിന് ആഗ്രഹമുണ്ട്, ബയോളജി മാത്സും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, അതിനെക്കാട്ടി സാറിനെക്കാട്ടി എത്രയോ വിവരമുള്ള, സാറിനെക്കാട്ടി എത്രയോ എക്സ്പീരിയൻസ് ഉള്ള, സാറിനെക്കാട്ടി എത്രയോ എന്താ പറയുക, ഈ ഒരു വിഷയങ്ങളിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ ഹരിസാറിൻ്റെ സ്കിൽഡ് ആയിട്ടുള്ള സോഷ്യലിൽ എടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു നന്മ, അതിൻ്റെ ഒരു ഗുമ്മ്, ഒരു ഭംഗി അല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഹരിസാർ 11th വരുന്നില്ല എന്നുള്ളൂ. ബട്ട് യു ഗൈസ് ആർ അമേസിങ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 11th ജോയിൻ ചെയ്യാം. ഓക്കെ സാർ പിടിക്കാം. ഓക്കെ, പവർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് 2 രീതിയിൽ വരും അല്ലെ? ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റ് അഥവാ വികസനം എന്നാണ് മലയാളത്തിൽ നമ്മൾ അതിനെ വിളിക്കുക. സോ ആയിട്ട് വികസനം എന്ന് പറയുന്നതുകൊണ്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഗ്രോത്ത് അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഗ്രോത്ത് എല്ലായിടത്തും ഉണ്ട് അല്ലേ? വളർച്ച എല്ലാവർക്കും ഉണ്ട്. ഹരിസാറിന് വളർച്ചയുണ്ട്. ഈ മാർച്ച് 27 ഹരിസാറിന് 27 years വയസ്സാവും, 27 വയസ്സാവും. മാർച്ച് ഇപ്പോൾ ഹരിസാറിന് 26 വയസ്സുണ്ട്. ഈ പറഞ്ഞ മാർച്ച് 27 27 വയസ്സാവും. അപ്പം ഹരിസാറിന് ഗ്രോത്ത് ഉണ്ട്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒന്നെങ്കിൽ എൻ്റെ ജീവിത നിലവാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ സാലറി കൂടണം, അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ആവണം, ഒക്കെ സംഭവിക്കണം. എനിക്ക് നല്ല വലിയ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടണം, നല്ല ആരോഗ്യം ഉണ്ടാവണം, ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡെവലപ്ഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഗ്രോത്ത് ഉണ്ട്, എനിക്ക് താടി മീശയൊക്കെ വന്നിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ട്, വളർച്ചയുണ്ട്. ബയോളജിക്കലി ഞാൻ ഗ്രോത്ത് എനിക്ക് സംഭവിക്കണമെന്നുണ്ട്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് എനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആണോ, നല്ല ആരോഗ്യം ഉണ്ടാവണം, ഒക്കെ അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം 2 തമ്മിൽ നല്ല ഡ്രാസ്റ്റിക്കലി ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെ സാർ ഒന്ന് കുറച്ചുകൂടെ നന്നായി പറയാൻ പറ്റുമോ? യെസ്, പറഞ്ഞുതരാം. ഈ പറഞ്ഞ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി എന്തിലേക്ക് പറയുന്നുണ്ട്? നമുക്ക് ഈ പറഞ്ഞുള്ള ക്വാണ്ടിറ്റേറ്റീവ്ലി അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള മാത്തമെറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ നിങ്ങളെ പ്രദേശമാണെന്ന് വിചാരിക്കുക, നിങ്ങളെ റീജിയനാണെന്ന് വിചാരിക്കുക. ആ റീജിയനിൽ അവിടെ നല്ല സ്കൂളുകളും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വന്നു വിചാരിക്കാം. നല്ല സ്കൂള്, നല്ല ഈ പറഞ്ഞ ആശുപത്രി, നല്ല ഹോസ്പിറ്റൽസ് വന്നു വിചാരിക്കാം. നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും, നല്ല അംഗൻവാടി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം വന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആ നാട് ഡെവലപ്പായി എന്നർത്ഥം. ഇനി ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, ആ നാട്ടിൽ കുറേ പൈസക്കാരായിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കാമെന്ന് വിചാരിക്കുക. ആ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു? കുറേ റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രം ആ ഒരു പ്രദേശത്ത് താമസിക്കുകയാണ്. നല്ല ഹോസ്പിറ്റൽ ഇല്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല. ആ നാട് ഡെവലപ്പായി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ആ നാട് എന്തുണ്ടാവും? പൈസ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, വളർച്ചയുണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള മാത്തമെറ്റിക്കലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റീവിലി വളർച്ചയുണ്ട്, പക്ഷെ ക്വാളിറ്റി ഉണ്ടോ? ഇല്ല, ക്വാളിറ്റി ഇല്ല. അപ്പം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാധനം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി. അതാണ് ഇവിടെ ബെറ്റർമെന്റ് ഓഫ് എനിത്തിങ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ്. പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിയും ഒരു ഒറ്റപ്പടി മുന്നേ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ്. നിങ്ങൾ ഇന്നലെ 2 മണിക്കൂർ പഠിച്ചു, ഇന്ന് നിങ്ങളത് 2.5 മണിക്കൂറാക്കി കൂട്ടി, ദാറ്റ് ഈസ് ഡെവലപ്മെന്റ്. അപ്പോൾ സാർ ഇവിടെ സമയത്തിൻ്റെ കാര്യം മാത്തമെറ്റിക്കലി നമുക്ക് പറയാൻ പറ്റില്ലേ? ഞാൻ ഉദ്ദേശിക്കണം നിങ്ങൾ പഠിച്ചു, നിങ്ങളുടെ തലയിൽ കയറി, നിങ്ങളിവിടെ 10 മണിക്കൂർ ഇരുന്നിട്ട് പഠിച്ചിട്ട് ഒരു സാധനം നിങ്ങളുടെ മണ്ടേൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ തലേൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ അതെന്താ? ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ഡെവലപ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഡെവലപ്മെന്റ് അല്ല. നിങ്ങൾ എന്താ ചെയ്ത? ഈ പറഞ്ഞ ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. സമയം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു, 10 മണിക്കൂറാക്കി, യാതൊരുവിധ മാറ്റമില്ല. പക്ഷേ 2 മണിക്കൂർ നിങ്ങൾ നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചു, അത് 2.5 മണിക്കൂറാക്കി എഫക്റ്റീവായിട്ടുള്ള പഠിത്തമാക്കി മാറ്റിയെങ്കിൽ അത് ഡെവലപ്മെന്റ്. ഓക്കെ, ദ ബെറ്റർമെന്റ് ഓഫ് എനിത്തിങ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ്. ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഇത് മനസ്സിലായവരെന്ത് ചെയ്യുക? ഒന്ന് ഓർഡർ ഫയർ മൂജിര. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനം ഒന്ന് ഡെവലപ്പ് ആവും. ദ ബെറ്റർമെന്റ് ഓഫ് കഴിഞ്ഞ കാലത്തിൽ നിന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഡെവലപ്പായി. ഇപ്പം ഹരിസാറിനെ സംബന്ധിച്ചിടത്തോളം ഹരിസാർ ഇന്ന് കാണുന്ന ഈ ലെവലിൽ നിന്ന് നാളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൈ ഡെവലപ്മെന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇന്നലെ ചിലപ്പോൾ ഹരിസാർ വെറും മോശമായിട്ടുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ ഇന്ന് നല്ല ആളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ ഡെവലപ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ,
റിപ്ലൈ തരാമോ സാറേ? ഇൻഡെക്സ്റ്റർ, ഐ എം ഡെക്സ്റ്റർ. ഓ, സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡെക്സ്റ്റർ എന്ന് പറയുന്നത്. ഡെക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട് കേട്ടോ. എനിവേ, ഈ പറഞ്ഞത് ബെറ്റർമെന്റ് ഓഫ് എനിത്തിങ് യൂസ് കോൾഡ് ഡെവലപ്മെന്റ്. അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ. ഒരു സ്ഥലത്ത് വൈദ്യുതി ഇല്ല, ആ സ്ഥലത്ത് വൈദ്യുതി വന്നാൽ ഡെവലപ്മെന്റ് ആയി അല്ലേ? ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ, ബൾബ് കത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ എന്ത് സംഭവിച്ചു? ഡെവലപ്മെന്റ് സംഭവിച്ചു. ഒരു നാട്ടിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ, വാട്ടർ സ്കേസിറ്റി ആണ്. ആ നാട്ടിൽ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ജലപദ്ധതി വന്നു വിചാരിക്കുക, വാട്ടർ പ്രോജക്റ്റ് വന്നു വിചാരിക്കുക, പൈപ്പും വെള്ളവും വന്നു വിചാരിക്കുക, ആ നാട്ടിൽ എന്ത് സംഭവിച്ചു? ഡെവലപ്മെന്റ് സംഭവിച്ചു. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ്, സാർ ഈ ഇത് പ്രിപ്പയർ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുമോ? ഓഫ് കോഴ്സ് 100% ഞാൻ പറയുകയാണ്, നിങ്ങൾക്കൊരു 95-96% SSTക്ക് വാങ്ങിക്കണമെങ്കിൽ ഹരിസാറിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇനി വരാൻ പോകുന്ന പൊളിറ്റിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ, സിവിക്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ മതി. SSTക്ക് നിങ്ങൾ ഫുൾ മാർക്കാണ്. ഞാനാ പറയണേ. ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു നാട്ടിൽ നമ്മൾ ഈ പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ട്രൈബൽ പീപ്പിൾ. അതെങ്ങനെയാ സാർ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് ആളുകൾക്ക് നല്ലതാവില്ല. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അല്ലേ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണല്ലോ, നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ നല്ലതാവണമെന്നുണ്ടോ? ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നിങ്ങളോട് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആൻസർ പറഞ്ഞുതരാം. അതായത് ഒരു എയർപോർട്ട് വരികയെന്ന് വിചാരിക്കുക, ഒരു സ്ഥലത്ത് ഒരു എയർപോർട്ട് വരികയെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്ത് എയർപോർട്ട്, അതായത് വിമാനം വന്നിറങ്ങുന്ന സ്ഥലം. ഈ എയർപോർട്ട് വരുമ്പോൾ അത് ആ നാട്ടിന് നന്മയാണോ മോശമാണോ? നിങ്ങൾ എല്ലാവരും പറഞ്ഞു യെസ് സാർ, നല്ലതാണെങ്കിൽ ഗുഡ് എന്ന് കമന്റ് ചെയ്യാം, നല്ലതാണെങ്കിൽ ഗുഡ് എന്ന് കമന്റ് ചെയ്യാം. സാർ അവിടെ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ആ നാടിന് നാശമാണെങ്കിൽ, മോശമാണെങ്കിൽ ബാഡ് എന്ന് കമന്റ് ചെയ്യാം. നോക്കട്ടെ എത്ര പേര് പറയട്ടെ, എത്ര പേർക്ക് പറയാൻ പറ്റും നോക്കട്ടെ. ഇത് ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് എൻ്റെ മക്കൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു നാട്ടിൽ എയർപോർട്ട് വരികയാണ്, ആ നാട്ടിൽ നല്ലതാണോ മോശമാണോ എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. നിങ്ങളെല്ലാവരും അവിടെ ഗുഡ് എന്ന് പറയും. യെസ്, ഞാനും ഗുഡ് എന്ന് പറയും. പക്ഷേ ബാഡ് എഫക്ട്സും കൂടി ഉണ്ട്. അതെങ്ങനെ സാർ അവിടെ ബാഡ് എഫക്ട്സ് വരിക? എന്താ ബേസിക് റീസൺ? എന്താ അവിടെ ബാഡ് എഫക്ട്സ് വരാനുള്ള കാരണം? ബിക്കോസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അവിടെ ബാഡ് ആവാനുള്ള ഒരൊറ്റ റീസൺ ഉള്ളൂ. ഈ എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾക്കെല്ലാം എന്ത് സംഭവിക്കണം? അവരുടെ ലാൻഡ് നഷ്ടം. എന്ത് നഷ്ടമാവും? അവരുടെ ലാൻഡ് നഷ്ടം. സാർ ലാൻഡ് നഷ്ടമായെങ്കിലും ഗവൺമെൻറ് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് വീട് മാറുമ്പോൾ കൃത്യമായിട്ട് പൈസയും കാര്യങ്ങളും കൊടുത്തിട്ടാണല്ലോ അവരോട് വീട് മാറാൻ പറയണേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക, അവിടെയുള്ള റിസോഴ്സസും കൂടെ നിങ്ങൾ ചിന്തിക്കുക. അവിടെ കിണറുണ്ടാവും, പുഴയുണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള മരങ്ങളുണ്ടാവും, ഫോറസ്റ്റ് ഉണ്ടാവും. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും അവിടെ ഉണ്ടാവില്ലേ? ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അവരെ ട്രൈബൽ പോപ്പുലേഷൻ സിംപിളി വിളിക്കാം. ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ആളുകൾക്ക് നല്ലതാണോ? അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അത് നല്ലതാണോ? അല്ല, അത് മോശമാണ്, അത് ബാഡ് എഫക്ട്സ് കൊണ്ടുവരും. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു എന്ന് കരുതിയിട്ട് അവിടെ ഗുഡ് മാത്രമല്ല ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് മാത്രമല്ല അവിടെ ഉള്ളത്. ദർ ഇസ് ഓൾസോ എ നെഗറ്റീവ് ആസ്പെക്ട് ഓൾസോ. ഒരു ഡയമെൻഷൻ കൂടി ഉണ്ട്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഡയമെൻഷൻ കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, റെഡി. ദേ ഹാവ് ടു ലീവ് ദ പ്ലേസ്. എന്താ പറയണത്? അവർക്ക് അവരുടെ പ്ലേസിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ശരിയാണെന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യാം? ഒരു ഫയർ മോചനം. ശരിയാണ് സാർ എന്ന് ബേസിക്കലി ലോജിക്കലി ചിന്തിച്ചാൽ ശരിയാണെന്ന് പറയുന്നവർക്ക് ഒരു ഫയർ മോചനം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാർ, ഇത് നിങ്ങൾ ആരും ഇങ്ങനെ പഠിപ്പിച്ചിനോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആക്ച്വലി നിങ്ങൾ SSTയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയെടുക്കേണ്ട പരിപാടി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് റീഡിങ് ബിറ്റ്വീൻ ലൈൻസാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് സാർ. എപ്പോഴും സാറിൻ്റെ ക്ലാസ്സിൽ ആ വ്യക്തിയെ പറ്റി പറയാണ്ട് സാറിൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്താ പറയുക അങ്ങനെ ഒരു ആളായിട്ട് കാണുന്ന ഒരാളുണ്ട്, ദിഗ്രാജ് ഭയ്യ. ഓക്കെ, അപ്പോൾ ആൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ജസ്റ്റ് SST പഠിക്കുക എന്നുള്ളൊരു ഉപരി, ഞാൻ പറഞ്ഞത് ആൾ പറഞ്ഞു തന്നൊരു ആശയമാണ്. ജസ്റ്റ് SST പഠിക്കുക എന്നുള്ളൊരു ഉപരി നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് സമൂഹവുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ദേ ഹാവ് ടു ലീവ് ദ പ്ലേസ് അല്ലേ, അവർക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പ്ലേസിൽ നിന്ന് അവർക്ക് ലീവ് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എയർ സർവർ വന്നിട്ടുണ്ടാവും. ഒറ്റ സെക്കൻഡ് ഞാനിതൊന്നും കൂടെ കണക്ട് ചെയ്യട്ടെ. ചതിക്കല്ലേ എയർ സർവർ ചേട്ടാ. ഓക്കെ, എന്തു പറ്റി ഈശ്വര? എന്തു പറ്റി? നോർമലി ഇങ്ങനെ സംഭവിക്കാറില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യലാമേ. നോർമലി ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഓ, ഒറ്റ സെക്കൻഡാ മക്കളെ, വൈഫൈ പോയതാ.
ഓ ഗോഡ്. നിങ്ങൾക്ക് പരീക്ഷ പേടിയാന്ന് അറിയാം, അതുകൊണ്ടാണ് ഹരിസാർ പാട്ട് പാടി നിങ്ങളെ വെറുപ്പിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. തനനാനി തനനഹന തനനാനി തനനഹന തനന. വരൂ 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 വരൂന്നേ, വന്നൂന്നേ, അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി, കിടിലം. അപ്പോൾ അത് സാർ ഗുഡ് സോങ്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് എന്ന് പറഞ്ഞു. ഓരോ ആളുകൾക്കും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സാർ ഹരിസാർ ആണോ ഫുൾ പൊളിറ്റിക്സ് എടുക്കുക? ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്ററോളം വേറൊരാൾ വരുന്നതായിരിക്കും, ബട്ട് ബാക്കിയുള്ള ചാപ്റ്റർ ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, റെഡി. എന്താ ഹരിസാർ എടുക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഐ മീൻ അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ ഹരിസാർ ഒറ്റയ്ക്ക് എടുത്തപ്പോൾ ഹരിസാറിന് താങ്ങാനാവുന്നതിൽ അപ്പുറം ആയിപ്പോയി മക്കളെ. അപ്പോൾ ഹരിസാർ ചിന്തിച്ചു, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഹരിസാർ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഫുള്ളായിട്ട് ഞാൻ മാത്രം എടുത്തപ്പോൾ ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്സും ജോഗ്രഫിയും ഏകദേശം നമുക്കറിയാം 19 ചാപ്റ്ററുണ്ട് മൊത്തം അല്ലേ. ഈ 19 ചാപ്റ്ററും അതിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 100 ഷുവർ ക്വസ്റ്റ്യനും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഹരിസാർ ഫിസിക്കലി ആൻഡ് ഇമോഷണലി കംപ്ലീറ്റ്ലി എന്താ പറയുക അണ്ടർ ദ വെതറായിപ്പോയി. സ്വാഭാവികമായിട്ടും അതൊന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ആണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള അദ്രി സാറും അർജുൻ സാറും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2-3 ചാപ്റ്ററുകൾ എടുക്കാൻ വേണ്ടി വന്നതുള്ളത്. അപ്പം ഈ പറഞ്ഞ പൊളിറ്റിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാളും കൂടെ വരുന്നതായിരിക്കും, അതാണ് അർജുൻ സാർ. ഓക്കെ, താങ്കളില്ല, അദ്രി സാറ് വന്ന് നോക്കുന്നുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കളെ. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഫോർ വൺ മേ നോട്ട് ബി ഡെവലപ്മെന്റ് ഫോർ അനദർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരാളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഡെവലപ്മെന്റ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി. ഓക്കെ, ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇറ്റ് മേ ബി ഈവൻ ഡിസ്ട്രക്റ്റീവ് ഫോർ അതർ. ഒരാൾക്കുള്ള നന്മ മറ്റൊരാൾക്കുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാവാനും കൂടെ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, റെഡി. യെസ്, ഉറപ്പായിട്ടും ഹംദു, യെസ് ഉറപ്പായിട്ടും. അപ്പോൾ നോക്കിയേ, ഇനി ഈ പറഞ്ഞ ഇൻകം ആൻഡ് അതർ പീപ്പിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ തിങ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഈ പറഞ്ഞിട്ടുള്ള ലൈഫിൽ നമുക്ക് പല ഘടകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഹരിസാറിന് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഹരിസാറിന് എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട്. നോർമൽ കേസാണ്. ഓക്കെ, സാലറി എന്ന് പറഞ്ഞ സാധനം സ്വാഭാവികമായിട്ടും എൻ്റെ ലൈഫിനെ കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 2 കൊല്ലം മുന്നേ ഹരിസാർ എക്സാമിനറിൽ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ള ഒരു എക്കണോമിക് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്കത് ഉണ്ട്. ബിക്കോസ് ഓഫ് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. അതെന്തിൻ്റെ ഭാഗമായിട്ട്? നല്ല ഷർട്ട് വാങ്ങിച്ചിടാനും, എനിക്കിഷ്ടമുള്ള ഫോൺ വാങ്ങിക്കാനും, എനിക്കിഷ്ടമുള്ള ഷൂ വാങ്ങിക്കാനും, എനിക്കിഷ്ടമുള്ള ട്രാവൽ ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞിട്ടുള്ള ഇൻകം കിട്ടിയതുകൊണ്ടാണ്. എൻ്റെ ഫാമിലീനെ കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? എനിക്ക് കിട്ടിയ ഇൻകം കൊണ്ടാണ്. ഇത്രയും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് മാറ്റേഴ്സ്. ഓക്കെ, വേരിയസ് മാറ്റേഴ്സ് ഇൻ ദ സെൻസ് മെറ്റീരിയൽ തിങ്സ്. മണി ആയിക്കോട്ടെ, പൈസ ഇല്ലാതെ ഒരാൾക്കും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല കേട്ടോ. നിങ്ങളോട് ആര് പറഞ്ഞാലും ഓക്കെ, ഈ പറഞ്ഞ പൈസ കൊണ്ട് മാത്രം എല്ലാവർക്കും എല്ലാം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊണ്ട് മാത്രമേ എല്ലാവർക്കും എല്ലാം കിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളോട് ആരെങ്കിലും പറയാണ് സാർ പൈസ കൊണ്ട് നമുക്ക് സന്തോഷം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ, സമാധാനം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് വാങ്ങിച്ചെടുക്കാം. എനിക്ക് നല്ല ഫോൺ വാങ്ങിച്ചപ്പോൾ എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മണി എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ വേണ്ട സാധനം തന്നെയാണ്. അതില്ലാതെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് ചോദിച്ചാൽ അതില്ലാതിരിക്കുന്ന കണ്ടീഷനിലുള്ള ആളുകളോട് ചോദിക്കണം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന്. സന്തോഷം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടോ? ഇല്ല, സമാധാനം ഇല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, മണി എന്ന് പറയുന്നത് മെറ്റീരിയൽ തിങ്സ് ആണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിനെ നമുക്ക് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പൈസ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം കേട്ടോ. യെസ്, അപ്പോൾ നോൺ മെറ്റീരിയൽ തിങ്സ്, ജോബ് സെക്യൂരിറ്റി, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോബ് സെക്യൂരിറ്റി ആവശ്യമാണ്. ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നല്ല ജോലി സാഹചര്യം ആവശ്യമാണ് എന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നോട്ട് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അണ്ടർ നാഷണൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റി ഈസ് ഗിവൻ ടു ദീസ് ഗോൾസ് എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ഡെവലപ്മെന്റ് കേസിലാണെങ്കിൽ നമ്മൾ ഓരോ ആളുകളും പണിയെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, നമ്മൾ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്തിലേക്കാണ് പോകുന്നത്? ടാക്സ് ആയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കും കൂടി വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്, ഒരിക്കലും അല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും കൂടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ ആർക്കും കൂടി ഉള്ളതാ? നമ്മുടെ രാജ്യത്തിനും കൂടി ഉള്ളതാ.
എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചിരിക്കും. ഓക്കെ, റെഡി. സർ, മണി കാൺ ബൈ എവറിത്തിങ്. മണി ക്യാൻ ബൈ എവറിത്തിങ്. ഓക്കെ, അൺലെസ് ഇമോഷൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് പ്യുവർലി ബേസ്ഡ് ഓൺ ഹ്യൂമൻ ഇമോഷൻസ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുമോ? ഓഫ് കോഴ്സ് കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രണ്ട് സൈഡിലും നിന്നൊരാളാണ്. പൈസ ഇല്ലാത്തൊരു കണ്ടീഷനിൽ നിന്ന ഒരാളാണ്, പൈസ വന്നപ്പോൾ നിൽക്കുന്ന ഒരാളാണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഓക്കെ, അതിപ്പോൾ നിങ്ങളോട് ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. നിങ്ങളോട് പറയാണ്, ഒരു ആൾ വന്നിട്ട് പറയാണ് മണി കാൺ ബൈ ഹാപ്പിനെസ് ഹരി, ഐ ഓപ്പോസ് ദം. ഓക്കെ, ഈ വേൾഡിൽ തന്നെ ഞാൻ ആരെ വേണമെങ്കിൽ ഓപ്പോസ് ചെയ്യും ആ ഒരു കാര്യത്തിൽ. റിഗാർഡിങ് ഒരു കാര്യത്തിൽ ലവ് നമുക്ക് കിട്ടില്ല. സ്നേഹം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമോഷനാണ്. സ്വാഭാവികമായിട്ട് അത് നമുക്ക് ടു ബി ലവ്ഡ് എന്ന് പറഞ്ഞ സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ടു ഗിവ് ലവ്, ഓക്കെ ഫൈൻ. ടു ബി ലവ്ഡ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു പോരായ്മ. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദോസ് ഗോൾസ് വിച്ച് ബെനിഫിറ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകൾക്ക് എന്ത് സംഭവിക്കും, നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാവാനും കൂടെ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണ് ഈ പബ്ലിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സെക്യൂരിറ്റി, ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പൈസയുമായിട്ട് റിലേറ്റഡ്, മണിയുമായിട്ട് റിലേറ്റഡ് ആണ്, ക്വാളിറ്റി ഓഫ് അവർ ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് PDS പോലുള്ള അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പോലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് മേഖലകളിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും. ഇനി എന്താണ് സാർ ഈ പറഞ്ഞ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇൻകം ഓഫ് ഓൾ ദി റെസിഡൻസ് എന്താ പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ രാജ്യത്തുള്ള ഇൻകം ഓഫ് ഓൾ ദി റെസിഡൻസ് ഓഫ് ദ കൺട്രി ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു നോക്കുന്നത്. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളുടെയും വരുമാനത്തെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ത് വിളിക്കുന്നത്, നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്നുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഹരിസാറിൻ്റെ സാലറി ആയിക്കോട്ടെ, അംബാനിയുടെ സാലറി ആയിക്കോട്ടെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും സാലറിയും ഈ പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും സാലറിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് നോൺ ആസ് നാഷണൽ ഇൻകം. അതിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ നിങ്ങളുടെ പാരൻസിൻ്റെ ഇൻകം, ഹരിസാറിൻ്റെ ഇൻകം ഒക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്. ഉദ്ദേശം ഇന്ത്യക്ക് പുറത്തുള്ളവരെ ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. ഇന്ത്യക്ക് പുറത്തുള്ളവരെ നമ്മൾ GNP എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയിൽ പെടുത്തുക, അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയും. അത് ഞാൻ വരാം കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും സാലറി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം, ദേശീയ വരുമാനമായി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടോട്ടൽ ഇൻകം. ബേസിക് നോളജ്. ഓക്കെ, ടോട്ടൽ ഇൻകം എന്ന് പറയാം. സോ ബട്ട് കൺട്രീസ് വിത്ത് ഹയർ ടോട്ടൽ ഇൻകംസ് ആർ കൺസിഡർഡ് ടു ബി ഡെവലപ്ഡ്. അതായത് കുറേ വരുമാനമുള്ള രാജ്യങ്ങളെ നമ്മൾ വിളിക്കും ഡെവലപ്ഡ് നേഷൻസ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ കംസ് അണ്ടർ വിച്ച് കാറ്റഗറി? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏത് കാറ്റഗറിയിലാണ് ഇന്ത്യ വരിക എന്നുള്ള പറയാൻ പറ്റുമോ? ഡെവലപ്ഡ് ആണോ, അണ്ടർ ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ആണോ? ഏത് കാറ്റഗറിയിൽ ഇന്ത്യ വരിക? ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ആണോ, അണ്ടർ ഡെവലപ്ഡ് ആണോ? ഇന്ത്യ ഏത് കാറ്റഗറിയിലാണ് വരിക എന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഏത് കാറ്റഗറി വരിക? ഡെവലപ്ഡ് നമ്മൾ കണ്ടു, USA, UK, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് ഡെവലപ്ഡ് വരിക, നല്ല വികസന രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരിക. ഇന്ത്യ യെസ് ഡെവലപ്പിംഗ് ആണ്. യെസ്, ഒരുപാട് മക്കൾ പറയുന്നു ഡെവലപ്പിംഗ് നേഷനിലാണ് ഇന്ത്യ വരിക. ബിക്കോസ് വി ആർ സ്റ്റിൽ പ്രോസസ്സിംഗ് അല്ലേ. നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ സ്റ്റിൽ അച്ചീവിങ് അല്ലെങ്കിൽ വി ആർ സ്റ്റിൽ ടാർഗറ്റിംഗ് ടു ബി എ ഡെവലപ്ഡ് നേഷൻ അല്ലേ. നമ്മൾ ഈ പറഞ്ഞുള്ള വികസിത രാജ്യം അല്ലെങ്കിൽ വികസിച്ച രാജ്യമായിട്ട് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ, ഗ്ലോബൽ എക്കണോമിക് സ്റ്റേറ്റസ് എടുക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളിൽ ആദ്യത്തെ 5 എണ്ണത്തിൽ നമ്മളുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ 4 എണ്ണത്തിൽ നമ്മളുണ്ട്. വൈ? ബിക്കോസ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള പല മേഖലകളും നമ്മൾ ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിക്കലി നമ്മൾ എന്താവുന്നുണ്ട്, നമ്മുടെ രാജ്യം പതുക്കെ ഡെവലപ്ഡ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈറ്റിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ സാർ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് ബേസിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ദിസ് ഇസ് എൻ ആവറേജ് ഇൻകം. എന്താ പറയണത്? ദിസ് ഇസ് എൻ ആവറേജ് ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ. എന്താ പറയണത്? ഒരു ആവറേജ് ഇൻകം
അതായത് ഒരു രാജ്യത്തിലെ ഒരു പേഴ്സൺ, അതായത് ഹരിസാറിൻ്റെയും അംബാനിയുടെയും നമ്മൾ വരുമാനം എടുക്കുകയാണെങ്കിൽ, ഞാൻ എന്തിനാണ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീം എൻസ് ഞാൻ എന്തിനാണ് ചൂസ് ചെയ്യുന്ന അറിയോ? അംബാനിയുടെ വരുമാനം എവിടെ കിടക്കുന്നു, ഹരിസാറിൻ്റെ വരുമാനം എവിടെ കിടക്കുന്നു. ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രീം കോൾഡ് എൻസ് എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവാൻ. അതായത് പെർ ക്യാപിറ്റ ഇൻകത്തിൽ ദിസ് ഇസ് ഹരിസാർ, ഓക്കെ, ദിസ് ഇസ് അംബാനി. സ്വാഭാവികമായിട്ടും ഹരിസാറിന് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷം രൂപയാണ് മാസം എന്ന് വിചാരിച്ചാൽ മതി കേട്ടാ, അത്രയൊന്നും ഇല്ല. ഓക്കെ, റെഡി. അംബാനിയുടെ സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം പോയി കഴിഞ്ഞാൽ 100 ലക്ഷമാണ് മാസ വരുമാനം എന്ന് ബേസിക്കലി 100 ലക്ഷം, ചിലപ്പോൾ അതിൽ കൂടുതലാവാം, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 10 ലക്ഷം 100 ലക്ഷം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? 10 ലക്ഷം 100 ലക്ഷം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓഫ് കോഴ്സ് അറിയാലോ സാർ. ഈ പറഞ്ഞ ഞങ്ങളുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ അപ്പോൾ എത്രയായി? നാഷണൽ ഇൻകത്തിലേക്ക്, ദേശീയ വരുമാനത്തിലേക്ക് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 110 ലക്ഷം രൂപയാണ്. എന്തെന്ന് പറയുന്നത്, ഞങ്ങളുടെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആവറേജ് എടുക്കുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ആവറേജ് എടുക്കുകയാണെങ്കിൽ 110 ഡിവൈഡ് ബൈ, ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് ആവറേജ് എടുക്കുമ്പോൾ ആ 2 ഡിവൈഡ് ചെയ്യുക. 110 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 55 ലക്ഷം രൂപയെ. എത്രയാ? 55 ലക്ഷം രൂപ. ഈ 55 ലക്ഷം രൂപ എൻ്റെയും ആണ് അംബാനിൻ്റെയും ആണ് ആവറേജ് എടുത്തപ്പോൾ. പക്ഷേ ആക്ച്വലി ഹരിസാറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയേ ഉള്ളൂ? ആക്ച്വലി 10 ലക്ഷം രൂപയുള്ളൂ. പക്ഷേ ആവറേജ് എടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരേപോലെ 55 ലക്ഷം രൂപ. ശരിയാണോ അത്? ആ കണക്ക് ശരിയാണോ? ശരിയല്ല സാർ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം നോക്കുന്നത് ഈ പറഞ്ഞ സംഭവം വെച്ചിട്ടാണ്. അതായത് നാഷണൽ ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ പോപ്പുലേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരാളുടെ പൈസ നമുക്ക് കിട്ടും. മനസ്സിലായോ? അതായത് ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയിലുള്ള എല്ലാ ആളുകളുടെയും ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ അത് 10 ലക്ഷം കൊടുക്കുന്നവരുണ്ടാവും, 100 ലക്ഷം കൊടുക്കുന്നുണ്ടാവും, 10 രൂപ കൊടുക്കുന്നവരുണ്ടാവും. ഈ പറഞ്ഞ എല്ലാ വരുമാനത്തിനെയും കൂട്ടിയിട്ട് ഒരു ടോട്ടൽ ഇൻകം ആക്കും. അതിനെ ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെ കൊണ്ട് ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഒരാളുടെ പൈസ കിട്ടും. ദിസ് ഈസ് കംപ്ലീറ്റ്ലി എ റോങ് വൺ. ഓക്കെ, ആവറേജ് ആയതുകൊണ്ട് ഇതിന് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകത്തിന് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. ഓക്കെ, യെസ് സർ, ബട്ട് ഫുട്ബോൾ ഇൻ ഇന്ത്യ ഇതെന്തിനാ ആവശ്യമില്ലാണ്ട് സ്പാം ചെയ്യണം മക്കളെ? BMW, ഓക്കെ, ഞാൻ പോർഷെ, ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് സ്പാം ചെയ്യണത്? നമ്മൾ നാളെ രസകരമായിട്ട് പഠിച്ചു പോകുമ്പോൾ സ്പാം ചെയ്യരുത് കേട്ടോ. ഓക്കെ, റിക്വസ്റ്റ് ആയിട്ട് കാണുക. സാർ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ റിക്വസ്റ്റ് ആയിട്ട് കാണുക. ആ BMW എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളോടാണ്. BMW ഉള്ളതുകൊണ്ടാണോ? ആണെങ്കിൽ ഓക്കെ ഫൈൻ, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ സ്പാം ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സാധനം ബെറ്റർ കമ്പാരിസൺ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ് വൺ അല്ലേ? ഈ പറഞ്ഞ ബെറ്റർ കമ്പാരിസൺ ഒരിക്കലും ഇല്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ എന്താ, അത് ബെറ്റർ കമ്പാരിസൺ ആയിട്ട് നമ്മൾ പറയും. ഓൾസോ കോൾഡ് ആവറേജ് ഇൻകം. ദിസ് ഈസ് ദ റൈറ്റ് വൺ. ഇതാണ് ശരിക്കുള്ള സാധനം, ആവറേജ് ഇൻകം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ സാധനമൊന്നും ഇല്ല. അപ്പം ആവറേജ് ഇൻകം എന്ന് പറയുന്നതാണ് ദ ആക്ച്വൽ സാധനം. ആവറേജ് ഡസൻ മീൻ ദാറ്റ് ഈസ് ദ പ്രിസൈസ് ഡേറ്റ അല്ലേ? ഒരിക്കലും അല്ല. ആവറേജ് ഈസ് ഓൾവേസ് ആൻ ആവറേജ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്ന ബോഡി മാസ് ഇൻഡെക്സ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാധനം വരും. സാർ, എൻ്റെ BMI എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം എനിക്ക് എത്ര കിലോ ഭാരം തൂക്കണം, എത്ര ഫുഡ് അടിക്കണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ. BMI ബേസിക്കലി ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ബോഡി മാസ് ഇൻഡെക്സ് അല്ലേ? ഈ പറഞ്ഞ സാധനം, അതായത് ഒരാളുടെ ഹൈറ്റ്. ഇപ്പോൾ ഹരിസാറിൻ്റെ ഹൈറ്റ് തന്നെ എടുക്കുക. ഹരിസാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 ആണ്. ഹരിസാറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 ആണ്. 79-80 ഹരിസാറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് ആയിട്ട്. ഞാനൊരു 5'9" ആണ് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 5'9" സംതിങ്. ഓക്കെ, 180 എന്ന് പറയുമ്പോൾ 6 എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള 80 ആണ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ മസിൽ പവറും അല്ലെങ്കിൽ എൻ്റെ മസിലും, ഞാൻ ചിലപ്പോൾ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കാം, പക്ഷേ എൻ്റെ ബോൺ വെയിറ്റ് കാരണമായിരിക്കണം ചിലപ്പോൾ 80 കിലോ ഞാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് ഞാൻ BMI കാൽക്കുലേറ്റ് ചെയ്യും. എൻ്റെ ഹൈറ്റും വെയിറ്റൊക്കെ വെച്ചിട്ട് ഞാൻ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഓക്കെ ആണോ, എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ എനിക്കുള്ളത്, അത് കുറവാണോ അതോ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇഫ് വി ഡിവൈഡ് ദ വെയിറ്റ് ഓഫ് എ പേഴ്സൺ ബൈ ദ സ്ക്വയർ ഓഫ് ഹിസ് ഓർ ഹെർ ഹൈറ്റ് വി ഗെറ്റ് എ റേഷ്യോ വിച്ച് ഇസ് കോൾഡ് BMI. അതാണ് BMI കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് എക്സാമിൽ ഇങ്ങനെ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, റെഡി, സെറ്റാണ്. യെസ്, റെഡി.
സർ നമ്മളെ റിസൾട്ട് എന്നാ വരിക? ഏപ്രിൽ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോ ആയിട്ടേ വരൂ കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ചിന്തിക്കുക. ടു അണ്ടർസ്റ്റാൻഡ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആസ് എ പേഴ്സൺ ടേക്സ്, അതായത് ഒരാൾ എടുക്കേണ്ട ന്യൂട്രീഷൻ. ഇപ്പോൾ ഹരിസാറിൻ്റെ BMI എത്രയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ഇപ്പം തന്നെ പറയാം. ഓക്കെ, ഹരിസാറിൻ്റെ വെയിറ്റും ഞാനിവിടെ കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഹൈറ്റ്, ഇതാണ് എൻ്റെ വെയിറ്റ്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഈ പറഞ്ഞുള്ള BMI കണ്ടുപിടിച്ച് പറയാൻ പറ്റും നോക്കട്ടെ. ഹരിസാർ മാത്തമാറ്റിക്സിൽ വീക്കാണ് കേട്ടോ. അതുകൊണ്ട് 180 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 180 കിലോഗ്രാം, സോറി, ഈ പറഞ്ഞ ഹൈറ്റും വെയിറ്റും ഇതാണ്. നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ എത്ര പേർക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് അവിടെ കമൻറ്റ് ബോക്സിൽ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഹരിസാർസ് BMI. ഓക്കെ, പറ്റുക വെച്ചാൽ പറയാം, നമുക്ക് നോക്കാം. BMI എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് ഇൻ 24. അത് നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഓക്കെ, റെഡി, സെറ്റ് ആണ്. റെഡി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വികസന റിപ്പോർട്ട് എന്ന് പറയും, മാനുഷിക വികസന റിപ്പോർട്ട് എന്ന് പറയാം. അതിൻ്റെ മലയാളം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ പറഞ്ഞ റിപ്പോർട്ട് എന്ന് പറയുന്നത് UNDP ആണ്. ആരാണ് സാർ? UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ടു മെഷർ ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തുള്ള വികസനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. യെസ്, ഒരാൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 22.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. 22.5 ആണോ? അത് നല്ലതാണോ? BMI 22.5 നല്ലതാണോ? എൻ്റെ ഹൈറ്റും വെയിറ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് ജെമിനായിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാം, ഇപ്പം തന്നെ ചോദിക്കാം. ഓക്കെ, നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയാനുള്ള ഒരു ത്വര, ഒരു ക്യൂരിയോസിറ്റി. ഓക്കെ, പണ്ടേ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഹരിസാറിൻ്റെ BMI എന്ന് ചോദിച്ചു നോക്കാം. ഹേ ജെമിനി ചേച്ചി, ഹലോ, യു ദേർ? ഹായ് ഹരി. ഹലോ ജെമിനി ചേച്ചി, പോയോ? ലാഗ് അടിപ്പിക്കല്ലേ? ഒരു സെക്കൻഡ് മക്കളെ, ഉറങ്ങുകയാണോ എന്നാൽ ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒറ്റ സെക്കൻഡ് മക്കളെ, ഇതൊന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള. ജെമിനി ചേച്ചി, താങ്കൾ അവിടെ ഉണ്ടോ? ഉറങ്ങുകയാണോ? എന്താ അവസ്ഥ? എന്തൊട്ടത്? കുറച്ചതിൻ്റെ ചോദിക്കാം. ജെമിനി ചേച്ചി പിണക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടാണെന്നുള്ള കാര്യം നോക്കുക. സ്വാഭാവികമായിട്ട് ലിവിങ് സ്റ്റാൻഡേർഡ്, പെർ ക്യാപിറ്റ ഇൻകം, ഹെൽത്ത് സ്റ്റേറ്റസ്, ലൈഫ് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ലെവൽസ് ഓഫ് ദ പീപ്പിൾ, ലിറ്ററസി റേറ്റ് ഓഫ് ദ ഇയർ ഓഫ് സ്കൂളിംഗ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീണ്ടും ജെമിനിയോട് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കൂലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻഡിസിസ് ആണ്. ഓക്കെ, ഒരു സൂചകമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ലൈഫ് എക്സ്പീരിയൻസ്, അതായത് എത്ര കൊല്ലം ആളുകൾ ജീവിച്ചിരിക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, എത്ര ആളുകൾ സ്കൂളിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്, എൻറോൾ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ലെവലും കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്. ഹരിസാറിൻ്റെ ഐഫോണിൽ ജെമിനി വെച്ച് വർക്ക് ചെയ്യുന്നില്ല, ഹരിസാറിൻ്റെ ആൻഡ്രോയിഡിലൊന്നും ചോദിച്ചു നോക്കാം. ഓക്കെ, ചിലപ്പോൾ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുമെങ്കിലോ നമുക്കറിയില്ല, ചോദിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, ചോദിക്കണം നാളെ. ചോദിക്കാം, ഇപ്പം ചോദിക്കാം. ഹലോ ജെമിനി ചേട്ടാ, ഇവിടെ ഉണ്ടോ? ഹലോ 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 ഹലോ, ഒരു സംശയം ചോദിക്കാനായിരുന്നു, അവിടെ ഉണ്ടോ? തീർച്ചയായും ചോദിക്കൂ, എന്ത് കാര്യമാണ് അറിയേണ്ടത്? ഓക്കെ ജെമിനി ചേച്ചി, എനിക്കൊരു കാര്യം അറിയണം. അതായത് എൻ്റെ BMI എത്രയാണെന്ന് എനിക്ക് അറിയണം. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോയാണ്, എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 സെൻറ്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് BMI ഒന്ന് പറഞ്ഞു തരുമോ?
നിങ്ങളുടെ ഭാരവും ഉയരവും ഉപയോഗിച്ച് BMI കണക്കാക്കുമ്പോൾ അത് 24.69 ആണ്. മെഡിക്കൽ ഉപദേശം ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ BMI കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണോ അല്ലയോ എന്ന് പറഞ്ഞുതരുമോ? 24.69 എന്ന BMI സാധാരണ ഭാരമുള്ള വിഭാഗത്തിലാണ് പെടുന്നത്. ഞാൻ വൈദ്യോപദേശം നൽകുന്നില്ല, അതിനാൽ എല്ലായ്പ്പോഴും ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. അതിനർത്ഥം ഭയങ്കര മോശമെന്നാ എൻ്റെ ആരോഗ്യം? അങ്ങനെയല്ല. സാധാരണ ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ആരോഗ്യകരമായ ശരീരഭാരമാണ്. അത് നല്ലൊരു സൂചനയാണ്. മതി അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് കേൾക്കണ്ട. സന്തോഷം അതാണ്. അത് കേട്ടാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കേൾക്കണ്ട. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ BMI നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ 24 ആട്ടോ. ഒരാൾ എന്നോട് 22 എന്ന് പറഞ്ഞു. കാൽക്കുലേഷൻ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടെ നോക്കാട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താ പറയുന്നത്? സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഹരിസാർ ആരോഗ്യവാനാണെന്ന് എനിക്ക് വയ്യ. ഓക്കെ, അപ്പം അങ്ങനെ ഡെവലപ്മെന്റ് ഷുഡ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഡാമേജിങ് ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? നമ്മുടെ പരിസ്ഥിതിയെ യാതൊരു വിധത്തിലുള്ള മോശവും പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള രീതിയിൽ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ, വികസന പരിപാടികളൊക്കെ നമ്മൾ നടത്തുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ പറഞ്ഞുള്ള സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയും. ഓക്കെ, സോ വിത്ത് ദ നീഡ്സ് ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്, അതായത് ഭാവിയുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ റിസോഴ്സസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറൽ റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എൻവയോൺമെന്റൽ ബാലൻസ് ഈസ് ഓൾസോ മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞു വെക്കേണ്ടത്. അതായത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പരിസ്ഥിതിപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, നശിപ്പിക്കരുത്. ബേസിക്കലി ഈ പറഞ്ഞ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഭവത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, വികസന പരിപാടികൾ വന്നോട്ടെ, എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, പക്ഷേ അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലാവരുത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എൻ്റെ മക്കൾ ചിരിച്ച് കണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ഹിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ ഹരിസാറിനോട് പറഞ്ഞു, ഹരിസാർ ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഹരിസാർ ഇച്ചിരി സീരിയസ് ആയി പോയത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ചിരിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ജെമിനി ചേച്ചി. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണ് സസ്റ്റൈൻ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഏതൊക്കെ വേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒന്നാമത്തെ കാര്യം ബൈ സയൻറ്റിഫിക് ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് ദ റിസോഴ്സസ്. സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ വെറുതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പ്രകൃതിനെ നാശാക്കുന്ന രീതിയിലല്ലേ. ഒരു ഫാക്ടറി തുടങ്ങുകയെന്ന് വിചാരിക്കുക. ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ ആ ഫാക്ടറി തുടങ്ങുന്നതുകൊണ്ട് അവിടെയുള്ള പ്രകൃതിക്ക് എന്തൊക്കെ ദോഷം ഉണ്ടാവും നമ്മൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അവിടെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നികത്താൻ പറ്റും, അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സയൻറ്റിഫിക് സ്റ്റഡി, ഒരു പ്രോപ്പർ യൂസ് അവിടെ ഉണ്ടായിരിക്കണം. ബൈ ഫൈൻഡിങ് ഔട്ട് വേസ് ടു സ്റ്റോപ്പ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. പ്രകൃതിയിലേക്ക് ഉണ്ടാവുന്ന പൊല്യൂഷൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ബൈ ഡെവലപ്പിംഗ് റിന്യൂവബിൾ സോഴ്സസ് ലൈക്ക് വാട്ടർ, വിൻഡ് ആൻഡ് സോളാർ എനർജി എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്തൊക്കെ ഉപയോഗിക്കാം നമുക്ക്? ഈ പറഞ്ഞിട്ടുള്ള റിന്യൂവബിൾ സോഴ്സസ് ആയിട്ടുള്ള വാട്ടറിനെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, വിൻഡിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, സ്വാഭാവികമായിട്ടും സോളാർ എനർജിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ സാർ, ഇത് ജോഗ്രഫി ആണോ? നോ, ജോഗ്രഫി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എക്കണോമിക്സ്. ഓക്കെ, റെഡി, സെറ്റ്. താങ്ക് യു ഫോർ ദാറ്റ്. ഒരാൾ അവിടെ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻ്റ് ആട്ടോ ചാപ്റ്ററിൻ്റെ പേരാണ് ഉദ്ദേശിച്ചെങ്കിൽ. ഓക്കെ, എനിവേ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻലാർജിങ് പീപ്പിൾസ് ചോയ്സസ് as well as raising the level of well being so that they can lead a purposeful and a creative life എന്ന് പറഞ്ഞു നോക്കുന്നത്. അതായത് ഒരു നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. സാറേ, മൈക്ക് ഈസ് നോട്ട് വർക്കിംഗ്. അതെയോ, മൈക്ക് വർക്ക് ചെയ്യുന്നില്ലേ? വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഇല്ലേ ഉണ്ടോ എന്ന് പറയോ? അതാരാ പറഞ്ഞത്? ഒബാർ സീനിയർ. മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഒബാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ആ മൈക്കിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഒബാർ പറഞ്ഞാൽ വിശ്വസിക്കാം, ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഓക്കെ, കണ്ടോ, ഒബാർ മിണ്ടണില്ല, വിച്ച് മീൻസ് ഒബാറിന് കേൾക്കാൻ പറ്റുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എങ്ങാനും ഒബാർ അവിടെ നോന്ന് പറയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, നോന്ന് പറയാൻ കേട്ടൂല്ലേ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു ഞാൻ. ഓക്കെ, എനിവേ, ഈ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇറ്റ് ഈസ് എ ടോട്ടൽ ഇൻകം ഓഫ് അവർ കൺട്രി ഡിവൈഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ലൈഫ് എക്സ്പീരിയൻസി അറ്റ് ബർത്ത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള
ജനന നിരക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് എ ന്യൂ ബോൺ ചൈൽഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ലിവ് അറ്റ് ദ പ്രിവെയിലിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള സാഹചര്യവുമായിട്ട് ആ കുട്ടിക്ക് ഒത്തിണങ്ങി പോകാൻ പറ്റുന്നുണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ, മരണപ്പെടുന്നില്ലേ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഒരാൾക്ക് എഴുതാനും വായിക്കാനുള്ള കഴിവ്, ഓക്കെ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് സ്കിൽ ഒരാൾക്ക് ഉണ്ടോ, ദാറ്റ് ഈസ് ബേസിക്കലി അതാ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതാണ് ലിറ്ററസി റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഏജ്ഡ് 7 years or above who can read and write with understanding at least one language. ഒരു ലാംഗ്വേജ് എങ്കിലും മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയായിരിക്കും, ഹിന്ദി അറിയായിരിക്കും, ഫ്രഞ്ച് അറിയായിരിക്കും. ഹരിസാറിനെ സംബന്ധിച്ചിടത്തോളം ഹരിസാറിന് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ക്യാൻ സ്പീക്ക് മലയാളം, ഐ ക്യാൻ സ്പീക്ക് സ്പാനിഷ്, ഐ ക്യാൻ സ്പീക്ക് ജർമ്മൻ, ഐ ക്യാൻ സ്പീക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിന്ദി, ഐ ക്യാൻ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് തമിഴ്. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് എനിക്കൊരു കുറച്ചെങ്കിലും എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഭാഷയെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനോ എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ എന്തിൻ്റെ കീഴിൽ വരും? ദാറ്റ് കംസ് അണ്ടർ ലിറ്ററസി റേറ്റിന് കീഴിലായിരിക്കും വരിക. ഓക്കെ, സോ ബട്ട് നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എൻറോൾഡ് ഇൻ ഓർ അറ്റൻഡിങ് പ്രൈമറി സ്കൂൾസ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് പ്രൈമറി സ്കൂൾ ഏജ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രൈമറി സ്കൂൾ ഏജിൻ്റെ സമയത്തൊക്കെയാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ സാധനം വരിക. ഓക്കെ, അറ്റൻഡൻസ് റേഷ്യോയും കാര്യങ്ങളൊക്കെ അവിടെ വരിക. സ്കൂളിൽ കയറുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ക്യാൻ ജനറലി ബി ഡിറ്റർമിൻ ബൈ ഏതൊക്കെ കാര്യത്തിലായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുക? അത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുക. സ്വാഭാവികമായിട്ടും ഇറ്റ്സ് പെർ ക്യാപിറ്റൽ ഇൻകം, അതായത് നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം ആവറേജ് സാധനം നമ്മൾ നേരത്തെ കണ്ട ആവറേജ് ലിറ്ററസി ലെവൽ, അതായത് എഴുതാൻ വായിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള സ്ഥിതി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓൾ ഓഫ് ദി എബവ് എന്ന് കൂടെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? ആർക്കും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? എനിവൺ ഓക്കെ, പറയാൻ പറ്റുമോ? ഈ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഹരിസാറിന് ഫ്രഞ്ച് അറിയില്ലടാ. ഫ്രഞ്ച് സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആകെ ഒരു ബോൺജ എന്ന് പറഞ്ഞ സാധനം മാത്രമേ അറിയുള്ളൂ. ഫ്രഞ്ച് എനിക്കറിയില്ല. ഓക്കെ, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്നുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അതിലൊരു ക്രിഞ്ച് ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡ് ആയി പോകുന്ന ഫീലിങ്ങോ ഒന്നും വേണ്ട. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, തെറ്റ് പറ്റിയ സമ്മതിക്കുക. അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അറിയാത്ത കാര്യങ്ങളിൽ അത് അങ്ങനെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുന്നതിന് യാതൊരുവിധ മടിയും കാണിക്കേണ്ട. യു ഓൾ ആർ ബ്രേവ്. ഓക്കെ, നമ്മളെല്ലാവരും ബ്രേവ് ആയിട്ടുള്ള ആളുകളാണ്. അറിയില്ലെങ്കിൽ അറിയില്ല. അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കാതിരിക്കുക. പഠിക്കാൻ ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ കാണിക്കുക. അറിയാത്ത കാര്യങ്ങളിൽ നിനക്കിപ്പോൾ ഈ പറഞ്ഞ ജനറേറ്റർ നന്നാക്കാൻ അറിയോ ഹരിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിസാർ സത്യമായിട്ട് ഫിസിക്സ് അറിയില്ല, ജനറേറ്റർ നന്നാക്കാൻ അറിയില്ല. പക്ഷേ ഹരിസാറിൻ്റെ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ ഹി നോസ്. ഓക്കെ, ജനറേറ്റർ നന്നാക്കാൻ മൂപ്പർക്ക് അറിയാം. അപ്പോൾ അറിയാത്ത കാര്യങ്ങളിൽ അറിയില്ല എന്ന് പറയുക, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. അതിലായിരിക്കണം ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ പഠനത്തിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലാസ് കാണുന്നുണ്ട്, അറിയില്ലെങ്കിൽ ഓക്കെ സാർ അറിയില്ല, ഞാനിത് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അറിയാത്ത പോലെ ഇരിക്കുക. എന്നിട്ട് പഠിക്കുക, എന്നിട്ട് നല്ല മാർക്ക് മേടിക്കുക. എനിക്ക് ഒരു സാധനം അറിയില്ല, എന്താ സാർ ഡെവലപ്മെന്റ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സാർ, സാറ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പരീക്ഷയ്ക്ക് ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹരിസാർ പറയുമ്പോൾ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അല്ല. അറിയില്ലെങ്കിൽ പുട്ട് യുവർ ഹെഡ്സ് ഡൗൺ ആൻഡ് ലേൺ ഇറ്റ് ആൻഡ് ക്രാക്ക് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ പോളിസി കേട്ടോ. ഓക്കെ, എന്ത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും പുട്ട് യുവർ ഹെഡ്സ് ഡൗൺ. ആൻഡ് ഞാൻ ഒരു റാഷനായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എനിവേ ധാരാളം അപ്പോൾ വിളിക്കണം. യെസ് പ്ലീസ്, ലൈവാ? ഓക്കെ, എന്തൊരു ടൈമിംഗ് ആണെന്ന് അറിയില്ല. അച്ഛനാ മിസ് കോൾ അടിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ സാറിൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ തന്നെ അച്ഛൻ്റെ മിസ് കോൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ മൂപ്പര് ലൈവ് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിലോട് കൂടി നമ്മൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് കാണുകയും ചെയ്തു. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് അത് നമ്മൾ ഈ പറഞ്ഞ മാത്തമെറ്റിക്കലോ എക്കണോമിക്കലോ ഫൈനാൻഷ്യൽ ടൈമിലോ നമ്മൾ പഠിച്ചില്ല. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ ആ ഒരു കാര്യം കൂടെ പഠിച്ചു. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൂടെ ഉണ്ടാവുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മോശമായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു, ഒന്നും മാറ്റർ ചെയ്യുന്നില്ല ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ. ഓക്കെ, PYQ ഡിസ്കഷൻ നമ്മൾ പൊളിറ്റി കഴിഞ്ഞ പാട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ലൈവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള
PYQs നിങ്ങൾക്ക് വരുന്ന 3 ഷുവർ ക്വസ്റ്റ്യൻസും സാർ ഡീൽ ചെയ്യുന്നതായിരിക്കും. എല്ലാ ചാപ്റ്ററുകളിലും 19 ചാപ്റ്ററുകളിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് PYQs നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എന്നാന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ സയൻസ് മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നായിരിക്കും ആ ലൈവ് എന്നുള്ളത്. ഓക്കെ, ആ ലൈവ് എന്നുള്ളത് പറ്റുവെച്ചാൽ എല്ലാവരും നമ്മുടെ ചാനലിൽ പോവുക, വീഡിയോ സെക്ഷനിൽ പോവുക, എന്നിട്ട് ആ ഒരു വീഡിയോ കാണുക. അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് SST എന്ന് പറഞ്ഞ സാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ക്ലാസ് കഴിഞ്ഞ പാട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൽ എപ്പോഴാണ് നമ്മുടെ ആ ഷുവർ ക്വസ്റ്റ്യൻസ്, എപ്പോഴാണ് ആ PYQ സെഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പറ്റുവെച്ചാൽ ആ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തുക, കാണാത്തവരൊക്കെ കാണട്ടെ. ഓക്കെ, റെഡി? യെസ്, അതാ ഒരാൾ അവിടെ കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് 6th March എന്നൊക്കെയുള്ള കാര്യം. എനിവേ, അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? നോട്ട് ജസ്റ്റ് ഡെവലപ്മെന്റ്, ഡെവലപ്പിംഗ് അവർ ക്യാരക്ടർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്ത് നേടിയാലും എന്ത് കിട്ടിയാലും ഫോക്കസ് ഓൺ യുവർ ഗോൾ, വർക്ക് ഫോർ ദാറ്റ്. ഓക്കെ, റെഡി? ഇനി നമ്മൾ നോക്കുന്നത് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ടാവുക. ഇതിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ സാർ വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരാൾ കൃഷി ചെയ്യുന്നുണ്ട്, കാളനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കുറച്ച് ആളുകൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് ആളുകൾ ഇവിടെ തലയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഇഷ്ടിക കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മീൻ ഇങ്ങനെ ഫിഷിംഗ് കാര്യങ്ങൾ, മീൻ വല ഇങ്ങനെ എറിയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ കാണാൻ പറ്റും കച്ചവടക്കാരനെ കാണാൻ പറ്റും. പാനിപ്പൂരിയാന്ന് തോന്നുന്നു അല്ലേ? യെസ്. ഓക്കെ, എനിവേ ബേൽപൂരിയോ പാനിപ്പൂരി എന്തോ ആണത്. ഓക്കെ, എനിവേ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇവിടെ ഒരു ചേച്ചി എന്ത് ചെയ്യുന്നുണ്ട്, മെഷീനിൽ തയ്യൽ മെഷീനിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെഷീൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്താണ് ബേസിക്കലി നമുക്ക് എന്താ കൊണ്ടുതരിക, നമ്മുടെ നാട്ടിലേക്ക് ഇൻകം, അതായത് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്, ഇൻകത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഇൻകം എന്ന് പറയുന്ന സാധനം ബേസിക്കലി എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ എക്കണോമിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സഞ്ച് സ്പെഷ്യൽ സാംസൺ യെസ്റ്റർഡേ വാസ് എന്താ പറയുക, എ ബാങ്ങർ ഓഫ് ദ ഗെയിം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടേ ഉള്ളൂ. ഇന്നലെയാണ് അത് കണ്ടത് കേട്ടോ. ഹരിസാർ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു, ഞായറാഴ്ച ആണെങ്കിൽ പോലും ഹരിസാറിന് ലൈവ് ഉണ്ടായിരുന്നു. ലൈവിൻ്റെ ഇടയിൽ ഹരിസാർ ഇങ്ങനെ മക്കളിങ്ങനെ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്കോർ എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ എനിവേ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലേക്ക് വരിക എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ 3 രീതികളിലായിരിക്കും ഈ ചാപ്റ്റർ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിലൊന്നാമത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി എന്നാ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്തെന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഓൺ ദ ബേസിസ് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിൻ്റെ ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് പ്രൈവറ്റും പബ്ലിക് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് നമുക്ക് പറയാൻ പറ്റും, ആരുടെ അണ്ടറിലാണ് ഈ പറഞ്ഞ സാധനമുള്ളത്. ഓക്കെ, ആരാണത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ പബ്ലിക് ഇൻഡിവിജ്വൽ ആണോ, പബ്ലിക് ആയിട്ടുള്ള ആളാണോ, ആരാണ് ഈ പറഞ്ഞിട്ടുള്ള ബേസിക് ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യമാണ് on the basis of nature of activity എന്ന് പറയുന്നത്. ഓക്കെ, റെഡി, സെറ്റ് ആണ്. സർ, ഹൂ ഇസ് സഞ്ജു ബൈ ദ വേ? ഹീസ് എ ക്രിക്കറ്റർ ഫ്രം കേരള. ഓക്കെ, ഇന്ത്യൻ ക്രിക്കറ്റർ ഫ്രം കേരള, സഞ്ജു സാംസൺ. ഓക്കെ, സഞ്ജു വിശ്വനാഥ് സാംസൺ. ഓക്കെ, എനിവേ പ്രൈമറി സെക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ സെക്ടറിൻ്റെ ബേസിലാണ് തരംതിരിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു സെക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി സെക്ടർ. എന്താ അതിനെ പറയുക, പ്രൈമറി സെക്ടർ എന്നാണ് നമ്മൾ അതിനെ ആദ്യം വിളിക്കുക. നിങ്ങൾക്കറിയാം പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ. എന്താ പറയണത്, അഗ്രികൾച്ചർ സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് കൃഷിയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അല്ലേ, കൃഷിയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ഗണത്തിൽപ്പെടുത്താം, പ്രൈമറി സെക്ടറിൻ്റെ ഗണത്തിൽ പെടുത്താം, പ്രൈമറി സെക്ടറിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ഓക്കെ, റെഡി, സെറ്റ് ആണ്. ഓക്കെ, യെസ് സർ, എക്സാം നോ ടെൻഷൻ ബിക്കോസ് ഹരി സാർ ഇസ് ഹിയർ. മക്കളെ, ഞാനിവിടെ നിങ്ങൾക്ക് ചുമ്മാ വെറുതെ ക്ലാസ് എടുത്ത് മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇടയ്ക്ക് ഹരി സാർ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ചുമ്മാ ക്ലാസ് മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി പോലെയല്ല എക്കണോമിക്സ്, യു വിൽ ബി ഡ്രെയിൻഡ്. നിങ്ങൾ ഡ്രെയിനായി പോകും. ആ ഡ്രെയിനായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഹരി സാർ ഇതുപോലുള്ള ചളികൾ അടിക്കുന്നത്. എനിക്കറിയാം ഇത് പ്യുവർലി ക്രിഞ്ചാണ്, നല്ല ബോറായി വരും ചില സമയത്തൊന്നും എനിക്കറിയാം. പക്ഷേ ആ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ എൻ്റെ മക്കളൊന്ന് റിലാക്സ് ആവും, വീണ്ടും നിങ്ങൾ ബാക്ക് ടു ദ ക്ലാസ്സിലേക്ക് തിരിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിതിങ്ങനെ പ്യുവർലി എക്കണോമിക്സ് ആയിട്ട് ഡ്രൈ ആയിട്ട് എടുത്തു പോകാൻ അറിയാത്തോണ്ടല്ല, അറിയും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഐ നോ യുവർ ഫീലിംഗ്, ഐ നോ ഹൗ യു ഫീലിംഗ് എന്ന് എനിക്കുള്ളത് നന്നായിട്ട് എനിക്ക് അറിയാം.
നിങ്ങൾ ഈ കണ്ടീഷനിൽ പോകുമ്പോൾ സാർ കുറച്ചെങ്കിലും ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടെങ്കിലും സാർ ഇടയ്ക്കൊരു തമാശ ആഗ്രഹിക്കും. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓവറായിട്ടുള്ള ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് നിങ്ങൾ കണ്ട. ഐ നോ ദ സബ്ജക്റ്റ്, ഐ നോ ഹൗ യു ഫീൽ. ഓക്കെ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈമറി സെറ്റിൽ നിങ്ങൾ കാണാം വെൻ വി പ്രൊഡ്യൂസ് സംതിങ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞു നോക്കണം. അതായത് ഈ പറഞ്ഞ പ്രകൃതിയാലുള്ള വിഭവത്തിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ പ്രൈമറി സെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, ready? So it is primary sector. Basically, it is based for all other sector. മറ്റുള്ള എന്ത് സെക്ടർ ഉണ്ടോ, സെക്കൻഡറി ഉണ്ടോ, തേർച്ചറി ഉണ്ടോ, അതിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കംസ് ഫ്രം പ്രൈമറി സെക്ടർ. അതാണ് ഈ പറഞ്ഞ പ്രൈമറി സെക്ടർ എന്നാണ് ഇതിൻ്റെ ഒരു ബേസ് വരുന്നത്. അതിൻ്റെ റൂട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന്. ഓക്കെ, റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സാർ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം? സാർ ഇത് കോട്ടൺ ആണ്, ഇത് പഞ്ഞിമുട്ടായി അല്ല. ഓക്കെ, ഇത് കോട്ടൺ ആണ്. കോട്ടൺ മീൻസ് പരുത്തി. ഈ പരുത്തിയിൽ നിന്ന് എന്തുണ്ടാക്കും നമ്മൾ? ഈ പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാക്കും. എന്തുണ്ടാക്കും നമ്മൾ? ഡ്രസ്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ. അതായത് റോ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഫൈനലി ഒരു സാധനം ഉണ്ടാക്കിയെടുക്കും, ദാറ്റ് ഈസ് നോൺ ഒരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കിയെടുക്കും, ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി സെക്ടർ. സാർ ഈസ് ലൈക്ക് എന്താണ് പൾസ് ക്രിക്കറ്റഡ് BA, എന്താണ് BA ഫ്യൂച്ചർ ക്രിക്കറ്റർ. ഓക്കെ, ഞാൻ പൾസ് ക്രിക്കറ്റർ എന്ന് വായിക്കും. അയ്യോ, കണ്ണടിച്ച് പോയ BMA ഒക്കെ വെറുതെ. അപ്പോൾ ഈശ്വര, ഇവിടെ ലൈറ്റ് വരുന്നോണ്ടാട്ടാ. ഓക്കെ, ഫ്യൂച്ചർ ക്രിക്കറ്റർ BA ഫ്യൂച്ചർ. സർ ഐ വിൽ ബി എ ഫ്യൂച്ചർ ക്രിക്കറ്റർ. ഓ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, അടിപൊളിയാക്കുക. ഹരിസാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു, നിങ്ങൾ ചോദിക്കും ഇപ്പോൾ എല്ലാവർക്കും ഓരോ റോൾ മോഡൽ ഉണ്ടാവും അല്ലേ? ഫോർ മീ, ഐ മീൻ എല്ലാവർക്കും ഹരിസാറിന് അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു റോൾ മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഐ ആം ദ റോൾ മോഡൽ ഓഫ് മൈ സെൽഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് കുറേ ബാഡ് ക്വാളിറ്റീസ് ഉണ്ട്, എനിക്ക് കുറേ ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ ഇൻറ്റൻഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം റോൾ മോഡലിൻ്റെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് വിരാട് കോഹ്ലി ആൻഡ് Cristiano Ronaldo. Okay, Virat Kohli and Cristiano. No offense to Messi fans or no offense to Rohit Sharma fans or Sachin fans. I don't know. Basically I am a Virat Kohli fan. Basically I am a Cristiano Ronaldo fan. So അവരാണ് എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമിച്ചിട്ടുള്ള ആൾക്കാർ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എടാ ആവശ്യമില്ലാത്ത പറയില്ലടാ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേറൊരു എക്സാമ്പിളാണ് ഇവിടെ നിങ്ങൾ ഷുഗർ കെയിൻ കാണും. എന്താ കാണുക? ഷുഗർ കെയിൻ ആണ്. ഈ ഷുഗർ കെയിനിൽ നിന്ന് അഥവാ കരിമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ട് സാധനങ്ങളുണ്ട്. ആ ഒന്നാമത്തെ സാധനമാണ് പഞ്ചസാര. രണ്ടാമത്തെ ഇവിടെ സാധനം ഉണ്ട്. ഇതിന് ഹരിസാറിൻ്റെ നാട്ടിൽ വെല്ലം എന്നൊക്കെയാണ് പറയാം കേട്ടോ. ബെല്ലം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. ബെല്ലം, ജാഗറി. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള എന്താ അതിന് പറയൂശ്വര, ശർക്കര. ഓക്കെ, ശർക്കര എന്നൊന്നും എൻ്റെ നാവൊന്നും വരില്ല. എൻ്റെ നാക്കിന്ന് ബെല്ലം എന്നേ വരുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് സാധനങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ഇത് ഈ പറഞ്ഞ ഷുഗർ കെയിൻ നിന്നാണ്. എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ഷുഗർ കെയിൻ നിന്ന് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ട് കരിമ്പിൽ നിന്നാണ്. അപ്പോൾ കരിമ്പ് എന്ന് പറഞ്ഞ സാധനം എവിടുന്നാ? സാർ അത് അഗ്രികൾച്ചർ ആണല്ലോ, അഗ്രി പ്രോഡക്റ്റ് ആണല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഈ പറഞ്ഞ അഗ്രി പ്രോഡക്റ്റിൽ നിന്ന് ഒരു ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റാൻ അതിനെ പറ്റുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ സാർ, വയനാട്ടുകാരെല്ലാം ബെല്ലെന്ന് പറയുക, ആ കണ്ണൂരുകാരും ബെല്ലെന്ന് പറയുക. ഞാൻ ബെല്ലം ഉണ്ടാക്കിന അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയുക? ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാട്ടാ. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സെയിം എക്സാമ്പിൾ ഞാൻ ഇവിടേക്ക് എടുക്കുകയാണ്. അതായത് ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വീണ്ടും ഞാൻ പറയുകയാണ്, ദിസ് ഇസ് നോട്ട് കോൾഡ് പഞ്ഞിമുട്ടായി. ഓക്കെ, ദിസ് ഇസ് കോട്ടൺ. ഈ കോട്ടണിൽ നിന്ന് ഞാൻ എന്താക്കി മാറ്റി? ഈ പറഞ്ഞിട്ടുള്ള ഡ്രസ്സാക്കി മാറ്റി, ടീഷർട്ടാക്കി മാറ്റി. ഐ നോ. പക്ഷേ ഈ പറഞ്ഞ കോട്ടൺ എന്താ നമ്മൾ കണ്ടത്? അഗ്രികൾച്ചർ പ്രോഡക്റ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള തുണി എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതൊരു ഫൈനൽ പ്രോഡക്റ്റാണ് അല്ലേ, ഫൈനൽ ഗുഡാണ്. പക്ഷേ ഈ പറഞ്ഞ പരുത്തിയിൽ നിന്ന് ജിം ബൂംബ പരുത്തി കോട്ടണായി അല്ലെ ഈ പറഞ്ഞ തുണിയായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറൂല്ല. അതിനെന്തൊക്കെയോ സാധനങ്ങൾ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇടയിൽ സംഭവിച്ചതാണ് ഇൻഡസ്ട്രി എന്ന് പറയാം. എന്താ പറയുക അതിന്? ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന് നമ്മൾ സിമ്പിളായിട്ട് വിളിക്കും. എന്താ വിളിക്കുക? വ്യവസായം എന്ന് നമ്മൾ സിമ്പിളായിട്ട് വിളിക്കും. വ്യവസായശാല. ഈ ഫാക്ടറിയിലുള്ള കുറേ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഫാക്ടറിയിലെ കുറേ മെഷീൻസ്, ഈ സാധനമാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള കോട്ടനെ ടേൺ ചെയ്തത്? ഈ പറഞ്ഞിട്ടുള്ള കോട്ടനെ ഈ പറഞ്ഞ തുണിയാക്കി മാറ്റിയത് അല്ലേ? ആണ്.
അപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഷീൻസ് ഫാക്ടറി ഉള്ള സെക്ടറെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെക്ടർ. എന്താ വിളിക്കുക നമ്മളതിനെ? സെക്കൻഡറി സെക്ടർ. അപ്പോൾ ഈ പറഞ്ഞ കോട്ടൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മണ്ണിലാണ് ഉണ്ടാക്കുന്നത്, അത് അഗ്രികൾച്ചറാണ്, പ്രൈമറി സെക്ടറാണ്. ഈ പറഞ്ഞ കോട്ടനെ എന്തോ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിട്ടപ്പോഴാണ് ഈ പറഞ്ഞ തുണിയായിട്ട് മാറിയത്. ആ പ്രോസസ്സുള്ള മെഷീൻസ് ഉള്ള ഫാക്ടറീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെക്ടർ. എന്താ വിളിക്കുക നമ്മളതിന്? സെക്കൻഡറി സെക്ടർ. ഓക്കെ സാർ, പഞ്ഞി ആൻഡ് കോട്ടൺ ആർ ദ സെയിം അല്ലേ? അതെ, പക്ഷേ പരുത്തിയും പഞ്ഞിമുട്ടായും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ, ഒരു ബന്ധമില്ല. ഓക്കെ, ഈ പരുത്തി വേറെ, പഞ്ഞിമുട്ടായി വേറെ. കണ്ടാൽ നമുക്കിത് തോന്നും പഞ്ഞിമുട്ടായി അല്ല, ഇത് പഞ്ഞിമുട്ടായി അല്ല, ഇത് പരുത്തി, കോട്ടൺ. പ്യുവർലി എന്താ പറയുക, അതൊരു ഒരു 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 പ്ലാന്റേഷൻ ക്രോപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒരു ക്യാഷ് ക്രോപ്പ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഓക്കെ സാർ, കോട്ടൺ പ്രൈമറി അല്ലേ? യെസ്, കോട്ടൺ ഈസ് പ്രൈമറി. കോട്ടൺ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ റോ സാധനം, ഈ പഞ്ഞി എന്ന് പറഞ്ഞ സാധനം, ഇതിൽ നിന്ന് നമ്മൾ പിച്ച് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഈ സാധനം നമ്മൾ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടും, എന്നിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുക, ഈ പറഞ്ഞ ഷർട്ട് ഉണ്ടാക്കുക. ഹരിസാർ ഇട്ടിരിക്കുന്ന പോളിസ്റ്ററാണ്, അത് കോട്ടൺ അല്ല. എനിവേ, ഈ പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞത് പ്രൈമറിയും ഈ പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് സെക്കൻഡറിയും, ആ ഫൈനലായിട്ട് വരുന്നതാണ് നമ്മൾ ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് ഉണ്ടായി വരും. റെഡി, സെറ്റാണ്. ഇനി സാർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എത്ര വട്ടമായി ഞാൻ പറയണൂടാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ അതിന് വേണ്ടി തന്നെ ഒരു സെഷൻ ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടി തന്നെ ഒരു സെഷൻ ഉണ്ടാവും. നിങ്ങൾ ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് പലതും കേൾക്കാതിരിക്കുക. ആദ്യം മുതലേ കേൾക്കുകയാണെങ്കിൽ, ലൈവ് കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ആൻസർ സാറ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് സാറ് ആവർത്തിക്കാത്തത്. ഓക്കെ, റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന സാധനം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യും. ഓക്കെ എന്ന് കരുതിയിട്ട് ഒരു ഫാക്റ്റ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം നിങ്ങളോട് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കാര്യം ഒരാളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം പറഞ്ഞു, അയാൾ കേട്ടു, പക്ഷേ അയാൾ ചെയ്തില്ല. രണ്ടാമത്തെ വട്ടം പറഞ്ഞു, അയാളത് കേട്ടില്ല, ചെയ്തില്ല. മൂന്നാമത്തെ വട്ടം കൂടെ നിങ്ങൾ പറയും, എന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ സൈലൻ്റ് ആവുക. ഓക്കെ, സൈലൻ്റ് ആയിരിക്കുക. അവിടെ നിങ്ങളെ വിലയെ തന്നെ ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഒരാളോട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. സോ മിനിമം ഒരു 3 തവണ പറയുക, ഗ്യാപ്പ് ഇട്ട് പറയുക. കിട്ടിയില്ലെങ്കിൽ ഷട്ടപ്പ്, സൈലൻറ്റ്, ക്ലോസ് യുവർ മൗത്ത് ആൻഡ് കീപ് യുവർ സെൽഫ് റെസ്പെക്റ്റ് ഹൈ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. എപ്പോഴാണ് PYQ ഉണ്ടാവുക സാർ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. PYQ ഒരു വട്ടം കൂടെ ഞാൻ പറയും, March 6th, അതായത് നമുക്കിനി നിങ്ങളുടെ എക്സാമിന് തലേന്നായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ്റെ ലൈവ് ഉണ്ടാവുക. ഓക്കെ, ഫൈനൽ വെർഡിക്റ്റ് പീരിയഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കാര്യമാണ് സെക്കൻഡറി സെക്ടറിൽ ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ വിച്ച് വി ചേഞ്ച് ദ പ്രോഡക്റ്റ് ഓഫ് നേച്ചർ ഇൻ ടു എ ന്യൂ ഫോം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റിനെ ഒരു പുതിയൊരു ഫോമിലേക്ക് നമ്മൾ മാറ്റുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ടേർഷ്യറി സെക്ടർ. ടേർഷ്യറി സെക്ടറിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, ടേർഷ്യറി സെക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ടേർഷ്യറി സെക്ടറിൽ നിങ്ങളിവിടെ ഗതാഗതം കാണും അല്ലേ, ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കാണും, ടീച്ചിങ് കാണും, ഡോക്ടറിനെ കാണും, വക്കീലിനെ കാണും, ഈ പറഞ്ഞ ബാങ്കിങ് ഉദ്യോഗസ്ഥനെ കാണും. ഓക്കെ, ഈ പറഞ്ഞ അഡ്വക്കേറ്റ്സിനെ കാണും, ഡോക്ടേഴ്സിനെ കാണും, ടീച്ചേഴ്സിനെ കാണും, ട്രാൻസ്പോർട്ടേഷൻ കാണും, കമ്മ്യൂണിക്കേഷൻ കാണും, അതുപോലെ തന്നെ ബാങ്കിങ് ഓർഗനൈസേഷൻസ് കാണും. ഒക്കെ നമ്മൾ ഈ പറഞ്ഞ ഭാഗത്താണ് നമ്മൾ കാണും. ഇനി ഈ പറഞ്ഞ ടേർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഓൾസോ നോൺ ആസ് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഒരു സർവീസ് സെക്ടർ ആയിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് സർവീസ് സെക്ടർ ഇൻ ദ സെൻസ് ആളുകൾക്കുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സർവീസ് സെക്ടറിൻ്റെ ബേസിക് ഐഡിയോളജി ഗിവ് സർവീസസ്. ടീച്ചിങ് ഈസ് എ സർവീസ്, ഡോക്ടർ മെഡിക്കൽ ഫീൽഡ് ഈസ് എ സർവീസ്, ബാങ്കിങ് ഈസ് എ സർവീസ്, അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അഡ്വക്കസി എന്ന് പറയുന്ന ഒരു സർവീസാണ്. നിങ്ങളെ മനസ്സിലേക്ക് വരിക ഈ പറഞ്ഞ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി സെക്കൻഡറി സെക്ടേഴ്സ്. എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ടേർഷ്യറി സെക്ടർ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പ്രൈമറിനെയും സെക്കൻഡറിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ? എങ്ങനെയാണ് അത് ചെയ്യാം? പ്രൈമറി സെക്ടറിൽ നിന്ന് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് സെക്കൻഡറി സെക്ടറിലേക്ക് എത്തും. എങ്ങനെ എത്തും? വായുവിലൂടെ ആരെങ്കിലും ഇങ്ങനെ പറന്ന് സൂപ്പർമാൻ കൊണ്ടെത്തിക്കോ? ഇല്ല. എത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ലോറി വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞ സാധനം എന്താ സാർ? അത് ടേർഷ്യറി സെക്ടറാണ്.
അപ്പം ഈ പറഞ്ഞ ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിസാറിന് ഒരു വലിയ വാഴത്തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. വാഴത്തോട്ടത്തിൽ നല്ല ഈ പറഞ്ഞ നേന്ത്രക്കൊല ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ നേന്ത്രക്കൊല എന്ത് ചെയ്യുന്നുണ്ട്, വെട്ടി ഇങ്ങനെ സൈഡിൽ കൂട്ടി വെച്ചിന് ഈ നേന്ത്രക്കൊല, മോനെ നേന്ത്രക്കൊലയെ നീ നടന്നു പോയിട്ട് ഫാക്ടറി പോവോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് പഴംപൊരി ആവും പോവെന്ന് പറഞ്ഞാൽ പോവോ? ഇല്ല. ഈ പറഞ്ഞ നേന്ത്രക്കൊല ലോറിയിലെടുത്ത് കയറ്റി ഇടണം. ഈ പറഞ്ഞ ലോറി പോയിട്ട് ഹോട്ടലുകളിൽ കൊടുക്കണം. ഹോട്ടലുകളിൽ കൊടുത്താൽ മാത്രമേ ഈ പഴം എന്തായി മാറുള്ളൂ, പഴംപൊരി ആവുള്ളൂ. മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ പ്രൈമറി സെക്ടറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ടേഴ്സറി സെക്ടർ? ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലൂടെ. ഇനി ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടറിൽ എത്തിയെന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ വാഴക്കൊല എന്താക്കി മാറ്റി ഞാൻ നേന്ത്രക്കൊല എടുത്തിട്ട് ഈ പറഞ്ഞുള്ള ഇൻഡസ്ട്രി കൊടുത്തു. വലിയ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണെന്ന് വിചാരിക്കുക. വലിയ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. ഈ ബനാന ചിപ്സ് ഉണ്ടാക്കിയിട്ട് ഇൻഡസ്ട്രി എന്ത് ചെയ്തു, ഇങ്ങനെ പാക്കറ്റായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചു. ഈ സാധനം കടയിലേക്ക് വെറുതെ എത്തൂ, പറന്നെത്തൂ? ചിറകുണ്ടോ ബനാന ചിപ്സിന്? ഇല്ല. ബനാന ചിപ്സിന് എത്താൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്? അവിടെ ഈ ലോറി ആവശ്യം. ഈ പറഞ്ഞ ബനാന ചിപ്സ് ഓരോ കടകളിലേക്കും എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ചിപ്സിന് എത്തിക്കും അല്ലേ? അപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യം കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ സെക്കൻഡറി സെക്ടറിൽ നിന്ന് എത്തിയിട്ട് ടേഴ്സറി സെക്ടറിൽ എത്തി, കടയിൽ എത്തിയെന്ന് വിചാരിക്കുക. കടയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കാരൻ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ചിപ്സ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. നമ്മളോട് കടക്കാരൻ പറയാണ്, കടക്കാരൻ നോക്കിയിരിക്കുക, ചേട്ടാ ചിപ്സിന് എത്ര വില? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ. കടക്കാരൻ, അല്ല ചേട്ടാ എത്ര പൈസ ബനാന ചിപ്സിന്? അല്ല നീ എടുക്ക് എന്ന് കടക്കാരൻ പറയാണ്. അപ്പം നിങ്ങൾ ഉള്ളിൽ വരണം, ഇയാൾ എന്തുകൊണ്ട് ഈ പറയണേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടേഴ്സറി സെക്ടറിൽ കടക്കാരുണ്ട് എന്ന് ചിന്തിക്കുക. ഈ കടക്കാരൻ ഒരു പ്രൈസ് ആ ബനാന ചിപ്സിന് ഇടും. അത് നമ്മൾ പോയിട്ട് വാങ്ങിക്കണം. വാങ്ങിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യണം. എങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യാം? നമ്മൾ നടന്നു പോയിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ വണ്ടി പോയിട്ട് വാങ്ങിക്കും. ഇത് നമ്മൾ കൺസ്യൂം ചെയ്യണം. സർവീസാണ്. ഇയാൾ നമുക്ക് തരുന്ന സാധനം. അതായത് ഈ പറഞ്ഞിട്ടുള്ള ചിപ്സ് നമുക്ക് ഇയാൾ തരികയാണ്. ആ ചിപ്സ് ഒന്നും എടുക്കാൻ പറ്റൂല, അത് ഞാനിവിടെ കാണാൻ വെച്ചതാ, അത് എനിക്ക് തിന്നാൻ വെച്ചതാ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? കാര്യം നടക്കൂല. ഓക്കെ. അപ്പൊ സർവീസ് എന്ന് പറയുന്നത് ഓരോ കടക്കാരനും നമുക്ക് തരുന്ന ഓരോ സാധനം. ഓക്കെ, റെഡി, സെറ്റാണല്ലോ. കടക്കാരൻ പറയാണ് ചിപ്സ്, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വെച്ചൊന്നുമല്ല, എനിക്ക് കാണാൻ വെച്ചതാ ചിപ്സ്, അല്ലെങ്കിൽ എനിക്ക് വിശക്കുമ്പോൾ തിന്നാൻ വെച്ചതാ. കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും കടക്കാരൻ പറയുമോ? പറയൂല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ ടേഴ്സറി സെക്ടർ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൈമറിനെയും സെക്കൻഡറിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ബിസിനസ് ടെറിട്ടറി ആൻഡ് ഓക്കെ. ഹരിസാറിന് നല്ല ആഗ്രഹമുണ്ട് ബിസിനസ് പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ടീച്ചിങ് SST ആയിപ്പോയി. സാറിന് ബിസിനസ്സും എക്കണോമിക്സും, സാറ് പഠിച്ചത് എക്കണോമിക്സൊക്കെയാണ്. അപ്പോൾ നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളിപ്പോൾ +1 കൊമേഴ്സ് ബാച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് സാറിന് എക്കണോമിക്സും ബിസിനസ്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഹരിസാറിൻ്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സാണ്. സോ I know how financial matters works എന്നുള്ള കാര്യം. സോ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് പ്രൈമറി സെക്കൻഡറിനെ ഇവർ സഹായിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ബേസിക്കലി കണ്ടു. ഓക്കെ, റെഡി ആണല്ലോ, സെറ്റാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്പയറിങ് 3 സെക്ടേഴ്സ്, ഈ പറഞ്ഞ 3 സെക്ടറിനെയും എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാം. അതായത് വിച്ച് വൺ ഈസ് ദ ബെറ്റർ വൺ? ഓക്കെ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേഴ്സറി ആണോ, വിച്ച് വൺ ഈസ് ദ ബെറ്റർ വൺ? ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം അടിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ബേസിക്കലി ഒരു സാധനം നമ്മൾ പ്രയോഗിക്കും. അതാണ് ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടേഴ്സറി സെക്ടറൊക്കെ നമ്മൾ ഈ പറഞ്ഞ 3 മേഖലയിൽ നിന്ന് വരുന്ന ഗുഡ്സിനെ നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു സാധനം വെച്ചിട്ടാണ്. ദിസ് ഈസ് സിംപ്ലി നോൺ ആസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അഥവാ ദിസ് ഈസ് നോൺ ആസ് GDP. എന്താ ഇത് പറയുക? ദിസ് ഇസ് നോൺ ആസ് GDP. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് എ കൺട്രി ഈസ് എ സം ഓഫ് ദ ഓൾ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ 3 സെക്ടേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഇയർ. സാർ ഇവിടെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ഒന്നുമല്ലോ പഠിപ്പിക്കുന്നത്. സാർ ഇതാ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺട്രീസ് സം വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ടേഴ്സറിയിലും വരുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ സാധനം, ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ന് വിളിക്കുക, GDP എന്ന് വിളിക്കുക. സാർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തന്നെയല്ലേ നാഷണൽ ഇൻകം, ദേശീയ വരുമാനവും? എല്ലാ സാധനങ്ങളുടെയും ടോട്ടൽ ഇൻകം തന്നെയല്ലേ നമ്മൾ നാഷണൽ ഇൻകത്തിലും കാൽക്കുലേറ്റ് ചെയ്ത്? ദർ ഇസ് എ ഡിഫറൻസ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ പ്രൈമറി സെക്കൻഡറി ടേഴ്സറി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ടോട്ടൽ മണി വാല്യൂ പറയുന്നത് അത് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ടെറിട്ടറി, ആ പേര് തന്നെയുണ്ട്. എന്താ പറയുന്നത്? ഡൊമസ്റ്റിക് ടെറിട്ടറി, ഡൊമസ്റ്റിക്ക. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അകത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നാഷണൽ ഇൻകത്തിൽ പെടുത്തും.
ബട്ട് എന്തിൽ പെടുത്തൂല? ഈ പറഞ്ഞ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നമ്മൾ പെടുത്തൂല. അത് ഡൊമസ്റ്റിക്കാ, അത് ഇന്ത്യയുടെ ഉള്ളിൽ മാത്രമുള്ള കാര്യങ്ങളെ പറ്റിയേ പറയുള്ളൂ. ഇന്ത്യയുടെ ഉള്ളിലെ കാര്യങ്ങളെ പറ്റി മാത്രമേ പറയുള്ളൂ. സാർ ഈ ബിസിനസ് ടെറിട്ടറി സെക്ടർ, ടേർഷ്യറി സെക്ടർ, സാർ ബിസിനസ് എന്ന് പറയുന്നത് ടേർഷ്യറി, അതാണ് ഉദ്ദേശിച്ചത്. സാർ ബിസിനസ് എന്ന് പറയുന്നത് ടേർഷ്യറി സെക്ടർ ആണോ? കൈൻഡ് ഓഫ്, യെസ് ബിസിനസ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ടേർഷ്യറി സെക്ടറിന്റെ ഭാഗമാണ്. ബിസിനസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ബിസിനസ് എന്ന് പറയുന്നത് എന്താ, എന്ത് ബിസിനസ്സാണ് പെടുക? ഇപ്പോൾ എല്ലാ ബിസിനസ് ഒന്നും പെടൂല കേട്ടോ. ഹോട്ടൽ ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ്, ദാറ്റ് ഡസ് നോട്ട് കംസ് അണ്ടർ ടേർഷ്യറി സെക്ടർ. അത് മൂന്നാമത്തെ സെക്ടറിൽ വരില്ല. ദാറ്റ് കംസ് അണ്ടർ ഏത് സെക്ടറിലാണ്? സെക്കൻഡറി സെക്ടറിലാണ് വരിക. കാരണം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ആണ് അവിടെ നടക്കുന്നത്, ഇൻഡസ്ട്രിയാണ് നടക്കുന്നത്, വരില്ല. ബിസിനസ് എല്ലാ ബിസിനസ്സും വരില്ല. എന്ത് ബിസിനസ്സാണ് അവിടെ വരിക? അവിടെ വരാൻ ചാൻസ് ഉള്ള ബിസിനസ്സാണ് IT, ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ബിസിനസ്സസ്. ഏത് കാറ്റഗറിയിലേ വരിക? കാരണം അത് സർവീസസ് ആണല്ലോ നമുക്ക് തരുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് അത് ഏതാ? ഇപ്പോൾ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞാൽ, ഈ ടെക്നോളജി സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ എന്ത് തന്നെയാണ്? അത് ടേർഷ്യറി, ഈ പറഞ്ഞ മൂന്നാമത്തെ മേഖലയാണ്. പക്ഷേ സർട്ടൻ ബിസിനസ്സസ് അല്ലെങ്കിൽ സർട്ടൻ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല കേട്ടോ. ഓക്കെ, ചിലത് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ? ഈ പറഞ്ഞ GDP എന്ന് പറഞ്ഞത് ഡൊമസ്റ്റിക് ടെറിട്ടറിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന സാധനം, ഡൊമസ്റ്റിക് ടെറിട്ടറിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന സാധനം. അതുകൊണ്ട് തന്നെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നിൻ്റെയും പ്രൊഡക്റ്റ് നമ്മളിങ്ങനെ ഷിം എന്ന് പറഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് ടെറിട്ടറി, പ്രോഡക്റ്റ്. ഓക്കെ, ടെറിട്ടറി എന്ന് വായി വന്നു. ഓക്കെ, പ്രോഡക്റ്റ്. ഓക്കെ, കിട്ടിയല്ലോ ആശയം. ഇനി നമ്മൾ നോക്കുന്നത് റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ടേർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? എന്തുകൊണ്ടോ ഒരു കാരണം കൊണ്ട്, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, എന്തോ ഒരു കാരണം കൊണ്ട് ടേർഷ്യറി സെക്ടർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അതെന്താ നമുക്ക് അറിയണം, അല്ലേ? പ്രൈമറിനെക്കാട്ടിയും സെക്കൻഡറിനെക്കാട്ടിയും എന്തോ ഒരു കാരണം കൊണ്ട് ടേർഷ്യറി സെക്ടർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ? എന്താ നോക്കാം നമുക്ക്. ഇത്രേ ഉള്ളൂ. നിങ്ങളെ മനസ്സിലേക്ക് വരിക, ഡിമാൻഡ്സ് ഫോർ ബേസിക് സർവീസസ് ഹാവ് ഇൻക്രീസ്ഡ്. അതായത് മനുഷ്യന്മാർ ഇന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ ടേർഷ്യറി സെക്ടർ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത, ദ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വെരി ഹൈ സ്കെയിലിൽ നമുക്ക് പറയാൻ പറ്റുക. ബിക്കോസ് നമ്മളിന്ന് ബാങ്കിൽ ചെന്നാൽ അവിടെ സർവീസസ് ആണ്, നമ്മളിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ മെഡിക്കൽ ഫീൽഡിൽ ചെന്നാൽ അവിടെ സർവീസസ് ആണ്, ടീച്ചിങ് സർവീസസ് ആണ്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷ്യറി സെക്ടർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അതർ ടു സെക്ടേഴ്സ് ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിൽ ഇന്ന് ആരെങ്കിലും പോയിട്ട് കൃഷി ചെയ്യുന്നവരെ നിങ്ങൾ കാണുമോ? ഫുൾ ടൈം കൃഷി ചെയ്യുന്നവരെ നിങ്ങൾ കാണുമോ? 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേരെ കാണുള്ളൂ നിങ്ങൾ കൃഷി ചെയ്യുന്നവരായിട്ട് ഈ നാട്ടിൽ. വൈ? സർവീസ് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അതെന്തിനെ ഡിമോളിഷ് ചെയ്തു, എന്തിനെ ഡിമിനിഷ് ചെയ്തു? ഈ പറഞ്ഞ പ്രൈമറിനെയും സെക്കൻഡറിനെയും ഡിമിനിഷ് ചെയ്തു. അത്രേ ഉള്ളൂ ബേസിക് ഐഡിയ. ഇന്നെല്ലാവരും വൈറ്റ് കോളർ ജോബ്സിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക. ഈവൻ ഹരിസാർ ഇൻക്ലൂഡിങ് മൈസെൽഫ് എന്താ പ്രിഫർ ചെയ്യുന്നത്? നല്ല കാര്യമാണെന്നല്ല കേട്ടോ പറയുന്നത്, നല്ല ബെസ്റ്റ് കാര്യമാണെന്നല്ല ഞാൻ പറയണത്. വി പ്രിഫർ വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാലറി കിട്ടി AC റൂമിൽ ഇതുപോലെയൊക്കെ ഇരിക്കുക, AC റൂമിൽ ഇരുന്ന് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ AC റൂമിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുക, AC റൂമിൽ ബാങ്കിൻ്റെ ഫാനിൻ്റെ ചോട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് വൈറ്റ് കോളർ ജോബ് പ്രിഫർ ചെയ്യുന്നത്? ബിക്കോസ് ദ ഈൽഡ് from the primary sector is very less compared to the secondary and tertiary sector. പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെക്കാട്ടിയും കുറവാണ്, ടേർഷ്യറിനെക്കാട്ടിയും കുറവാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് പ്യുവർലി എന്താ പറയുക, ഒരു ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണത്. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് സാർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് സാർ. ഇന്നത്തെ കാലത്ത് കൃഷിയുമായിട്ട് ആളുകൾ മുന്നോട്ട് പോകുന്നില്ല. എല്ലാവർക്കും വേണ്ട എന്താണ്? കംഫർട്ടബിലിറ്റിയാണ്. ഈ പറഞ്ഞ കംഫർട്ടബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വൈറ്റ് കോളർ ജോബ്സേ വേണ്ടുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള 5 അക്ക 6 അക്ക സാലറി, ഓക്കെ 6 ഡിജിറ്റ് 5 ഡിജിറ്റ് സാലറി വാങ്ങുന്ന ജോലിയിൽ എല്ലാവരും കംഫർട്ടബിൾ ആണ്. ബിക്കോസ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. മണി ഈസ് വാട്ട് മണി ഡസ്. നമ്മളെ കൊണ്ട് പൈസ എന്താണോ ചെയ്യിപ്പിക്കുക അതാണ് പൈസ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. തെറ്റ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. ഫൈൻ, റെഡി.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഗ്രേറ്റർ ഡെവലപ്മെന്റ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ ഹാസ് ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് ഫോർ സർവീസ് സെക്ടർ ഗ്രോത്ത് ലൈക്ക് ട്രാൻസ്പോർട്ട്, ട്രേഡ് ആൻഡ് സ്റ്റോറേജ്. ലൈക്ക് എന്താ പറയുന്നത്, ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, ട്രേഡ് ആയിക്കോട്ടെ, സ്റ്റോറേജ് ആയിക്കോട്ടെ, ഈ സാധനങ്ങൾക്കൊക്കെ എന്ത് വേണം, ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടറിന് നല്ല ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആളുകൾ മാറാൻ ചിന്തിക്കാൻ തുടങ്ങി. വിത്ത് ദ റൈസ് ഇൻ ഇൻകം, നല്ല വരുമാനം കിട്ടുക. കൃഷിയിൽ ഒരു കൊല്ലം കൃഷി ചെയ്താൽ കിട്ടുന്ന 10 ലക്ഷം രൂപയല്ല, 10 ലക്ഷം വേണ്ട, നമുക്ക് ഉദാഹരണം ചെയ്യാം, 1 ലക്ഷം രൂപ ഒരു കൊല്ലം ഒരാൾ അഗ്രികൾച്ചർ ഫീൽഡിൽ പണിയെടുത്ത് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാഴയായിക്കോട്ടെ, എന്ത് നെല്ലായിക്കോട്ടെ നട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം രൂപ അയാൾ ഒരു കൊല്ലം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ പറഞ്ഞ വൈറ്റ് കോളർ ജോബിൽ ഒരാൾക്ക് കിട്ടുന്ന മാസ വരുമാനം എത്രയായിരിക്കുന്നു? അറൗണ്ട് 90 to 1 lakhിനടുത്ത് കിട്ടുന്നവരുണ്ട്, 1 lakh എബോവ് വാങ്ങിക്കുന്നവരുണ്ട് വൈറ്റ് കോളർ ജോബിൽ, ഇൻക്ലൂഡിങ് ടീച്ചർ. ഇപ്പം എനിക്കറിയാവുന്ന പല ഫാക്കൽറ്റീസിനും നിങ്ങൾ ചിന്തിക്കുക, അത് ഫാക്കൽറ്റീസ് ഇൻ ദ സെൻസ് നിങ്ങൾ ചിന്തിക്കുക, ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് കൃഷി അത്രയും തരുന്നുണ്ടോ? മാസമാണ് പറയുന്നത്. ഈ ഒരു കൃഷിക്കാരൻ ഒരു കൊല്ലം ഉണ്ടാക്കുന്ന 1 ലക്ഷം രൂപേൻ്റെ ചിലപ്പോൾ ഒരു മാസം ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു IT പ്രൊഫഷനിലോ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് പ്രൊഫഷനിലോ ഒരു മെഡിക്കൽ പ്രൊഫഷനിലോ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ പ്രൈമറി സെക്ടറിന് ഈ പറഞ്ഞ മാറ്റം, എന്തിന്, ഈ പറഞ്ഞ ടേർഷ്യറി സെക്ടറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, റെഡി, സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ പ്യുവർ ഫാക്ട്സ് ആണ് കേട്ടോ, പ്യുവർ ഫാക്ട്സ് ആണ്, ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല. അപ്പോൾ ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ സർട്ടൻ ന്യൂ സർവീസസ് ഹാവ് എൻറ്റേർഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കേസാണ് സർവീസ് സെക്ടർ ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പ്രൈമറി സെക്ടർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ അങ്ങനെയാണെങ്കിൽ കൃഷിക്ക് പ്രാധാന്യം ഇല്ലേ, നമ്മളെങ്ങനെ ഫുഡ് കഴിക്കുക? കൃഷിക്കും പ്രാധാന്യമുണ്ട്, കൃഷി ചെയ്യേണ്ടവരുണ്ട്. കൃഷി ചെയ്താൽ മാത്രം നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരം അതെങ്ങനെയാണ് വെറുതെ വായു ഒന്ന് പൊട്ടിമുളച്ചുണ്ടാകുന്ന സാധനമാറ്റാ? അല്ല, അത് കൃഷിക്കാർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, റെഡി. സാർ GDP ഓൾ കൺട്രീസ് ഉണ്ടോ? സാർ GDP ഓൾ കൺട്രീസ് ഉണ്ടോ? നിങ്ങൾ GDPനെ പറ്റി GDP എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. GDP എല്ലാ രാജ്യങ്ങളിലും ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ അതന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതന്നെയല്ലേ ചോദ്യം. GDP എല്ലാ രാജ്യങ്ങളിലുണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലുണ്ട്. വൈ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് കമ്പയറിങ് നടത്താൻ പറ്റുള്ളൂ, അല്ലേ? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം GDPയിൽ 6.6 വിചാരിക്കാം, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം GDPയിൽ 8.8 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. സോ GDP എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും എന്താ പറയുക, എന്താ പറയുക, നമ്മൾ എന്താ പറയുക, അത് ആവശ്യമാണ്, അതില്ലെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ആ ഒരു കാര്യം എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരിക. നല്ല ചോദ്യം കേട്ടോ, നല്ല ചോദ്യം, അടിപൊളി ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മക്കൾ ചോദിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സാധനം ചോദിക്കുമാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ മക്കളോടുള്ള ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടായി വരിക. ഓക്കെ, റെഡി. സാർ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പാട്ട് പാടുമോ? ഓക്കെ, ഐ വിൽ ട്രൈ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗോണ വർക്ക്, ഇറ്റ്സ് ഗോണ വർക്ക് ഓർ എൽസ് ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോണേ, ബട്ട് ഐ വിൽ ട്രൈ. ഓക്കെ, സ്വാഭാവികമായിട്ടും ഹൗ ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ക്യാൻ പ്രൊവൈഡ് ചീപ്പ് ലോൺസ് ടു സ്മോൾ ഫാർമേഴ്സ് എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയ്മെന്റ് എങ്ങനെ ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുക? സിമ്പിളാണ്, ഗവൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താ പറയുന്നത്? ഗവൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപാട് പുതിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, ആ പ്രോജക്ട്സിന്റെ ബേസിലായിരിക്കണം പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി വരിക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ആയിട്ട് ഗവൺമെന്റ് ക്യാൻ കൺസ്ട്രക്ട് ന്യൂ ഡാംസ് ആൻഡ് കനാൽസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പുതിയ ഡാമുകളും കനാലുകളും ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പണിക്കാർ ആവശ്യമായിട്ട് വരും, അല്ലേ? അവിടെ ജോലി ചെയ്യേണ്ട ആളുകൾ ആവശ്യമായിട്ട് വരും. സ്വാഭാവികമായിട്ടും ദാറ്റ് ലെറ്റ്സ് ടു എന്തിലേക്ക് നയിക്കും? എംപ്ലോയ്മെന്റ് ജനറേഷനിലേക്ക് നയിക്കും. ആ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്തിലേക്ക് നയിക്കും? ഈ പറഞ്ഞിട്ടുള്ള നല്ല ഹൈ ഇൻകത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയ്മെന്റ് കൂട്ടുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. യെസ്, മിക്കി പറയടാ, എന്താ ചോദിക്കാനുള്ളത്? സർ പ്ലീസ് റിപ്ലൈ. ഹായ് മിക്കി, വാട്ട്സ് യുവർ ഡൗട്ട്? ഓക്കെ സർ, വൈ ഡിഡ് യു ചൂസ് MA എക്കണോമിക്സ്? പാഷൻ, ജസ്റ്റ് പാഷൻ. ആ പാഷൻ്റെ പുറത്ത് മാത്രമാണ് സാർ എടുത്തിട്ടുള്ളത്. ജസ്റ്റ്
ഹരിസാറിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുവിൽ. നല്ല മാർക്ക് ഇൻ ദ സെൻസ് 96 പോയിൻറ്റ് സംതിങ് സാറിന് മാർക്ക് ഉണ്ടായിരുന്നു, പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ട് സാർ എന്ത് ചെയ്തു, ഐ ഓപ്റ്റ് ഫോർ BA എക്കണോമിക്സ്, ദെൻ ഐ ഗോട്ട് ഡിസ്റ്റിങ്ഷൻ. ഓട്ടോമാറ്റിക്കലി അതെന്തിലേക്ക് നയിക്കും, MA എക്കണോമിക്സിലേക്ക് നയിക്കും. സോ ഐ ചോസ് MA എക്കണോമിക്സ്. യൂണിവേഴ്സിറ്റി ടോപ്പറൊക്കെ ആയിട്ടാണ് പോട്ടെ. യൂണിവേഴ്സിറ്റി ടോപ്പർ ഇൻ ദ സെൻസ് സാർ ഉദ്ദേശിക്കുന്നത് ഇൻ്റർ കോളേജിലേക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ സാറിൻ്റെ റിസൾട്ട് ഇപ്പോഴും കാണാം. ഓക്കെ ഓക്കെ റെഡി. ഞാൻ ബോസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഐ എം നോട്ട് ബോസ്റ്റിംഗ് മൈ സെൽഫ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിച്ചാൽ നിങ്ങളുടെ ലൈഫും നല്ല ലെവലിലേക്ക് എത്തും. ഓക്കെ, ഐ എം നോട്ട് എ സ്റ്റുഡിയസ് സ്റ്റുഡൻറ്റ്. ഞാൻ വലിയ സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ വലിയൊരു എന്താ പറയുക എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരാളും ആയിരുന്നില്ല. ഐ എൻജോയ്ഡ് എൻ്റെ കോളേജ് ലൈഫ്. ഞാൻ അതിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ PG ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിഗ്രി ലൈഫ് 3 കൊല്ലം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻജോയ് ചെയ്തിട്ട് തന്നെ ഞാൻ പഠിച്ചത്. അല്ലാണ്ട് ഞാൻ പഠിത്തം ബുക്ക് മാത്രമായിട്ട് അയ്യോ നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ എങ്ങനെ പഠിക്കും, അയ്യോ ഞാൻ നാളത്തെ പരീക്ഷ തോറ്റു പോവാം. ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ ആയിരുന്നേ ഇല്ല. ഞാൻ അങ്ങനെ ഒരു പഠിപ്പെന്ന് പറഞ്ഞ ടാഗ് ലൈൻ എൻ്റെ നെറ്റിയിലൊന്നും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടുവിൽ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഡിഗ്രി PG ലൈഫിൽ ഐ എൻജോയ്ഡ് മൈ കോളേജ് ലൈഫ് അറ്റ് ദ വെരി പീക്ക് ലെവൽ. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, പഠിത്തം എന്ന് പറഞ്ഞ സാധനം, പഠിപ്പി എന്ന് പറഞ്ഞ ടാഗ് ലൈന് കിട്ടിയോണ്ട് നിങ്ങളെല്ലാം ആയി എന്ന് വിചാരിക്കണ്ട. ഓക്കെ, അത് ഒന്നുമല്ല ലൈഫ്. നിങ്ങൾ പതുക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കും, റീലേൺ ചെയ്തുകൊണ്ടിരിക്കും, അൺലേൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലൈഫ്. ഓക്കെ, അത്രേ ഉള്ളൂ. വിൻ വർക്ക്. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് കണ്ടാണ് മക്കളെ. ആരെങ്കിലും ഇവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടവരുണ്ടെങ്കിൽ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എന്ത് ചെയ്തു, ഒരു ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തൊരു വേർഡ് ഉണ്ട്. വർക്ക് then work. Okay, someone's maximum became your minimum. ആവണ വരെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ സാധനമുണ്ട്, എഫേർട്ട് ഇടുക. അപ്പോൾ ഹരിസാറിൻ്റെ ലൈഫിൽ ഹരിസാർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആളുടെ മാക്സിമം ഹരിസാറിനെ മിനിമം ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ ലൈഫിലുള്ളത്. എന്ന് കരുതിയിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ വേറൊരു വ്യക്തിക്ക് എന്തെങ്കിലും കിട്ടിയോണ്ട് അയാളെ ഞാൻ എനിമി ആയിട്ട് കാണാനോ ഒരു എനിമിറ്റി ക്രിയേറ്റ് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ എന്നെ കൊണ്ട് തന്നെ. നിങ്ങൾ ചിന്തിക്കണോ ഹരിസാർ ഇപ്പോൾ പഠിക്കുന്ന ഒരാളാണോ? ഐ എം സ്റ്റിൽ ലേണിംഗ്, ഐ എം സ്റ്റിൽ സ്റ്റഡിങ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ഓൺലി ജസ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്ന മാത്രം അറിവല്ല, കുറേ കാര്യങ്ങൾ വേറെയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, someone's maximum became your minimum. ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും ഏതൊരു ലൈഫ് കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് പതുക്കെ വരും. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ട്രൈ യുവർ ബെസ്റ്റ്. ട്രൈ പോലും ചെയ്യണം. ട്രൈ അല്ല, നിങ്ങളെ കൊടുക്കുക. ട്രൈ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് കളയുക. ഗിവ് യുവർ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനുണ്ട് കൂടെ. ഗവൺമെന്റ് ക്യാൻ ഇൻവെസ്റ്റ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാം? റോഡ് കൺസ്ട്രക്ഷന് കൊടുക്കാം, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലവസരങ്ങൾ, ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഫോക്കസ് ഓൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ജോലി കിട്ടാൻ വേണ്ടി ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഗവൺമെന്റ് ക്യാൻ പ്രൊമോട്ട് ടൂറിസം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത ഉണ്ടായി വരും. ഇംപ്രൂവ്മെന്റ് ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ, ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യ മേഖലയായിക്കോട്ടെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ആർ ദി മോസ്റ്റ് പ്രോമിനന്റ് സെക്ടേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രണ്ട് മേഖലയും ഡെവലപ്പ് ആയാൽ തന്നെ ഒരു നാട് നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ MGNREGA എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക. എന്താണ് ഈ പറഞ്ഞ MGNREGA അഥവാ നമ്മുടെ നാട്ടിൽ പറയും തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയൂലേ? അതത്ര സിമ്പിളായിട്ട് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ട സാധനം അല്ല. നിങ്ങൾ കുറേ പേര് ആ ചേച്ചി എന്താ, അത് നമ്മുടെ തൊഴിലുറപ്പ് എടുക്കണ ചേച്ചിയല്ലേ, തൊഴിലുറപ്പ് ചേച്ചിയല്ലേ? ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് MGNREGA എന്ന് പറഞ്ഞ പ്രോജക്റ്റ്.
സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ NGNRE ജിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IAS ആയ ഒരാളെന്താ, അല്ലെങ്കിൽ IPS ആയ ഒരാളെന്താ, ഈ പറഞ്ഞ ഗവൺമെൻറ് സ്കീമായിട്ടുള്ള ഈ പറഞ്ഞ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC എഴുതിയിട്ടുള്ള സിവിൽ സർവീസ് എക്സാം എഴുതി പാസ്സായ ആളാണ് അല്ലേ? സ്വാഭാവികമായിട്ട് ഇതേ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീം തന്നെയാണ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടീസ് പ്രോഗ്രാം. ഈ പറഞ്ഞ IASകാർ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തൊഴിലുറപ്പ് എടുക്കുന്ന ചേച്ചി എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത്. ഇപ്പം രണ്ടു പേർക്കും ഒരേ വാല്യൂ ആണ്. IASകാരനായതുകൊണ്ട് അല്ലെങ്കിൽ IASകാരി ആയതുകൊണ്ട് അപ്പർ മോസ്റ്റ് അല്ലെങ്കിൽ സാലറി കൂടുതൽ കിട്ടുന്നതെന്ന് മാത്രമേ അവിടെ ഡിഫറൻസ് ഉള്ളൂ. ആ ജോലി ചെയ്യുന്നതും ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. തൊഴിലുറപ്പെടുക്കുന്ന ചേച്ചി എന്താ ചെയ്യുന്നത്? ഇതേ ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വർക്കാണ് ചെയ്യുന്നത്. രണ്ടുപേരും രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും അവനവന് വേണ്ടി വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഹരിസാറിനോട് ആര് പറഞ്ഞു, അതേ തൊഴിലുറപ്പെടുക്കുന്ന ചേച്ചിയല്ലേ സാർ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി. നോ, അത് തൊഴിലുറപ്പ് പദ്ധതി സെയിം. എന്ത് ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടാണോ നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാമിനെ കാണുന്നത്, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ കാണുന്നത്, അതേ വാല്യൂ എവിടെയും കൊടുക്കണം. ഈ പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും നിങ്ങൾ കാണണം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം മക്കളെ നിങ്ങൾ വലുതാവുമ്പോൾ ഉണ്ടായി വരേണ്ടത്, അല്ലാതെ ഒരാളും ഒരാളുടെയും താഴെയല്ല. ഓക്കെ, ആ ഒരു കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ സാർ, എക്സാം വിന്നർ സാലറി സാറിന് വെർത്താണോ? മോർ ദാൻ വാട്ട് യു തിങ്ക് എന്നേ ഞാൻ പറയുള്ളൂ. മോർ ദാൻ വാട്ട് ഐ തിങ്ക് എന്നേ ഞാൻ പറയുള്ളൂ. വാട്ട് ഐ ഡിസർവ് എന്ന് ഞാൻ പറയില്ല. ഐ ഡിസർവ് ദാറ്റ് സാലറി. മോർ ദാൻ വാട്ട് യു തിങ്ക് അത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. എക്സാമിനുള്ള സാലറി സാറിന് വെർത്താണോ? മോർ ദാൻ വാട്ട് യു തിങ്ക് അത്രേ ഞാൻ പറയുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ സ്റ്റാർട്ടഡ് ഇൻ 2005, ഇന്ന പോസിറ്റീവ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റാർട്ടഡ് ഇൻ 2005, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത് 2005 സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ്. ഇപ്പോഴാണ് 2005 സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ്. ഗവൺമെൻറ് പ്രൊവൈഡ്സ് റൈറ്റ് ടു വർക്ക്, അതായത് വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും. ഒരാൾക്കും വർക്ക് ചെയ്യാതിരിക്കാനുള്ള അവകാശം ആരെ കൊണ്ടും തടസ്സം ചെയ്യാൻ ഈ നാട്ടിൽ അധികാരമില്ല. ഓക്കെ, സ്വാഭാവികമായിട്ട് ലോഞ്ച്ഡ് ഇൻ 625 ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 625 ഡിസ്ട്രിക്റ്റുകളോളം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടന്നതായിട്ട് കാണാൻ പറ്റും. ഈ പറഞ്ഞ 625 ഡിസ്ട്രിക്റ്റിൽ നടന്നുകൊണ്ട് ഈ സംഭവം റെഡിയായോ? അവിടെ ഒരു പോയിന്റ് കൂടെ വരികയാണ്. ഗവൺമെൻറ് പ്രോമിസസ് ടു പ്രൊവൈഡ് മിനിമം 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, 100 ദിവസമെങ്കിലും ഒരു കൊല്ലം. ഓക്കെ, 100 ദിവസമെങ്കിലും ഒരു കൊല്ലം വർക്ക് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം, റൈറ്റ് ടു വർക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിലൂടെ? റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിലൂടെ. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് 2005 സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞുള്ള സംഭവത്തിലേക്ക് എത്തിച്ചു. സോ ബട്ട് 100 ഡേയ്സ് അഥവാ 100 ദിവസത്തോളം എന്ത് സംഭവിച്ചു? ഒരു ഉറപ്പായിട്ടുള്ള തൊഴിൽ കൊടുത്തു. ഇൻ കേസ് സാർ ഈ 100 ദിവസം അവർക്ക് വർക്ക് കിട്ടിയില്ല, ഗവൺമെൻറ് വർക്ക് കൊടുത്തില്ല, 139 ദിവസമേ വർക്ക് കൊടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്താ അത് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിക്കേ, ഇഫ് ദ ഗവൺമെന്റ് ഫെയിൽസ് ടു പ്രൊവൈഡ് ദ എംപ്ലോയ്മെന്റ് ഇറ്റ് വിൽ പ്രൊവൈഡ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. എന്താ പറയണത്? ഇവിടെ പറയുന്നത് നിങ്ങൾ 100 ദിവസം 99 ദിവസം വർക്ക് ചെയ്തോളൂ വിചാരിക്കാം. ഈ 99 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ, ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടിയില്ല. ആ ഒരു ദിവസത്തെ സാലറി നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ആയിട്ട് കിട്ടും. വർക്ക് ചെയ്യേണ്ട, ഉറപ്പായിട്ട് 100 ദിവസം പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് തന്നില്ലെങ്കിൽ ആ ദിവസത്തെ പൈസ നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ വരും. അതിനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? യെസ്, ഫാഹ ചോദിക്കണു സാർ 1 lakh. ഐ എം നോട്ട് ഗോണ സേ ദാറ്റ്. സാലറി ആരോടും ചോദിക്കരുത്, ആരോടും പറയരുത് എന്നാണ്. ഇറ്റ്സ് ആൻ അഡൽട്ട് ടോക്ക്. എൻ്റെ മക്കൾ വലുതായി വരുന്നേ ഉള്ളൂ, എന്നാലും ഞാൻ പറയും ഇറ്റ്സ് ആൻ അഡൽട്ട് ടോക്ക്. അതായത് പ്രായമായവരുടെ സംസാരമാണ്, അല്ലെങ്കിൽ ഒരു ബ്രോ കോഡാണ്. എന്ത്? ഡോണ്ട് ആസ്ക് യുവർ ഫ്രണ്ട്സ് സാലറി ബ്രോ. ഓക്കെ, ഡോണ്ട് ആസ്ക് യുവർ ബ്രദേഴ്സ് സാലറി. ഓക്കെ, തമാശയായിട്ട് കണ്ടാൽ മതി കേട്ടോ, ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ഡോണ്ട് ആസ്ക് സമൺ സാലറി. ഓക്കെ, മേ ബി ഇറ്റ് ഈസ് ഒരു ചിലപ്പോൾ അത് 5000 രൂപയായിരിക്കാം, ചിലപ്പോൾ അത് 5 ലക്ഷം ആയിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു തിങ്ക്. ഇപ്പോൾ ഹരിസാറിൻ്റെ സാലറി ഇപ്പോൾ 1 ലക്ഷം ആണോ നിങ്ങൾ ചോദിച്ചു.
ഞാൻ നിങ്ങളെ ഇമാജിനേഷൻ വിടുകയാണ്. എന്തോ ആയിക്കോട്ടെ, എന്തോ പൈസ ആയിക്കോട്ടെ, ഹരിസാറിന് കിട്ടുന്നുണ്ടല്ലോ പൈസ, കിട്ടുന്നുണ്ട്. ഹരിസാറ് സന്തോഷവാനാണോ? ഹാപ്പിയാണ്. ടു മച്ച് ഹാപ്പിയാണോ? ടു മച്ച് ഹാപ്പിയാണ്. ഹരിസാർ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നുണ്ട്. ഐ എം ഹാപ്പി. ഓക്കെ, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ സാലറി, സാറേ എനിക്ക് ഒരു 20,000 കടം തരുമോ? അതല്ല, ആ ഹെൽപ്പല്ല. അല്ലാതെ എൻ്റെ മക്കൾക്ക് പഠിത്തത്തിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും ഏത് ടൈമിലും ഐ എം റെഡി ടു ഡു ദാറ്റ്. ഓക്കെ ഫാഹു, ഇറ്റ്സ് എ ബ്രോഡ് ടോക്ക്. ഓക്കെ, ഒരു ബ്രദേഴ്സ് തമ്മിലുള്ളൊരു ടോക്കായിട്ട് കണ്ടാൽ മതി. ഓക്കെ, റെഡി? അപ്പം ഐ എം നോട്ട് ഗോണ റിവീൽ മൈ സാലറി. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓൺ ദ ബേസ് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും കാണുന്നുണ്ട്. എന്താ പറയുന്നത്? ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക, ഇതെന്താണ് ഈ പറഞ്ഞ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും? ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം നിങ്ങൾ പഠിക്കണ്ട. അതെന്താ സാർ അങ്ങനെ പറയാൻ കാരണം? ഇതെന്നേ ചോദിക്കുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു സാധനം ചോദിക്കൂല. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സാർ, നമ്മൾക്കെല്ലാം MG NRE there if we didn't get a job when we are unemployed till 20. No, അങ്ങനെയല്ല ഞാൻ പറയണത്. നിങ്ങളിപ്പം യു ആർ ഇൻ യുവർ ബഡിങ് സ്റ്റേജ്. നിങ്ങളിപ്പം എന്താ പറയുക, ഒരു മുട്ട് വിരിഞ്ഞ ആ ഒരു സ്ഥലമാണ്. നിങ്ങൾ പതുക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്നും +1 നല്ല കോഴ്സ് എടുത്തിട്ട് +2 നല്ല കോഴ്സ് എടുത്തിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം പഠിച്ച് നിങ്ങളൊരു നല്ലൊരു നിലയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അണ്ടർ 20 ഏജിൽ നിങ്ങളിപ്പോൾ അൺഎംപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അൺഎംപ്ലോയിഡ് അല്ല എന്ന് ഞാൻ പറയും. ബിക്കോസ് ടൈം ഒരുപാടുണ്ട് നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്കൊരു നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സെറ്റ് ചെയ്യാനൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ടൈമുണ്ട്. സോ അണ്ടർ 20 ഏജ് നിങ്ങൾ എന്താ പറയുക അൺഎംപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ പ്രസൻറ്റ് സെനേരിയോ, ഇൻ ഇന്ത്യൻ സെനേരിയോ, ഐ വുഡ് സേ നോ. നിങ്ങളിപ്പോൾ ഒരു അമേരിക്കയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു 15, 16, 17 വയസ്സിൽ തന്നെ നിങ്ങൾ സെൽഫ് ഏൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യൻ ഫാമിലീസിലും അങ്ങനെ പലരും പല മക്കളെയും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം. ബട്ട് ടേക്ക് യുവർ ടൈം, എൻജോയ് യുവർ കോളേജ് ആൻഡ് സ്കൂൾ ലൈഫ്, ദെൻ മേക്ക് എ ഡിസിഷൻ. എന്നിട്ട് നിങ്ങളൊരു ലൈഫ് സെറ്റ് ചെയ്യുക, ഒരു കരിയർ സെറ്റ് ചെയ്യുക, പ്രോപ്പർ പ്ലാനോടുകൂടി മുന്നോട്ട് പോവുക. ഓക്കെ സാർ, പെൻഷൻ ഉണ്ടോ? ഞാൻ പറയാം. ഈ പറഞ്ഞ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡ് കേസിലാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. സോ ബട്ട് ഓർഗനൈസ് സെക്ടറിൽ രജിസ്റ്റേർഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കണം. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞ ഗവൺമെന്റ് അണ്ടറിൽ ലീഗലി രജിസ്റ്റേർഡ് ആയിരിക്കും, നിയമപരമായിട്ട് അത് രജിസ്റ്റേർഡ് ആയിരിക്കും. അൺഓർഗനൈസ്ഡ് കേസിൽ നോട്ട് രജിസ്റ്റേർഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കേസിൽ നോട്ട് രജിസ്റ്റേർഡ് ആണ്. ഗവൺമെന്റ് കേസിൽ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരിസാറിന് ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ബിസിനസ് അല്ല, ഞാനൊരു കോൺട്രാക്ടർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക ഒരു ലോക്കൽ വെൻറ്റർ ആണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ കുറേ തൊഴിലാളികളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നാളെ ഒരു പണിയുണ്ട് കേട്ടോ, വന്ന് പണിയെടുത്തിട്ട് പോണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1000-1500 രൂപ ഞാൻ ഡെയിലി കൊടുത്തിട്ട് 2 പേരെ പണിക്ക് നിർത്തി. ഒരു ദിവസം പണിയെടുത്തു. അവർ വന്നിട്ട് പിറ്റേ ദിവസം ഹരിസാറിനോട് ചോദിക്കുകയാണ്, ചേട്ടൻ നാളെ ഞങ്ങൾക്ക് പണിയുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പണി ഉണ്ടാവില്ല കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നിയമപരമായിട്ട് ചേട്ടൻ്റെ നേരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ പണിയെടുപ്പിക്കുന്നത് യാതൊരുവിധ നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഗവൺമെൻറ് അണ്ടറിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് രജിസ്റ്റേർഡ് ബൈ ദി ഗവൺമെൻറ് ആണ്. ഓർഗനൈസ്ഡ് പക്ക കൃത്യമായിട്ടൊരു വെൽ ഓർഗനൈസ്ഡ് സെക്ടർ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അൺഓർഗനൈസ്ഡ് കേസിൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഓക്കെ, റെഡി, സെറ്റാണ്. സജ നോ വേ. ഓക്കെ, അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഫോളോഡ് എന്ന് പറഞ്ഞു നോക്കിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ നോട്ട് ഫോളോഡ്. എന്താ പറയണത്? ഇവിടെ നിയമസംഹിതയൊക്കെ എന്തിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്? ഓർഗനൈസ് സെക്ടറിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അൺഓർഗനൈസ്ഡ് അവിടെ ഏതെങ്കിലും നിയമമോ കാര്യങ്ങളുണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന നിയമം, അതിൻ്റെ അപ്പുറത്തേക്കൊരു നിയമമില്ല. പക്ഷേ ഇപ്പം എന്താ, ഗവൺമെൻറ് ആണ് നിയമിക്കുക, ഗവൺമെൻറ് ആണ് തീരുമാനങ്ങളൊക്കെ എടുക്കുക. അവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റും. ജോബ് സെക്യൂരിറ്റി ഉണ്ടോ ഓർഗനൈസ്ഡിൽ? യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. അൺഓർഗനൈസ്ഡിൽ നോ ജോബ് സെക്യൂരിറ്റി ഇല്ല. അവിടെ നോ ജോബ് സെക്യൂരിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക.
ഇനി പെയ്ഡ് ഹോളിഡേസ് എവിടെയുണ്ട്? ഓർഗനൈസ്ഡ് ഉണ്ട്. മറ്റിടത്ത് പെയ്ഡ് ഹോളിഡേസ് ഇല്ല. ചിലപ്പോൾ ഫുൾ ഡേ ഹോളിഡേ ആയിരിക്കും, അല്ലെങ്കിൽ പെയ്ഡ് ആയിരിക്കും. അവിടെ പെയ്ഡ് ഹോളിഡേ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല എവിടെ? ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് കേസിൽ. ഇനി ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്, നോ ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. എന്താ പറയണത്? ഈ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു 8 to 10 അല്ലെ 8 മുതൽ 10 മണിക്കൂർ വരെ എന്തുണ്ടാവും? ഓർഗനൈസ്ഡ് വർക്ക് ഉണ്ടാവും. നോ ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള നോ ആയിട്ടുള്ള, അതായത് 10 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 12, 15, 18 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓ കിട്ടില്ല. അപ്പം നോ ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും അൺഓർഗനൈസ്ഡ്. ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും ഈ പറഞ്ഞ ഓർഗനൈസ്ഡിൽ. പുവർ വർക്കിംഗ് കണ്ടീഷൻ ചിലപ്പോൾ ചിലപ്പം സൂര്യപ്രകാശത്തിൽ മേളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സാധാ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ പുവർ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള അൺഓർഗനൈസ്ഡ് കേസിൽ വരിക. പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ്, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ് ആണ് ഓർഗനൈസ്ഡ് കേസിൽ വരിക. എവിടെയുണ്ട് പെൻഷൻ? ഓർഗനൈസ്ഡ് പെൻഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ഇവിടെ അതായിരിക്കും നേരത്തെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നോ പെൻഷൻ ആട്ടോ, നോ പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ്. അവിടെ പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ് നോ ഇടാൻ വിട്ടുപോയതാണ്. നോ പെൻഷൻ ഓൺ റിട്ടയർമെൻറ്റ്. ഇപ്പം റെഡിയായോ? അത് കിട്ടിയോ? കിട്ടിയെങ്കിൽ യെസ് ആർ എന്ന് പറഞ്ഞോളൂ. കിടിലമാണല്ലോ മക്കളെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം, അതായത് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ്. ലാസ്റ്റ് വൺ ആണ്. പബ്ലിക് സെക്ടർ കാണാൻ പറ്റും, നമുക്ക് പ്രൈവറ്റ് സെക്ടർ കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? നമുക്ക് പബ്ലിക് സെക്ടർ കാണാൻ പറ്റും, പ്രൈവറ്റ് സെക്ടർ കാണാൻ പറ്റും. ഇവിടെ പബ്ലിക് സെക്ടറിൽ റെയിൽവേ, സ്കൂള് പോലുള്ളതൊക്കെ പബ്ലിക്കാണ്. ഈ പറഞ്ഞ ടാറ്റ കൺസൾട്ടൻസി പോലുള്ള, റിലയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ ഓണർഷിപ്പിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റാണ് അല്ലേ? അംബാനി പ്രൈവറ്റ് ആണ്. സാർ അങ്ങനെയാണെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ ഞാൻ യൂസ് ചെയ്യുന്നില്ലേ? ആ യൂസ് ചെയ്യുന്നത് അംബാനിയുടെ അല്ലേ? യെസ് ഓഫ് കോഴ്സ് അംബാനിയുടേതാണ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക പബ്ലിക് സെക്ടർ. ഞാൻ ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഗവൺമെൻറ്റിയാ. KSRTC അത് കേരള ഗവൺമെൻറ്റിയാ അല്ലേ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നതും പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ആരാണോ ഓൺ ചെയ്തിരിക്കുന്നത് ആ ഓൺ ചെയ്തിരിക്കുന്ന ആളുടെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ നോക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലേക്ക് വരിക. സാർ ഈസ് പ്രൈവറ്റ് സെക്ടർ ബെറ്റർ ദാൻ പബ്ലിക്? certain cases yes, private sector is far better than public sector എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേയിലുള്ള ടോയ്ലറ്റുകൾ പോട്ടെ, വേറൊരു എക്സാമ്പിൾ, അത് ഭയങ്കര ഇതായിട്ട് പോകും. വേറൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, സാർ certain കേസിൽ പ്രൈവറ്റ് സെക്ടർ ഇസ് ബെറ്റർ അല്ലേ പബ്ലിക് സെക്ടറിനെ കാട്ടിയും? ശരിയാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്താ ഒരു എക്സാമ്പിൾ പറയാം? പബ്ലിക്കിനെക്കാട്ടി നല്ലതാണ് പ്രൈവറ്റ് എന്നുള്ളത്. ഓക്കെ, ബാങ്ക് എടുത്തോ. ഓക്കെ, ബാങ്കിന് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും SBI എന്ന് പറയുന്ന അടക്കമുള്ള ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? കാനറ ബാങ്ക് നാഷണലൈസ്ഡ് ആണ്. ഈ പറഞ്ഞ ഒരുപാട് ബാങ്കുകളുണ്ട്. ബട്ട് certain ടൈനി ആസ്പെക്റ്റിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ SBIയിലുള്ള ചില സർവീസ് വളരെയധികം മോശമായിരിക്കും കമ്പയറിങ് ടു ICICO അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെഡറൽ ബാങ്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ബാങ്കുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ SBI എന്ന് പറയുന്ന പബ്ലിക് ബാങ്കിലെ സർവീസ് എന്ന് പറയുന്നത് ഇച്ചിരി പ്രശ്നമാവും എന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ഒരു ചോദ്യം ചോദിച്ചു, സാർ പ്രൈവറ്റ് ഈസ് ബെറ്റർ ദാൻ പബ്ലിക്? certain cases, certain dimensions, ഈ പറഞ്ഞ പോലെയുള്ള certain places ചില പ്രശ്നങ്ങൾ ഉണ്ട് ട്ടാ. അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, നിങ്ങൾ ഭാവിയിലേക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ചിലത് പ്രൈവറ്റ് സെക്ടർ, പക്ഷേ എല്ലാ കേസിലും പ്രൈവറ്റ് സെക്ടർ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ സാർ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളിപ്പം ബാങ്കിൻ്റെ കേസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും മണപ്പുറം ഗോൾഡ് ലോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, സാർ മണപ്പുറം ഗോൾഡ് ലോൺ, മുത്തൂറ്റ് ഫിൻകോർപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങളില്ലേ, അതൊക്കെ എന്താണ്? അതൊക്കെ പ്രൈവറ്റ് ആണ്. ഇത് നല്ലതാണോ സാർ കമ്പയറിങ് ടു SBI? നേരത്തെ സാറ് SBIനെ കുറ്റം പറഞ്ഞല്ലോ. കമ്പയറിങ് ടു SBI എന്ന് പറഞ്ഞ ബാങ്കുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ മണപ്പുറം ബാങ്കും മുത്തൂറ്റ് ബാങ്കൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, സർ വിച്ച് ഈസ് ദ ബെറ്റർ വൺ? ഐ ഓൾവേസ് പ്രിഫർ SBI. പബ്ലിക് പ്രിഫർ ചെയ്യും ഞാൻ. ബിക്കോസ് ഈ പറഞ്ഞിട്ടുള്ള സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ കൊങ്ങയ്ക്ക് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവന് സമാധാനം ഒക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മണപ്പുറം ഗോൾഡ് ലോൺ? നമ്മൾ ലാലേട്ടനൊക്കെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ നോക്കി നടപ്പൂ
വായിൽ വേറെന്തോ വന്നേ, പറഞ്ഞിട്ടില്ല നാട്ടിൽ നോക്കി നടപ്പൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാവില്ലേ. പക്ഷേ ഇതൊക്കെ എന്താണ്? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടൊരു ടേം ഉണ്ടായിരുന്നു, ബ്ലേഡ് എന്ന് പറയും. ഓക്കെ, ബ്ലേഡ് എന്ന് പറയും. ഇത് ഇങ്ങനെ ഓപ്പൺലി എനിക്ക് പറയുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സാർ ഇങ്ങനെ ഓപ്പൺലി പറഞ്ഞാൽ ശരിയാവുമോ? സാറിന് പുറത്തിറങ്ങി നടക്കണ്ടേ? എന്ത് പ്രശ്നം? സത്യം പറയുന്നതിന് എന്താ ഇത്ര പ്രശ്നം? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള മണി ലോണ്ടർ ആയിട്ടുള്ള കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ മേടിക്കുന്നതിന് നല്ലത് ഇതുപോലുള്ള പബ്ലിക് സെക്ടറിൽ നിന്ന് പൈസ മേടിക്കുന്നത്. അപ്പോൾ സർട്ടൺ ആസ്പെക്റ്റിൽ പബ്ലിക് പ്രൈവറ്റിനെക്കാട്ടി മോശമാണെങ്കിൽ പോലും ബേസിക്കലി ഓവറോൾ എടുക്കുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ ഈസ് ഫാർ ബെറ്റർ. ഓക്കെ, സേഫ്റ്റിയാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്. സേഫ്റ്റിയാണ് അവിടെ നോക്കേണ്ടത്. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ എല്ലാം ഒന്നും നല്ലതായിക്കൊള്ളണമെന്നില്ല പ്രൈവറ്റ്, പക്ഷേ സർട്ടൺ ടൈംസിൽ ചില കാര്യങ്ങളിൽ പ്രൈവറ്റ് നല്ലതാണ്. ഇനി ഈ പറഞ്ഞ പബ്ലിക് സെക്ടറിൻ്റെ കേസ് വരികയാണെങ്കിൽ ഗവൺമെൻറ് ഓൺസ്. ആരാ ഓൺ ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ് ആണ്. മോസ്റ്റ് ഓഫ് ദ അസറ്റ്സ് ആൻഡ് പ്രൊവൈഡ്സ് ഓൾ ദി സർവീസസ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഓൾ ദി സർവീസസ് ആരാ പ്രൊവൈഡ് ചെയ്യും? ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സ്റ്റേറ്റ് സെക്ടർ ഓർ ഗവൺമെൻറ് സെക്ടർ. എന്താ പറഞ്ഞു? ഈ പറഞ്ഞ സ്റ്റേറ്റ് സെക്ടർ ആയിക്കോട്ടെ ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ ഈ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേ, ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, റെഡി, സെറ്റ്. സാർ ഹിന്ദി എക്സാം ഇറ്റ്സ് നോട്ട് ഫിനിഷ്ഡ് ഇൻ UAE. ഓ, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാടാ. ഐ നോ ദ കണ്ടീഷൻ, ഐ നോ ദ വേൾഡ് എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്നുള്ള കാര്യം, മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഐ മീൻ ലിറ്ററലി ഐ ഡോണ്ട് ഫീൽ ദാറ്റ്, ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചിന്തിക്കും സാറിന് മനസ്സിലാവുന്നില്ല, സാർ അവിടെയുള്ള ആളല്ലല്ലോ, പിന്നെ എങ്ങനെ അവിടെയുള്ള ആളുകളെ കണ്ടീഷൻ മനസ്സിലാവുക? സത്യമാണ്, അവിടെയുള്ള ആളുകളുടെ കണ്ടീഷൻ എനിക്ക് ഡയറക്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റില്ല. ഓൺലി മീഡിയാസ് ത്രൂ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഐ ഡോണ്ട് എന്താ പറയുക, അവരുടെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, റെഡി. സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക, പ്രൈവറ്റ് സെക്ടേഴ്സ് ഓണർഷിപ്പ് ഓഫ് അസെറ്റ്സ് ആൻഡ് ഡെലിവറി ഓഫ് സർവീസസ് ഈസ് ദി ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കമ്പനിയിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഈ പറഞ്ഞ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ടിസ്കോ പോലുള്ളതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മോട്ടീവ് എന്ന് പറയുന്ന സംഭവം. ബേസിക് ഐഡിയ. മറ്റടുത്ത് എന്താണ്? വെൽഫെയർ ആണ് ഇവിടെ നോക്കുക. എന്താ നോക്കുക? ഇവിടെ ക്ഷേമമാണ് ആളുകളുടെ ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിൻ്റെ പ്രയോറിറ്റി. ഇവിടെ പ്രൈവറ്റിൻ്റെ പ്രയോറിറ്റി എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കളെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിക്കും. ഇറ്റ് വിൽ ബി ഇൻ യുവർ എക്സാം പേപ്പർ. ഓക്കെ, സാർ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മാർക്കിന് ചോദിച്ചാൽ സാറ് പറഞ്ഞ അത്ര എഴുതിയാൽ മതി. ധാരാളം. ആ ടേബിൾ പഠിച്ചു വെച്ചാൽ മതിടാ, ധാരാളം. ആ ടേബിൾ പഠിച്ചു വെച്ചാൽ എല്ലാ കാര്യങ്ങളും എഴുതണം. ഒരെണ്ണം എഴുതിയിട്ട് ഹരിസാറ് പറഞ്ഞ പോലെ ആ ടേബിൾ പഠിച്ചിനി സാർ, ടേബിളിൽ എല്ലാ കാര്യങ്ങളും എഴുതി, ഒരെണ്ണം മിസ്സായിപ്പോയി സാർ, മാർക്ക് പോയ ഹരിസാറിനെ പറയരുത്. ആ ടേബിൾ എന്താണോ പഠിച്ചത് അതേപോലെ പഠിച്ചു നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, എൻ്റെ ഏതോ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ക്ലാസ്. യെസ് അതാരോ ഓർമ്മിച്ചേ. എൻ്റെ മോനെ കിടിലം. അടിപൊളി മക്കളെ, അടിപൊളി. ഇത് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഞാൻ അന്ന് ഹിസ്റ്ററി എടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ എക്സാമിനറിൽ ഹരിസാറിൻ്റെ ആദ്യത്തെ യൂട്യൂബ് ലൈവ് നടന്നിട്ടുള്ള ചാപ്റ്ററാണ് ഈ പറഞ്ഞ മണി ആൻഡ് ക്രെഡിറ്റ്. ഇതിപ്പോൾ എന്തിനാ സാർ ഇവിടെ പറയാൻ കാരണം? ഐ ഡോണ്ട് നോ, പറയാൻ തോന്നി. മേ ബി പറയണമെന്നായിരിക്കും ഹരിസാറിൻ്റെ തോന്നൽ, ഹരിസാറിൻ്റെ തോട്ട്. അതുകൊണ്ട് പറഞ്ഞു ദിസ് ഈസ് മൈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന്. ഓക്കെ, പറഞ്ഞേ തീരുള്ളൂ. ഓക്കെ, റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ മണി ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഇതെല്ലാം ഈ ചാപ്റ്റർ ഹരിസാറിൻ്റെ മനസ്സിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ റെഡിയായ എല്ലാവരും എന്ത് ചെയ്യുക? ഒരു ഫയർ മൂച്ചിട്ടാ നോക്കട്ടെ. ഇത്ര പേര് ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഹരിസാർ ഇവിടെ ഇത്രയും നേരമായിട്ട് ഫുഡ് പോലും കഴിക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉഷാറല്ലെങ്കിൽ എനിക്കൊരു വിഷമം. ഓക്കെ, നിങ്ങൾ ഉഷാറാണെങ്കിൽ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക? അവിടെ ഫയർ മൂച്ചിട്ടാ ടപ്പ എന്ന് പറഞ്ഞു ഫയർ മൂച്ചി വരട്ടെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ബാർട്ടർ സിസ്റ്റം. എന്താ സാർ ബാർട്ടർ സിസ്റ്റം? ഈ മൗസ് ഞാൻ അങ്ങോട്ട് തരാം,
അവിടെ നിന്ന് നിങ്ങൾ എനിക്കൊരു ചപ്പാത്തി തന്നു കഴിഞ്ഞാൽ അത് കച്ചവടമായി. മൗസും ചപ്പാത്തിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ഓക്കെ, അപ്പം രണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം വിത്തൗട്ട് ഇൻവോൾവിങ് മണി എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പൈസ ഇല്ലാതെ രണ്ട് സാധനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് അല്ലേ? അതിനൊരു പ്രശ്നമുണ്ട്. നോക്കിക്കേ, 2 or more ഗുഡ്സ് പീപ്പിൾ ഈ പറഞ്ഞ ഡയറക്ട്ലി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സാധനം. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിറ്റുവേഷൻ വെയർ ഇൻ വിച്ച് എ പേഴ്സൺ വിഷസ് ടു സെൽ ദ സെയിം കമ്മോഡിറ്റി. അതായത് ഹരിസാറിന് വിൽക്കാനുള്ളത്. ഞാൻ എപ്പോഴും ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ തമാശ പോലെ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഹരിസാറിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയോ? ദിസ് ഇസ് ഹരിസാർ. ഓക്കെ, ദിസ് ഇസ് ഹരിസാർ ആൻഡ് ദിസ് ഈസ് ആരാത്? ഒരാളുടെ പേര് എനിക്ക് വേണമല്ലോ, ഒരാളുടെ പേര് എനിക്ക് വേണം. ഐ ആം പിക്കിങ് ജോഷുവ. ഓക്കെ, ഐ ആം പിക്കിങ് ജോഷുവ. ദിസ് ഇസ് ജോഷുവ. ഓക്കെ, ദിസ് ഇസ് ജോഷുവ ആൻഡ് ദിസ് ഇസ് ഹരിസാർ. എൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ കോഴി അല്ല, എൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ ഗോട്ടുണ്ട്. ഓക്കെ, ആടുണ്ട്. ജോഷുയുടെ കയ്യിലുണ്ട്, ജോഷുയുടെ കയ്യിൽ കോഴിയുണ്ട്. ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റ്. ഇവിടെ എന്തുണ്ട്? ഒരു കോഴിയുണ്ട്. ഓക്കെ, കോഴി. ഓക്കെ, കോഴി ഞാൻ മലയാളത്തിൽ എഴുതാം. ഓക്കെ ഓക്കെ, സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ട സാധനം എന്താ? എനിക്ക് വേണ്ട സാധനം കോഴിയാണെന്ന് വിചാരിക്കുക. ജോഷുവയ്ക്ക് വേണ്ട സാധനം എന്താ? ആടാണെന്ന് വിചാരിക്കുക. അപ്പം ഞങ്ങൾ രണ്ടാളും നേരിട്ട് കണ്ടു. ഞാൻ ജോഷുവിനോട് ചോദിച്ചു, ജോഷുവ കോയിന് തരുമോ? ഞാൻ ആടിനെ തരാം. അപ്പോൾ ജോഷു പറഞ്ഞു, ഓ പിന്നെന്താ. ഓക്കെ, അപ്പോൾ കോയിന് എനിക്ക് തന്നു, ഗോട്ടിന് ഞാൻ ജോഷുവയ്ക്ക് കൊടുത്തു. കച്ചവടം നടന്നു, ഒരു പ്രശ്നമില്ല, കച്ചവടം നടന്നേ. പക്ഷേ ഹരിസാറിന് വീണ്ടും ഞാൻ ജോഷുവിനെ കാണണം ഒന്നുകൂടെ. അപ്പം ജോഷുവിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയോ? ജോഷുവിൻ്റെ കയ്യിൽ കോഴി തന്നെ, കോഴി ബിസിനസ്സാണ് ജോഷുവിൻ്റെ സാധനം. ഓക്കെ, ഹരിസാറിന് അന്ന് ഹരിസാറിൻ്റെ കയ്യിൽ മൊയലാണ് ഉണ്ടായിരുന്നു, മൊയൽ. ഓക്കെ, പക്ഷേ ജോഷുവയ്ക്ക് വേണ്ടത് ആടിനെയായിരുന്നു. ഹരിസാറിൻ്റെ കയ്യിൽ മൊയലാണുള്ളത്, ജോഷുവയ്ക്ക് വേണ്ടത് മൊയലിനെയാണ്, സോറി ആടിനെയാണ്. എൻ്റെ കയ്യിൽ മൊയലാണുള്ളത്, ജോഷുവയ്ക്ക് വേണ്ടത് ആടിനെയാണ്. പക്ഷേ എനിക്ക് എന്താ വേണ്ടത്? കോയിനെ തന്നെ മതി. ജോഷുവിൻ്റെ കയ്യിൽ കോഴിയുണ്ട്. അപ്പം ഞാൻ ചെല്ലാണ്, മോനെ ജോഷുവ കോയിനെ തരുമെന്ന് ചോദിക്കുകയാണ്. ജോഷു പറയണോ പിന്നെന്താ കോയിനെ തരാമല്ലോ, കോയിനെ തരും. പക്ഷേ എനിക്ക് പകരമായിട്ട് ആടിനെയാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ മൊയലല്ലേ ഉള്ളത്, തരാൻ പറ്റുമോ? അപ്പം നടക്കൂല. എൻ്റെ കയ്യിൽ മൊയലാണുള്ളത്, അവന് വേണ്ടത് ഗോട്ടിനെയാണ്. കച്ചവടം നടക്കുമോ? കച്ചവടം നടക്കില്ല. ഈ ഒരു പ്രശ്നമാണ്. അതായത് രണ്ടുപേർക്കും ഒരേപോലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ്. രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കണം, ഈ സാധനം വേണം, ഈ സാധനം വിൽക്കണം, ഈ സാധനം വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ അവിടെ ആ സംഭവം ഇല്ലെങ്കിൽ പ്രശ്നമാണ്, കച്ചവടം നടക്കില്ല. അങ്ങനെയാണ് ഈ പറഞ്ഞ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സാധനം പറയാൻ പറ്റുക. ഈ പറഞ്ഞ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കച്ചവടം, അല്ലെങ്കിൽ നോ കച്ചവടം. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സാർ ബ്ലൂ ഷർട്ട് ആണോ? അതെ, ബ്ലൂ ടീഷർട്ട് ആയിരുന്നു അന്ന്. എക്സാമിനറിന് ഒരു ബ്ലൂ ടീഷർട്ട് ഉണ്ടായിരുന്നു. ഹരിസാറിൻ്റെ ഫസ്റ്റ് കിട്ടിയ എക്സാമിനറിന് ഹരിസാറിന് തന്നത് ബ്ലൂ ടീഷർട്ടായിരുന്നു. അതാണ് ഹരിസാർ, അതായത് ജൂനിയേഴ്സിന് വന്ന വാർഡ് ജൂനിയേഴ്സിനെ കൊടുക്കുന്ന ഒരു ടീഷർട്ടാണ് ആ ഒരു കളർ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരുപാട് പേര് ഇപ്പോഴും ഹരിസാറിൻ്റെ കയ്യിലതുണ്ട്, ഇടുന്നില്ല എന്നുള്ളൂ. അത് കുറേ 2 കൊല്ലമായില്ലേ, നരച്ചുപോയി. ഓക്കെ, അതുകൊണ്ട് ഇടുന്നില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് ഹരിസാറിൻ്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ആ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹരിസാറിനെ ഇങ്ങനെ ചാടി കളിക്കുന്ന ഹരിസാറിനെ കാണാം. ഓക്കെ, എനിവേ ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വന്നിട്ടുള്ളത്. അതേ കറൻസി ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? കറൻസി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. കറൻസി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണ്. അതായത് നേരത്തെ കണ്ട ജോഷുവയ്ക്ക് മൊയലിനെ വേണം, സോറി ആടിനെ വേണം, എനിക്ക് കോയിനെ വേണം. അപ്പോൾ ഞാൻ പറയണേ, ജോഷുവ ഞാൻ ഈ പറഞ്ഞ പൈസ തരാം, പകരം എനിക്ക് കോയിനെ തരൂ, ഈ പൈസ കൊണ്ട് നിങ്ങൾ പോയിട്ട് വേറെ ആരെയും കയ്യിൽ നിന്ന് ആടിനെ വാങ്ങിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി അവിടെ. അപ്പോൾ കറൻസി എന്ന് പറയുന്നത് എല്ലാവരുടെ ഇടയിലും ജനറലി അക്സെപ്റ്റഡ് ഫോമാണ്. എന്താ പറയണത്? ജനറലി അക്സെപ്റ്റഡ് ഫോംസ് ഓഫ് മണി ലൈക്ക് കോയിൻസ് ആൻഡ് പേപ്പർ നോട്ട്സ്. എന്തൊക്കെയാണ് പറയണത്? കോയിൻസ് ഉണ്ട്, പേപ്പർ നോട്ട്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ജനറലി അക്സെപ്റ്റഡ് ഫോംസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരിസാറിൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ പൈസ ഉണ്ട് ഈശ്വര. ഞാൻ എപ്പോഴും ഈ ലൈവ് എടുക്കുമ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ ഹരിസാറിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവേണ്ടതാണ്. ഈശ്വര എത്ര രൂപയാണോ എന്തോ, ഭാഗ്യം 20 ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പൈസ എന്ന് പറയുന്ന സാധനം, ഈ 20 രൂപ എന്ന് പറഞ്ഞ സാധനം പഴയ 20 രൂപയാണ്, പുതിയ 20 രൂപയല്ല, പഴയ 20 രൂപ, പഴയ 20 രൂപേൻ്റെ സാധനം. ഇപ്പോൾ ഈ 20 രൂപ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കേരളത്തിൽ
ഇപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ചേട്ടാ എനിക്ക് 20 രൂപയ്ക്ക് ഒരു ചായ ഒരു 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 പരിപ്പ് വട തരണം എന്ന് പറഞ്ഞാൽ അവർ തരും അല്ലേ, സ്വാഭാവികമായിട്ടും തരും എന്ന് വിചാരിക്കുക. 12 രൂപ ആയില്ല എന്ന് വിചാരിക്കുക, 10 എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടില്ല കേരളത്തിൽ എവിടെ ചെന്നാലും ഈ പൈസയ്ക്ക് ഒരേ വാല്യൂ. ഇതേ സാധനം എടുത്തിട്ട് ഞാൻ അങ്ങ് ബംഗാളിൽ പോയി വിചാരിക്കുക. അങ്ങ് ബംഗാളിലെ ഹരിസാറിന് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കൊൽക്കത്ത എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, കൊൽക്കത്ത. അപ്പോൾ ഈ കൊൽക്കത്തയിൽ ചെന്നിട്ട് ഞാൻ ചേട്ടാ എനിക്കൊരു പാനിപ്പൂരി വേണം, 20 രൂപയ്ക്ക് പാനിപ്പൂരി തരുമോ ചോദിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഈ 20 രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമുള്ള സാധനമല്ലേ, അത് ഈ ബംഗാളിൽ ഇല്ല കേട്ടോ, കൊൽക്കത്തയിൽ ഈ 20 രൂപ എടുക്കൂല എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂല. എന്താ കാരണം? ഇന്ത്യ മുഴുവനായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് എന്തുള്ളത്, കറൻസി ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പഞ്ചാബിൽ കൊണ്ട് കൊടുത്താലും തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുത്താലും ഈ 20 രൂപയ്ക്ക് 20 രൂപ വാല്യൂ കിട്ടുന്നതുകൊണ്ടാണ്. അത് ജനറലി അക്സെപ്റ്റഡ് ഫോം ആയതുകൊണ്ടാണ് എല്ലാവർക്കും അത് അക്സെപ്റ്റഡ് ആണ്. ബിക്കോസ് ഓഫ് ഗവൺമെൻറ് അതിന് ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് അത് ലീഗലി ഓക്കെ ആക്കുന്നുണ്ട്. അതെന്താ? RBI എന്ന് പറഞ്ഞുള്ള സിസ്റ്റമാണ്. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൽ ഗവർണർ ഉണ്ട്, ആ ഗവർണർ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അങ്ങനെ സൈൻ ചെയ്തതിൻ്റെ അർത്ഥം അത് ലീഗലി ആ പൈസ എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ടെറിട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാം. സാർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കറൻസി എടുത്തിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റൂല? പറ്റും. ഈ കറൻസിനെ നമ്മൾ ആ രാജ്യത്തെ കറൻസിയുമായിട്ട് കൺവേർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ആ കൺവേർട്ട് ആക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പറഞ്ഞ കറൻസിയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ഇൻ ദി ജനറൽ ഫോർമാറ്റ്. അതായത് ജനറലി അത് അക്സെപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഓതറൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇറ്റ് സർക്കുലേറ്റഡ് വിത്തിൻ ദി എക്കണോമി. എന്താ പറയുക, നമ്മുടെ എക്കണോമിൻ്റെ ഉള്ളിൽ മാത്രമേ അത് കാണാൻ പറ്റൂ. പുറത്തേക്ക് പോലെ പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യൻ കറൻസി വിൽക്കാൻ പറ്റുമോ? അവരടിച്ചോടിക്കും. പാകിസ്ഥാൻ്റെ കറൻസി ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുമോ? അത് തെറ്റ്, തപ്പ്, തവർ. ഓക്കെ, അത് രാജ്യദ്രോഹ കുറ്റം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാർ അല്ലാത്ത കുറേ കറൻസിയൊക്കെ അച്ചടിച്ചിറക്കുന്നുണ്ടല്ലോ, കള്ളനോട്ട്, കള്ളപ്പണം, കുഴൽപ്പണം എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പണം ഉണ്ടല്ലോ. അതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക പൈസേൻ്റെ ഇല്ലീഗലായിട്ടുള്ള കുറേ ഇടപാടുകളുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരിക, ഈ പറഞ്ഞിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കുഴൽപ്പണം ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് മണി ആയിക്കോട്ടെ, ഒക്കെ സാധനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതായത് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന മക്കളെ, ഈ ബ്ലാക്ക് മണി, വൈറ്റ് മണി എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ കുറേ പേര് ചിന്തിക്കണം, സാർ കുറേ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ എന്താണ് ഈ പറഞ്ഞ ബ്ലാക്ക് മണി, എന്താണ് വൈറ്റ് മണി എന്നുള്ള ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് പറയാം. അതിൽ വലിയ വലിയ ടേംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ കറുത്ത കളറുള്ള പൈസ എന്നല്ല അർത്ഥം. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗലായിട്ടുള്ള മണി തന്നെയാണ്. ഓക്കെ, നമ്മുടെ റിസർവ് ബാങ്ക് അച്ചടിച്ചിറക്കണ പൈസ തന്നെയാണ് ഈ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ മൊത്തം എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കിൽപ്പെടുത്താണ്ട് വെക്കുക. ലീഗലൈസ്ഡ് ആയിട്ട് ബാങ്കിൻ്റെ കണക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫൈനാൻഷ്യൽ കണക്കിലൊന്നും പെടുത്താണ്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പൂഴ്ത്തി വെക്കുക. അതിനെയാണ് എന്തെന്ന് പറയുക, ബ്ലാക്ക് മണി എന്ന് പറയുക. മനസ്സിലായോ? ഈ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ സാധനം കണക്കിൽ എവിടെയും അത് കാണൂല. ഈ പറഞ്ഞിട്ടുള്ള ബാങ്കിൻ്റെ കണക്കിലോ അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ എവിടെയും കാണൂല. ഓക്കെ, അതിനാണ് ബ്ലാക്ക് മണി എന്ന് പറയുക. ഈ പറഞ്ഞ ബ്ലാക്ക് മണി, അപ്പോൾ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ട്, സാർ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പൂഴ്ത്തി വെച്ച പരിപാടിയൊക്കെ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഹരിസാറിൻ്റെ കയ്യിൽ ഈശ്വര ഇല്ല കേട്ടോ, എന്നാലും ഞാൻ പറയാം, എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നാളെ വന്നിട്ട് എന്നോട് ED വന്നിട്ട് ആ മോനെ നിൻ്റെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടെന്ന് കേട്ടല്ലോ, എടുക്ക് എന്ന് പറഞ്ഞ് അയ്യോ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ബ്ലാക്ക് മണി ഇപ്പോൾ ഹരിസാറിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഇരിക്കാം. അപ്പോൾ ഞാൻ എന്താക്കും അറിയോ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ വൈറ്റ് മണി ആക്കുന്ന പരിപാടി. വൈറ്റ് മണി എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ഇപ്പോൾ ഹരിസാർ നേരത്തെ കാണിച്ച പൈസ, അതാണ് ഈ പറഞ്ഞിട്ടുള്ള ലീഗൽ മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഈ പറഞ്ഞ കുറേ ഒരു വീട് വാങ്ങിച്ചെന്നിരിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ബ്ലാക്ക് മണി ഉപയോഗിച്ച് ഞാൻ വീട് വാങ്ങിച്ചു, അതിനെ ഞാൻ ലീഗലാക്കി മാറ്റി, ആ പൈസനെ ഞാൻ ലീഗലാക്കി മാറ്റി. സോ ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലാക്കിനെ വൈറ്റ് ആക്കുക എന്നൊക്കെ പറയുന്നതാ. കുറേ പേര് ഇപ്പോൾ ചിന്തിക്കുന്നത്, സാർ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് കളറുള്ള പൈസയാണോ, വൈറ്റ് മണി എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറുള്ള പൈസയാണോ? ഒരിക്കലും അല്ല കേട്ടോ, ഒരിക്കലും അതല്ല. അപ്പോൾ ആ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ചിന്തിക്കുക. ഓ യെസ്, റേസിസ്റ്റ് ആവല്ലേ? യെസ്, റേസിസ്റ്റ് അല്ല, അത് റേസിസുമായിട്ട് ബന്ധമൊന്നുമില്ല ബ്ലാക്ക് മണിക്കും വൈറ്റ് മണിക്കും. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ വെച്ചിട്ട് പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞിട്ടുള്ള ഇറ്റ് ഹാസ് നോ യൂസ് ഓൺ ഇറ്റ്സ് ഓൺ എക്സെപ്റ്റ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നല്ലാതെ പൈസ കൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, പൈസ കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലൂടെ ഒഴുക്കിവിടാൻ പറ്റുമോ? പറ്റൂ സാർ, അത് പേപ്പറാണല്ലോ, പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ പൈസ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മളെന്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ സാർ ഇത് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് MOE. നിങ്ങൾ ആ ഫസ്റ്റ് ക്ലാസ് ഹരിസാറിൻ്റെ ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് അവിടെ ഇത് കാണാൻ പറ്റും. MOE എന്ന് പറയുമ്പോൾ ആ പാട്ട് ഓർമ്മിക്കുക,
ഓക്കെ, റെഡി. പരീക്ഷ എങ്ങനെ ആവാതിരിക്കുക, ടീച്ചർമാരെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ ഇവർക്ക്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഈ MOE എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താ അർത്ഥമാക്കുന്നത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് അർത്ഥമാക്കുന്നത്. സാർ ഹിസ്റ്ററി നോട്ട്സ് ഒന്നും കൂടെ കമ്മ്യൂണിറ്റി സെൻഡ് ചെയ്യോ? ഞാൻ പറയാം കേട്ടോ, ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇടാൻ പറയാം. ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇനി ഇൻ ഇന്ത്യ RBI is printing the currency and coins എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് ഈ പറഞ്ഞ കറൻസിയും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കോയിൻസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് RBI. RBI എന്ന് പറയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലുള്ള എല്ലാ കറൻസിയും കോയിൻസും അടിക്കുന്ന എക്സെപ്റ്റ് 1 rupee കോയിൻ ആൻഡ് നോട്ട്. ആ 1 rupee കോയിൻ ആൻഡ് നോട്ട് അച്ചടിച്ചിറക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രിയാണ്, അതായത് ധനകാര്യ മന്ത്രാലയമാണ്. ഓക്കെ, so the Indian rupee is widely accepted as a medium of exchange because it is legalized by law. നിയമപരമായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ പൈസയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ അല്ലേ. ഇനി എന്താണ് ബാങ്കുകളും ബാങ്കിൻ്റെ ഡെപ്പോസിറ്റുകളും? നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബാങ്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോണായിട്ട് കൊടുക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്? ബാങ്ക് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. എന്താ പരിപാടി എന്ന് പറയുന്നത്? ബാങ്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സെറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ബൈ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ തന്നെ ബാങ്ക്സ് അക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ് ഇൻ റിട്ടേൺ ദേ പേ ആൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ആൾക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ടോ? അതേപോലെ തന്നെ പ്രൊവിഷൻ ടു വിഡ്രോ ദ മണി വെൻ എവർ ദേ റിക്വയർ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ആവശ്യക്കാരൻ ആരാണോ, ലോൺ ആർക്കാണോ ആവശ്യം, ആ ആവശ്യക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ഈ പറഞ്ഞ ലോണായിട്ട് ഈ എമൗണ്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് ബാങ്ക് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ദാറ്റ് ഈസ് സിൻസ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്സ് ക്യാൻ ബി വിഡ്രോൺ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഡിമാൻഡിനനുസരിച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? 5 ലക്ഷം രൂപയുണ്ടെന്ന് വെക്കാം. ഹരിസാർ റിച്ച് ആണേ. ഹരിസാർ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് എടുത്തപ്പോൾ പറഞ്ഞപ്പോൾ 10 ലക്ഷം ആയിരുന്നു. ഇന്നിപ്പോൾ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ഞാൻ ടൂർ പോയി ചിലവഴിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 5 ലക്ഷം രൂപ റിച്ച് ആയിട്ടുള്ള ഹരിസാർ, ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞാൻ പറയാണ്, പെട്ടെന്ന് എനിക്ക് ആവശ്യം വന്നു, എനിക്കൊരു 3 ലക്ഷം രൂപേൻ്റെ ആവശ്യം വന്നു. എത്ര രൂപ? 3 ലക്ഷം രൂപേൻ്റെ ആവശ്യം വന്നു. ഞാൻ ചെന്നിട്ട് ബാങ്കിനോട് പറയണം, ബാങ്കേ എനിക്ക് 3 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തരാൻ പറ്റുമോ? ബാങ്ക് പറയും, അതിനെന്താ, ഇത്രയും ചെയ്താൽ മതി. ഡിമാൻഡ് ഡിപ്പോസിറ്റ് DD ആയിട്ട് ഫയൽ ചെയ്തതാണ്, DD കൊടുത്താണ്. ഞാൻ ഡിമാൻഡ് ചെയ്യണം, എൻ്റെ പൈസ തിരിച്ചു തരൂ ബാങ്ക് തിരിച്ചു തരും. അതിനാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. അപ്പോൾ വിഡ്രോൺ ഓൺ ഡിമാൻഡ് ദിസ് ഡിപ്പോസിറ്റ് ആർ കോൾഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. സിമ്പിൾ, വളരെ സിമ്പിൾ സാധനം. ഓൺ ഡിമാൻഡ് നമുക്ക് പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. ഓക്കെ, അതിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന കാര്യമാണ് ഈ ചെക്ക് എന്ന് പറഞ്ഞ സാധനം. എന്താ ചെക്ക് എന്ന് പറഞ്ഞ സാധനം? ഈ ചെക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആരുടെയോ ഡിജു രഞ്ജൻ 1000 ഓൺലി. ഓക്കെ, ആരോ ആണിത്, എനിക്കറിയില്ല. എനിവേ, സാറ് ഗൂഗിളിൽ കണ്ടപ്പോൾ എടുത്തിട്ടാണ്. എനിവേ, നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഇതാണ് ഒരു ചെക്ക് എന്ന് പറഞ്ഞ സാധനം. എന്താ ഇത്? ചെക്ക്. ഇവിടെ ഡേറ്റ് ഉണ്ടാവും, ഇവിടെ പൈസ ഉണ്ടാവും, അതുപോലെ തന്നെ ആരുടെ പേരിലാണ് കൊടുക്കേണ്ടതെന്നുണ്ടാവും. ഓക്കെ, ഇത് ആരുടെ അക്കൗണ്ടാണെന്നുണ്ടാവും. ഇഷ്ഫാഖ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അക്കൗണ്ടാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ ആണ് എന്നൊക്കെ പറഞ്ഞു വെക്കണം. എനിവേ, ഇതാണ് ഒരു ചെക്ക് എന്ന് പറഞ്ഞ സാധനം. ഈ ചെക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് പൈസ തരുമോ, കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു 1000 രൂപേൻ്റെ ചെക്ക് എഴുതും. ഇവിടെ ഇങ്ങനെ 1000 എഴുതും, പേര് എഴുതും, ആർക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പേര് എഴുതി, സ്വാഭാവികമായിട്ട് ഇവിടെ ഡേറ്റ് എഴുതി, ആ പൈസ ഞാനിവിടെ ഇവിടുത്തെ അക്കങ്ങളായിട്ട് എഴുതുകയും ചെയ്തു. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഈ സാധനം ചെക്ക് ഞാൻ കൊടുത്തിട്ട് പറയുകയാണ്, ഈ ചെക്ക് കൊടുത്താൽ മതി, ബാങ്കിൽ പൈസ കിട്ടുമെന്ന് പറയും. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം കേട്ടോ, മിനിമം ഒരു 5000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ 1000 രൂപ എനിക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ ചെക്ക് എന്ന് പറഞ്ഞ സാധനം ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മതി, പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഇയാൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തു, പൈസ വാങ്ങിച്ചെടുത്തു. അപ്പം ഞാൻ നേരിട്ട് പോയോ? ഇല്ല. ഈ കഷണം കടലാസ് കൊടുത്തപ്പോഴത്തേക്ക് പൈസ കിട്ടി. ആ കഷണം കടലാസിനെയാണ്, അതായത് ഞാൻ ബാങ്കിനോടൊരു ഈ എന്താ പറയുക, ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ബാങ്കിനോടൊരു അധികാര സ്വഭാവത്തിൽ ഞാൻ പറയാണ്, ബാങ്ക് കൊടുക്കൂ. ഓക്കെ, ഞാൻ ബാങ്കിനോട് അഡ്വൈസ് ചെയ്യാണ്. ഓക്കെ, ബാങ്കിനോട് ഞാൻ കൃത്യമായിട്ട് ടൈം പറയാണ്, ഇൻസ്ട്രക്ട് ചെയ്യാം. എന്താ പറയാണ്, ഞാൻ ബാങ്കിനോട് ഇൻസ്ട്രക്ട് ചെയ്യാണ്, ഈ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പേപ്പർ ഈസ് ഇൻസ്ട്രക്റ്റിംഗ് ദ ബാങ്ക് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഫ്രം ദി പേഴ്സൺസ് അക്കൗണ്ട് ടു ദ പേഴ്സൺസ് ഹൂസ് നെയിംസ് ഓൺ ദി ചെക്ക് ഹാസ് ബീൻ ഇഷ്യൂഡ്. എന്താ പറഞ്ഞു നോക്കുന്നത്? ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പൈസ വാങ്ങിച്ചെടുത്തോളൂ എന്ന് പറയണം. ഓക്കെ, സോ ബട്ട് പേയ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ യൂസ് ഓഫ് ചെക്ക് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്.
എന്താ പറയുന്നത്? ക്യാഷ് അല്ലാതെ, അതായത് നിങ്ങളെ മനസ്സിലേക്ക് വരിക, ക്യാഷ് നേരിട്ട് കൊടുക്കല്ലാതെ എനിക്കൊരു പേപ്പർ കൊടുത്തിട്ട് പറയാൻ പറ്റും പൈസ ഈ ആൾക്ക് കൊടുക്കണം എന്ന് ബാങ്കിന് എനിക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കാര്യമാണ് എന്താണ് ബാങ്കിൻ്റെ ലോൺ ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ കണ്ടതാണ് ബാങ്ക് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യും? ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ പറഞ്ഞ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. സേവിങ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഈ പറഞ്ഞിട്ടുള്ള കറണ്ട് ഡെപ്പോസിറ്റ്. ഓക്കെ, ദ ബാങ്ക് ഗിവ്സ് ലോൺസ് അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്ന ആളുടെ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ലോണായിട്ട് കൊടുക്കുന്ന ആളുടെ നിന്ന് ഇഷ്ടമായ പൈസ ഇൻട്രസ്റ്റ് ആയിട്ട്, അതായത് നല്ല എമൗണ്ടിൽ വ്യത്യാസത്തിൽ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ പറഞ്ഞ പൈസ എടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇതാണ് ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ബാങ്കിൻ്റെ ലാഭം എന്താണ്? ഡിപ്പോസിറ്റ് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ലോണായിട്ട് വാങ്ങിക്കുന്ന ആളുടെ നിന്ന് കുറേ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാങ്ക്സ് ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദോസ് ഹു ഹാവ് മണി, ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ദോസ് ഹു റിക്വയർ ഫണ്ട്സ് ടു ദ ബോറോവേഴ്സ്. ബോറോവേഴ്സിൻ്റെ ഫണ്ടായിട്ട് കൊടുക്കുന്നതിൽ ഇവരെന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് ചാപ്റ്ററിലെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം. ക്രെഡിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ്. എന്താ പറയണത്? ഇതൊരു എഗ്രിമെൻറ്റാണ്. അതായത് നാളെ തരാം, മറ്റന്നാൾ തരാം, അങ്ങനെയൊന്നുമല്ല. എഗ്രിമെൻറ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും എന്നാണ് എനിക്ക് പൈസ തരിക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള സപ്ലൈ പൈസ കൊടുക്കുന്ന ആളായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള എൻഡ് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ വിത്ത് എ പ്രോമിസ് ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെക്കുന്നത്? ഭാവിയിൽ ഞാൻ തരാം. ഓക്കെ, ഭാവിയിൽ ഞാൻ തരാം എന്ന് പറയുന്ന പരിപാടിക്കാണ് എന്തെന്ന് പറയുക? ഈ പറഞ്ഞ ഫ്യൂച്ചർ പേയ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. ഇതെന്തപ്പോൾ സംസാരിക്കണത്? F2 റാപ്റ്റർ ഡുവോ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കട്ടോ. നിങ്ങൾക്കാണ് എക്സാം. SSTയുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ നോക്കിയേ, രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് സിറ്റുവേഷൻ ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, രണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ പറഞ്ഞു തരാറുള്ളത്, സാറിന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ രാധ എന്നൊക്കെ പറഞ്ഞ കുറേ വേറെ എക്സാമ്പിൾ കാണും, അതൊന്നും നോക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. അതായത് ഒരു വ്യക്തി, അതായത് ഹരിസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ഹരിസാറിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആരെയും ഇപ്പം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളൊരാളെ പറഞ്ഞോ. ആരെയും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരാളെ വിളിക്കാമല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് ഒരാളെ ഞാൻ വിളിക്കാം. ഓക്കെ, ആരെയാണ് ഞാൻ ഇപ്പോൾ വിളിക്കാം? നിങ്ങളൊരാളെ പേര് പറഞ്ഞാൽ ഞാൻ ഒരാളെ പേര് എക്സാമിന് എടുക്കാം. അദ്വിൻ. ഓക്കെ, ആരാ? അദ്വിൻ. അദ്വിൻ ഇവിടെ ഉണ്ടോ? അദ്വിൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഫയർ മൂജി ഇട്ടു കേട്ടോ. അദ്വിൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഫയർ മൂജി. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, റെഡി, സെറ്റ്. അപ്പം ഇത് ഹരിസാർ, അദ്വിൻ. അപ്പം അദ്വിൻ വിചാരിച്ചിട്ടുണ്ടോ, ഓ എന്തോ നല്ല കാര്യം പറയാൻ എന്നെ വിളിച്ചത്. അല്ല, യു ഗോയിങ് ടു ബിക്കം എ കൾപ്രിറ്റ്. നിങ്ങളിപ്പോൾ ഒരു കുറ്റവാളിയാവാൻ പോവാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കിക്കേ, ഹരിസാർ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായിട്ടുള്ള, വളരെ ദയാനുവായിട്ടുള്ള, വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, റെഡി. എനിവേ, ഹരിസാർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 10 ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ലോൺ എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോൺ എടുത്തിട്ടാണ്. സ്വാഭാവികമായിട്ടും അതേ സമയത്ത് തന്നെ അദ്വിൻ എന്ത് ചെയ്തിട്ടുണ്ട്? 10 ലക്ഷം രൂപയ്ക്ക് അദ്വിൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്വിൻ എന്ന് പറയുന്നത് വളരെ സുന്ദരനും സുമുഖനും സുശീലനും ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്വിൻ എന്ത് ചെയ്തെന്ന് അറിയും? ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. ഈ 10 ലക്ഷം രൂപയ്ക്ക് 2 വർഷത്തേക്കാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 10 ലക്ഷം രൂപയ്ക്ക് 2 വർഷം. അദ്വിനും 2 വർഷത്തേക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം എന്നെ കണ്ടിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 വർഷത്തിന് ശേഷം ഹരിസാർ എന്തായി? പ്രോഫിറ്റബിളായി. ലാഭം കിട്ടാൻ തുടങ്ങി. എന്ത് കിട്ടാൻ തുടങ്ങി? എനിക്ക് ലാഭം കിട്ടാൻ തുടങ്ങി. ഈ 2 വർഷത്തിന് ശേഷം ഞാൻ 10 ലക്ഷം രൂപ ബാങ്കിന് തിരിച്ചടച്ചു. എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഞാൻ പതുക്കെ ഈ പറഞ്ഞിട്ടുള്ള ലാഭം മേടിക്കാൻ തുടങ്ങി. പക്ഷെ അദ്വിൻ അങ്ങനെയല്ല. പണി തരാട്ടോ. അദ്വിൻ അങ്ങനെയല്ല. ഈ 2 വർഷത്തിന് ശേഷം അദ്വിന് വലിയ ലാഭമൊന്നും കിട്ടിയില്ല. ഫുള്ള് നഷ്ടം, ഫുള്ള് ലോസ്. സാറേ എന്ന് വിളിക്കേണ്ട, എനിക്ക് മനസ്സിലായി. ലോസാണ്, കംപ്ലീറ്റ് ലോസ്. സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്വിന് വീണ്ടും പൈസ എടുക്കേണ്ടതായിട്ട് വന്നു. 10 ലക്ഷം രൂപ വീണ്ടും കടെടുത്തു. വേണ്ട, 10 വേണ്ട, അത്രയ്ക്ക് വേണ്ട, വീണ്ടും കടക്കണീനാവണ്ട. ഒരു 2 ലക്ഷം വേണ്ട, ഒരു 5 ലക്ഷം രൂപ വീണ്ടും കടമെടുത്തു. അദ്വിന് വാശിയായി. ഹരിസാർ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അദ്വിന് വാശിയായി.
ഹരിസാർ ഹാപ്പിയായി, സെറ്റായി, ലൈഫ് സെറ്റ്. പക്ഷേ അദ്വിൻ ഹരിസാർ പ്രോഫിറ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കണില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പൈസ എടുക്കാം, എന്നിട്ട് വീണ്ടും എൻ്റെ ബിസിനസ് ഡെവലപ്പ് ആക്കാം. 5 ലക്ഷം എടുത്തു, ടീം വീണ്ടും ലോസ്. ലക്കില്ല. ഓക്കെ, വീണ്ടും ലോസ്. അങ്ങനെ ലോസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും കടമെടുത്തു, വീണ്ടും 2 ലക്ഷം രൂപ കടമെടുത്തു, വീണ്ടും ലോസ്. അങ്ങനെ അദ്വിൻ എന്തായെന്ന് അറിയോ? അദ്വിനെ വിഷമാവുന്നുണ്ടോടാ? ഓക്കെ, എനിവേ ഈ പറഞ്ഞിട്ടില്ല, ഹരിസാർ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുക. അതായത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തു, പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം. പക്ഷേ ഒരാൾ അവിടെ വിഷമിക്കുക, അയ്യോ എൻ്റെ ബിസിനസ് ഒന്നും റെഡി ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുക. അതെന്താണ്? നെഗറ്റീവ് കണ്ടീഷനാണ്. റിക്കവറി എന്ന് പറഞ്ഞ സാധനം ഇനി ഉണ്ടാവില്ല. 10 ലക്ഷത്തിൽ നിന്ന് വീണ്ടും അടുത്തപ്പോൾ 15 രണ്ടെടുത്തപ്പോൾ 17 ലക്ഷമായി. തിരിച്ച് കരകയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് നെഗറ്റീവായിട്ടുള്ള കണ്ടീഷൻ. അതാണ് നെഗറ്റീവ് കണ്ടീഷൻ. ഇപ്പം 2 സിറ്റുവേഷൻ ഉണ്ട്. കടമെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വർക്ക് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ലാഭം ഇല്ലാത്ത നഷ്ടത്തിലേക്ക് പോകാനുള്ള കണ്ടീഷനും ഉണ്ടാവാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അദ്വിൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എഡ്വിൻ. എഡ്വിൻ അദ്വിൻ അല്ലേ, എഡ്വിൻ ആണല്ലേ? ഓക്കെ ഓക്കെ, അദ്വിൻ ആണോ എഡ്വിൻ ആണോടാ ഞാൻ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതാണ് 2 കണ്ടീഷൻ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്വിൻ തന്നെയല്ലേ? യെസ്, റെഡി, സെറ്റാണ്. അത് വന്നു. അയ്യോ, റെഡി. അപ്പോൾ താങ്ക് യു അദ്വിൻ for your kind cooperation in my 2 different credit situation explanation. Thank you so much. Okay, ready. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ടേംസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ടേംസ് ഓഫ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് കണ്ടീഷൻ ഉണ്ട്, അണ്ടർ വിച്ച് എ ലോൺ ഈസ് ഗിവൻ. അതായത് ലോൺ ഗിവൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. മേ ഇൻക്ലൂഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്തൊക്കെയാണ് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുക? ഓക്കെ, അതായത് എത്ര പലിശ തരണം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുണ്ടാവും. ഡ്യൂറേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ ക്രെഡിറ്റിൻ്റെ എത്ര കാലം, 2 കൊല്ലമാണോ 3 കൊല്ലമാണോ 5 കൊല്ലത്തിനുള്ളിൽ തിരിച്ചു തരാമെന്നാണോ, എത്ര കൊല്ലത്തിനുള്ളിൽ തിരിച്ചു തരുമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കൊലാറ്ററൽ ഡോക്യുമെന്റേഷൻ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ നൂലാമാലകളും ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും ടേംസ് ഓഫ് ക്രെഡിറ്റിൽ. എന്തൊക്കെയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡ്യൂറേഷൻ ഓഫ് ക്രെഡിറ്റ്, കൊലാറ്ററൽ ഡോക്യുമെന്റേഷൻ ആൻഡ് ദ മോഡ് ഓഫ് റീപേയ്മെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ദ ടേം ഓഫ് ക്രെഡിറ്റ് മേ വേരി. അതായത് ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഹരിസാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോൺ കൊടുത്തു എന്ന് വിചാരിക്കുക 10 ലക്ഷം രൂപയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്തു, ലോൺ കൊടുത്തു 10 ലക്ഷം രൂപ. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് 5% ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിച്ചുള്ളൂ. ഞാൻ ബി എന്ന് പറഞ്ഞ ആൾക്ക് 2 ലക്ഷം കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ചിലപ്പോൾ 7% പലിശ വാങ്ങിക്കും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ് ആണ്. പക്ഷേ ബാങ്കിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾമോസ്റ്റ് സെയിം. ഓക്കെ, ഓൾമോസ്റ്റ് എവറിത്തിങ് സെയിം ആയിരിക്കും എല്ലാ ബാങ്കുകളിലും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി. സ്വാഭാവികമായിട്ട് ദ ടേംസ് ഓഫ് ക്രെഡിറ്റ് മേ വേരി ഇൻ ഡിഫറെൻറ്റ്. ഇനി എന്താണ് സാർ കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് ലോണാണ്. എന്താ പറയണത്? ഈ പറഞ്ഞ ലോണിന്, അതായത് ലോൺ നമ്മൾ എടുക്കുമ്പോൾ വെറുതെ ബാങ്കേ ലോൺ തരൂ, ബാങ്കേ ലോൺ തരൂ എന്ന് പറഞ്ഞ് പാടിയാൽ ബാങ്ക് ലോൺ തരുമോ? ബാങ്ക് ലോണൊന്നും തരൂല. അങ്ങനെ ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞൊരു സെക്യൂരിറ്റി കൊടുക്കണം. എന്ത് കൊടുക്കണം? സെക്യൂരിറ്റി കൊടുക്കണം. അതായത് കൊളാറ്ററൽ നമ്മൾ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ 2 ലക്ഷം രൂപയാണ് ലോണായിട്ട് എടുക്കുന്നതെങ്കിൽ ആ 2 ലക്ഷം രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ളതോ അതിൽ കൂടുതലുമായിട്ടുള്ള കൊളാറ്ററൽ നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലോൺ നമുക്ക് കിട്ടുള്ളൂ. എന്ത് കിട്ടുള്ളൂ? ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുക. കൊളാറ്ററൽ എന്ന് വെച്ചാൽ നമുക്ക് ഗോൾഡ് ആയിട്ട് വെക്കാം, വീടിൻ്റെ ആധാരമായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വെക്കാം, സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഒക്കെ നമുക്ക് കൊളാറ്ററലായിട്ട് വെക്കാൻ പറ്റും. ഗോൾഡ്, ലാൻഡ് ടൈറ്റിൽ, ഡെപ്പോസിറ്റ്, ബാങ്ക്സ്, ഇതൊക്കെ എന്താണ് ഈ പ്രശ്നം. ഇൻ കേസ് എന്തിനെങ്ങനെ വാങ്ങിച്ചു വെക്കണത്? ഇൻ കേസ് ലോൺ അടച്ചില്ല എന്ന് വിചാരിക്കാം. ഇങ്ങനെ ലോൺ അടച്ചില്ല എന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ കൊളാറ്ററൽ എന്ത് ചെയ്യും? ബാങ്ക് എടുക്കും, അല്ലെങ്കിൽ ആ പൈസ തന്ന ആളങ്ങ് എടുത്തിട്ട് പോവും. അതിനാണ് കൊളാറ്ററൽ എന്ന് പറയുന്നത്. സാർ ഒരു ഡൗട്ട്, ഈ മാസ് എന്താ? ഡെൻസിറ്റി, വോളിയം ആണോ? ഫിസിക്സാ? അപ്പോ കെമിക്കൽ ആണോ ബാസ്? സുഗുണ, സുശീല, ഫിസിക്സോ? സോഷ്യലിൻ്റെ ക്ലാസ്സിലോ? കെമിസ്ട്രി? പ്രത്യേകിച്ച് കെമിസ്ട്രി? നോ. നിങ്ങൾക്കറിയോ ഒരു കാര്യം മക്കളെ, ഹരിസാർ പണ്ട് കെമിസ്ട്രിയിൽ പുലിയായിരുന്നു, ഇപ്പം എലിയ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കും.
എന്ത് ചെയ്യാൻ? എനിക്ക് ഒന്നും കൂട്ടിയാൽ 3 രണ്ടാന്ന് ഇപ്പം തന്നെ കൺഫ്യൂഷന്. ഒന്നും കൂട്ടിയാൽ 2 എനിക്കറിയൂ, അല്ലാണ്ട് എനിക്ക് മാത്സുമായിട്ട് ഒരു ബന്ധമില്ല. ഫിസിക്സ് അത് പിന്നെ പണ്ടേ എനിക്കറിയില്ലല്ലോ. കെമിസ്ട്രി അത് പിന്നെ പണ്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനുമായിട്ട് ശത്രുതയിലാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക സോഷ്യലിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, ഡിസ്ക്ലൈമർ, സോഷ്യൽ ക്ലാസ്. ദിസ് ഈസ് സോഷ്യൽ ക്ലാസ്, നോട്ട് മാത്സ് ക്ലാസ്, നോട്ട് കെമിസ്ട്രി ക്ലാസ്, നോട്ട് ഫിസിക്സ് ക്ലാസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്ലീസ് ഗൈസ്, പ്ലീസ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഗോൾഡ്, ലാൻഡ് ടൈറ്റിൽസ്, ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് ഒക്കെയാണ് ഈ പറഞ്ഞ കൊളാറ്ററലുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പം അങ്ങനെയാണ് ഈ വെറൈറ്റി ഓഫ് ക്രെഡിറ്റ് അറേഞ്ച്മെന്റ്സ്, ലോൺ ഫ്രം മണി ലെൻഡേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള മണി ലെൻഡേഴ്സുമായിട്ടുള്ള ലോൺ നിങ്ങൾ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകൾ നല്ലതാണോ ചീത്തയാണോ ഞാൻ പറയാം. നമ്മൾ മുത്തൂറ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരണേ. ലോൺ ഫ്രം മണി ലെൻഡേഴ്സ്, അതായത് ഈ പറഞ്ഞ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഈ പറഞ്ഞ പലിശക്കാരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുന്നത് നല്ലതാണോ അല്ലയോ? സാർ ഡ്യൂറേഷൻ 10:15 തീരും കേട്ടോ. ഓക്കെ, മണി ലെൻഡേഴ്സ് ഇത് കഴിഞ്ഞടാ, ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, ഒരു 10:15 ആകുമ്പോൾ തീരും കേട്ടോ. ഓക്കെ, മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് തെറ്റി, ബാഡ്. ഓക്കെ, അത് റോങ് ആയിട്ട് സാധനം. നമുക്ക് പൈസ എപ്പോൾ നമ്മളെ കഴുത്ത് കത്തി വെച്ചെന്ന് ചോദിച്ചാൽ മതി, അജാതി പ്രശ്നം. അതായത് ഇയാൾക്ക് തോന്നുന്ന പൈസക്ക് നമ്മളെ കയ്യിൽ നിന്ന് പൈസ തരും. ഇയാൾ ചേട്ടാ എനിക്ക് ഇച്ചിരി പൈസ തരുമോ ചേട്ടാ, ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഇത്ര രൂപ വേണമെങ്കിൽ എടുത്ത് തരും. 20 ലക്ഷം 20 ലക്ഷം 10 ലക്ഷം തരും. പക്ഷേ ഇയാൾ പറയാണ് മാസാമാസം എനിക്ക് ഇത്ര രൂപ തരണം. ബാങ്കിൽ ചിലപ്പോൾ നമ്മൾ മാസാമാസം ചിലപ്പോൾ 800 1000 റുപ്യ കൊടുത്താൽ മതി. ഇയാൾക്ക് ചിലപ്പോൾ നമ്മൾ 10,000 റുപ്യ കൊടുക്കേണ്ടി വരും മാസാമാസം എക്സ്ട്രാ. അയാൾ പറയുന്ന പൈസയ്ക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ നിന്ന് പൈസ എടുക്കുന്നത് ഇറ്റ് ഈസ് കഴുത്തിൽ കത്തി വെച്ചിട്ട് ചേട്ടാ എനിക്ക് ഇത്തിരി ശ്വാസം വേണമെന്ന് പറയുന്ന പോലെ, ജീവൻ എനിക്ക് ഒരു 10 കൊല്ലത്തേക്ക് ജീവിക്കണം, കഴുത്തിൽ കത്തി ഉണ്ടാവും, അതുപോലെ അവസ്ഥ. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കാതിരിക്കുക, അത് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, റെഡി. ഇനി ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി പോട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോൺ ഫ്രം ട്രേഡേഴ്സ്, കച്ചവടക്കാരെ കയ്യിൽ നിന്ന് പൈസ എടുക്കുന്നതും അത്ര വലിയ സേഫ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഇനി ലോൺ ഫ്രം ബാങ്ക്സ്, ഇത് ഓക്കെയാണ്, കാരണം ലീഗലി ആണ്, നിയമപരമായിട്ട് ഓക്കെയാണ്, ദിസ് ഇസ് ഫൈൻ. ലോൺ ഫ്രം എംപ്ലോയേഴ്സ് അതും പ്രശ്നമാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോൺ ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് നിയമപരമായിട്ട് നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ കയ്യിൽ നിന്ന് എടുക്കുന്നതും പ്രശ്നമല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇനി ക്രെഡിറ്റ് സോഴ്സസിന് നമ്മൾ ഫോർമലും ഇൻഫോർമൽ ആക്കുന്നുണ്ട്. ഇതിൽ ഫോർമൽ എന്ന് പറയുന്നത് ബാങ്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. ബാക്കിയൊക്കെ ഇൻഫോർമൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് RBIയുടെ റോൾ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. RBI എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്, നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസയും കാര്യങ്ങൾ സർക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളൊക്കെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മക്കൾ എന്ത് ചെയ്യാം ഒന്ന് ആലോചിച്ചിരുന്നോളൂ കേട്ടോ. ഓക്കെ, ഒറ്റ സെക്കൻഡ് എടാ. ഓക്കെ, റെഡി, സെറ്റ്. നമ്മൾ നോക്കുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്താണെന്നുള്ള. ഈ പറഞ്ഞ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരിക, അതായത് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ സാർ, വൺ മോർ ഡൗട്ട്, vector always straight. Okay, അതെ വെക്ടർ ഈസ് ഓൾവേസ് സ്ട്രെയിറ്റ് ആണല്ലോ. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അതെ. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. അതെ. ഓക്കെ, അപ്പോൾ സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട. ഓക്കെ, ഈ പറഞ്ഞ സേവിങ് ഹാബിറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ആളുകൾക്ക് കൂടി ചേരുന്നതിനൊക്കെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറയാം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയാം. അതിൽ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ കുടുംബശ്രീ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, കുടുംബശ്രീ ഓക്കെ, ഇവിടെ കുടുംബശ്രീ സ്വാഭാവികമായിട്ട് 15 മുതൽ 20 മെമ്പേഴ്സ് വരെ ആയിരിക്കും കുടുംബശ്രീ ഉണ്ടാവുക. സേവിങ് എമൗണ്ട് വിൽ ബി വേരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, വേഗം പോവാ ഹരിയെ. ഓക്കെ, സേവിങ് മനസ്സെന്ന് വന്നെയാണ് കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ സേവിങ് എമൗണ്ട് വിൽ ബി വേരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്ന് പറഞ്ഞു നോക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എപ്പോഴും സേവിങ് എമൗണ്ട് മാറി. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിസാറിൻ്റെ സ്ഥലത്ത് ഹരിസാറിൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ 50 രൂപയാണ് കൊടുത്തിരുന്നെങ്കിൽ വേറെ സ്ഥലത്ത് ചിലപ്പോൾ 100 രൂപയായിരിക്കും മാസം വരുമാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ സോ ഇറ്റ് ക്യാൻ ടേക്ക് സ്മോൾ ലോൺ എമൗണ്ട്സ്. ഇപ്പോൾ ചെറിയ എമൗണ്ട് ലോൺ എമൗണ്ടൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റെഡി. പാസ്സായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി റെഡി,
റെഡി ഓക്കെ. ഓവർകം ദ പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് കൊളാറ്ററൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൊളാറ്ററൽ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. വിമൻ ഫൈനാൻഷ്യലി ബിക്കേം സെൽഫ് റിലയൻറ്റ്, അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അഥവാ കുടുംബശ്രീ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. സർ ആൽക്കലൈൻ ഗ്രൂപ്പ് എന്താ? ജമിനി ആൽക്കലൈൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മക്കൾ, ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓവർകം ദ പ്രോബ്ലം ഓഫ് ലാക്ക് ഓഫ് കൊളാറ്ററൽ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കൊളാറ്ററലിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം. ഒരു ഇൻഡിപെൻഡൻസി, സ്വതന്ത്രമാവാൻ നമുക്ക് ഈ പറഞ്ഞ സ്ത്രീകളെ കൊണ്ട് സാധിക്കും. സാമ്പത്തികപരമായിട്ട് അവർക്ക് കുറച്ചും കൂടെ ഉന്നമനം ഉണ്ടാകും എന്നതൊക്കെയാണ് ഇവിടെ നിങ്ങൾ അർത്ഥമാക്കേണ്ടത്. ഓക്കെ, റെഡി. മതിയുടെ ഓർഗനൈസ്ഡും അത് മതി, ധാരാളം അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, സെറ്റാണത്, അത് ധാരാളമാണ്. ഓക്കെ, റെഡി. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, ഇത് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തീർക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ശ്രമിക്കാം ഹരി സാർ കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമിയിൽ എന്താണ് ഗ്ലോബലൈസേഷൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? ഇത് ഏത് കമ്പനിയുടെയാണ് ഓഫീസ് എന്ന് ആർക്കെങ്കിലും പറയുന്നത് നിങ്ങൾ കിട്ടില്ല എന്ന് ഞാൻ പറയും. ഏത് കമ്പനിയുടെ ഓഫീസാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഞാൻ സമ്മതിച്ചു തരും, നിങ്ങൾ അടിപൊളിയാണ്. ഏത് കമ്പനിയുടെ ഓഫീസാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് കമ്പനിയുടെ ഓഫീസാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഏതാണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റുമോ? ഞാൻ ക്ലൂ തരുന്നുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, ഏതാ? ഐഫോൺ അല്ല, അതിന് നമ്മൾ ആപ്പിൾ എന്ന് പറയാം അല്ലേ? യെസ്, കുറേ പേര് പറഞ്ഞു ആപ്പിൾ. യെസ്, ഇതെന്താണ്? ഇത് ആപ്പിളിൻ്റെ ഓഫീസാണ്. ഇനി ഇത് ഗൂഗിളിൻ്റെ ഓഫീസാണ്, പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്? ഇത് മെക്ഡൊണാൾഡ്സ് പ്ലാസയാണ്. നമ്മൾ കഴിക്കില്ലേ മെക്ഡൊണാൾഡ്സ് അല്ലേ? മെക്ഡൊണാൾഡ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. ആരും മക്ഡൊണാൾഡ്സ് എന്നൊന്നും വിളിക്കില്ല, ഇറ്റ്സ് മെക്ഡൊണാൾഡ്സ്. ഓക്കെ, മെക്ഡൊണാൾഡ്സ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇത് ഏതാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദിസ് വൺ ഈസ് ക്ലാസിക് വൺ. ഓക്കെ, എനിവൺ? ദിസ് കാർ ഈസ് എ ക്ലാസിക് വൺ. എനിവൺ? മെക്ലാരൻ അല്ല, ഇത് മെക്ലാരൻ അല്ല. ലാംബോർഗിനി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ലാംബോർഗിനി. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സാർ പറയേണ്ടത് പോർഷെ അല്ലെ പോർഷ് അല്ലെ? പോർഷ് എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുക? പോർഷ്. യെസ്, ലാംബോർഗിനി. സാർ പോർഷ് അല്ല, അത് മെക്ലാരൻ അല്ല, ലാംബോർഗിനി. യെസ്, കിടിലം. ലാംബോർഗിനി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ? ഇതൊരു എംബ്ലം. യെസ്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇല്ല. ഓക്കെ, റെഡി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനീസ് അറിയോ? ഈ പറഞ്ഞ മൾട്ടി നാഷണൽ കമ്പനീസിനെ പറ്റി ആർക്കെങ്കിലും അറിയോ? മൾട്ടി നാഷണൽ കമ്പനീസിനെ പറ്റി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയോ മക്കളെ? നിങ്ങൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആർക്കെങ്കിലും അറിയോ? ഹരിസാറ് പറയാണ് നെറ്റ്ഫ്ലിക്സ് ഈസ് വൺ ഓഫ് ദി MNCs ആൻഡ് Disney+ Hotstar ഈസ് വൺ ഓഫ് ദി MNCs. Amazon Prime ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MNC ആണ്. എനിവൺ? വേറെ ഏതെങ്കിലും? Audi. Yes, Audi is one of the beautiful. Yes, Mercedes. Okay, Mercedes. വേറെ ഏതെങ്കിലും? യെസ്, ജോക്കി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലോത്തിങ് കമ്പനിയാണ്. വേറെ ഏതെങ്കിലും ഉണ്ടോ? യെസ്, അഡീഡാസ്. അതുപോലെ തന്നെ പൂമ. യെസ്, വേറെ ഏതാ? യെസ്, വേറെ കുറേ ഉണ്ടല്ലേ? കുറേ ഉണ്ട്. എൻ്റെ മക്കൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഓക്കെ, സെറ്റ്. ടൊയോട്ട, ഹിന്ദേ. യെസ്, കിടിലം. അടിപൊളി. നൈക്കി. യെസ്, കിടിലം. യെസ്, വേറെ BMW. യെസ്, നിങ്ങൾ കുറേ പേര് BMW എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ദിറ്റ് ഈസ് ആക്ച്വലി ഇതൊരു എന്താ പറയുക, BMW എന്നൊക്കെയാണ് ഇത് പറയുക. ജർമ്മൻ ആണ് ആക്ച്വലി. ഇത് BMW എന്നൊക്കെയാണ് പറയാം. എനിവേ, BMW BMW എന്നൊക്കെയാണ് പറയാം. എനിവേ, സെറ്റ്. അതിൻ്റെ ഡെയിലി വേണ്ട കേട്ടോ. യെസ്, BMW. യെസ്, കുറേ പേര് അവിടെ സ്പാം ചെയ്ത്, ആദ്യം മുതലേ സ്പാം ചെയ്ത ഒരാളുണ്ട് BMW എന്നുള്ളത്. യെസ്, BMW, ഇറ്റ്സ് റൈറ്റ് ആൻസർ. യെസ്, ജോർഡൻ. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇതെന്തിനാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ട് ആസ് എൻ ഏജന്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എന്തുകൊണ്ടാണ് മക്കളെ വരുന്നത്? ഗ്ലോബലൈസേഷൻ
പ്യോർലി ഗ്ലോബലൈസേഷൻ. നമ്മുടെ നാട്ടിൽ ഗ്ലോബലൈസേഷൻ സംഭവിച്ചപ്പോൾ ഇവിടെ ബൗണ്ടറീസ് ഒക്കെ ഓപ്പൺ ആയി, അഥവാ ടെറിട്ടറീസ് ഒന്നും ഇല്ലാതായി. സ്വാഭാവികമായിട്ട് ഇത് എന്തിലേക്ക് നയിച്ചു? ഈ നാട്ടിലേക്ക് വരുന്ന ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസ്, ഒരുപാട് മൾട്ടി നാഷണൽ കമ്പനീസ് നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാ? ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എന്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള മൾട്ടി നാഷണൽ കമ്പനീസ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൈക്രോസോഫ്റ്റ് പോലുള്ളത്, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്താണ്? ഗൂഗിൾ പോലുള്ളതൊക്കെ. ഗൂഗിളിൻ്റെ CEO നമ്മളിപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള സുന്ദർ പിച്ചൈയാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരുപാട് കമ്പനീസ് ഉണ്ട്. യെസ്, ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിൽ എന്തുണ്ടാക്കും? ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും. ഓക്കെ, വിച്ച് റിസൾട്ട്? സർ ആം ഐ ലേറ്റ്? ഇല്ലടാ, ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആവുന്നുള്ളൂ. ലേറ്റ് ആയിട്ടില്ല കേട്ടോ. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ ആയിട്ടുള്ളൂ. ഇപ്പം തീരും, 10 മിനിറ്റുള്ളിൽ ക്ലാസ് തീരും കേട്ടോ. ഒരു ഷോർട്ട് ലൈവ് ആയിരുന്നു ഇത്, പ്രശ്നമാക്കണ്ട. ഈ ലൈവ് കഴിഞ്ഞിട്ട് പറ്റി വെച്ചൊന്ന് എടുത്ത് കണ്ടുനോക്കൂ. മിസ്സായി പോയിട്ടുള്ള ഈ അരമണിക്കൂർ ഒന്ന് കണ്ടുനോക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളെങ്ങനെ 7:30 എങ്ങാനും തുടങ്ങിയ ലൈവ് ആയത്. ഓക്കെ, വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഓഫ് ഫോറിൻ ട്രേഡ്. അത് പതുക്കെ പതുക്കെ എന്തിലേക്ക് നയിക്കും? ഈ ഫോറിൻ ട്രേഡിലേക്ക് നയിക്കും. എന്താ പറഞ്ഞു വെക്കുന്നത്? വിദേശ വ്യാപാരത്തിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ട് ഗ്രേറ്റർ ഇന്റഗ്രേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റ് അക്രോസ് ദ കൺട്രീസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ഇത് പതുക്കെ നമ്മുടെ ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗമാവാനും കൂടെ നമ്മളെ ഭാഗമാക്കി നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? വേൾഡ് എക്കണോമിയിലും കൂടെ സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിനോമിനൻ കോൾഡ് ഗ്ലോബലൈസേഷൻ. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റാപ്പിഡ് ഇന്റഗ്രേഷൻ ഓർ ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ് എന്ന് പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വളരെ വേഗത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കലും അതുപോലെ തന്നെ ഒരു ഇന്റർകണക്ഷൻ, റാപ്പിഡ് ഇന്റഗ്രേഷൻ, ഒരു പാരസ്പര്യമുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്? ഗ്ലോബലൈസേഷനെ കാണുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മക്കളെ നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾ ബർഗർ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ബർഗർ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലൊന്നും ബർഗർ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ ഹാംബർഗർ എന്ന് പറയുന്ന സാധനം ആക്ച്വലി അമേരിക്കക്കാരുടെയും അല്ല. ഹാംബർഗർ ആക്ച്വലി ജർമ്മൻകാരുടെയാണ്. ഓക്കെ, ജർമ്മനിയിലെ ഒരു സ്ഥലമാണ് ഹാംബർഗ് എന്ന് പറയുന്ന സ്ഥലം. സോ അവിടെ ഹാംബർഗർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള സാധനം. ബർഗർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പിന്നീട് US വരികയും US നിന്ന് പതുക്കെ ഇന്ത്യയിലേക്ക് വരികയും നമ്മൾ ഇന്ന് കാണുന്ന ഡബിൾ ചീസ്ഡ് മൊസറല്ല ബർഗർ, ഡബിൾ ചീസ്ഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കിങ് സൈസ്ഡ് അല്ലെങ്കിൽ കിങ് എന്താ പറയുമല്ലോ ഈശ്വര, ബർഗറിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ, കിങ് കാർഡ് വിട്ടോയി. ഓക്കെ, എനിവേ അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പിസ്സ. ഇറ്റലിയിലാണ് പിസ്സ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫുഡിൻ്റെ കൾച്ചർ ആയിക്കോട്ടെ, ഐ മീൻ ഈ പറഞ്ഞ നോർമൽ കൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുഡ് കൾച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, വരിക ചെയ്യുന്നത്. അപ്പോൾ ബിക്കോസ് ഓഫ് ഓൺലി ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ദാറ്റ് ഫിനോമിനൻ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ബ്രോഡ് കോൺസെപ്റ്റ് ഗ്ലോബലൈസേഷനിലെ വേൾഡ് കമ്മിങ് ക്ലോസർ, ഒരു കുടക്കീഴിനുള്ളിലെല്ലാം വരിക. ഓക്കെ, വേൾഡ് കംസ് അണ്ടർ ദി എന്താ പറയുക, ഒരു ഒറ്റ വൺ അംബറിലേക്ക് കീഴിൽ വരുന്നതിനാണ് എന്ത് പറയുക? ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുക. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യ മൂലധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? ഉണ്ടായി വരുന്നുണ്ട്. സാർ അൽഫാം, അതെ അൽഫാം ഒന്നും ഇവിടെ ഉണ്ടായ കാര്യമൊന്നുമല്ല, അങ്ങ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള കേസുകളാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും മക്കളെ, ദുബായ്, അബുദാബി, ഒമാൻ, ഖത്തർ അതുപോലെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് എന്തുണ്ടായിട്ടുള്ളത്? അൽഫാം എന്ന് പറഞ്ഞുള്ള സംഭവം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെയുള്ള പല ഐറ്റംസും മന്തി, ഇറ്റ് ഈസ് നോട്ട് ഫ്രം കേരള, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഇന്ത്യ, ഇറ്റ് ഈസ് ഫ്രം അറേബ്യൻ സ്റ്റേറ്റ്സ്, അറേബ്യൻ കൺട്രീസ് നിന്നാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മദ്ഹൂത്ത്, ഈ പറഞ്ഞിട്ടുള്ള മന്തി റൈസ്, കുബൂസ് എന്ന് വേണ്ട മക്കളെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്ച്വലി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, ഷവർമ, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഇന്ത്യ ഓർ എനി യൂറോപ്യൻ ഓർ US സ്റ്റേറ്റ്സ്, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. ഓക്കെ, ഷവർമ എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, പലതും ഫുഡ് ഐറ്റംസ് പലതും നമുക്ക് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൊണ്ടുപിടിച്ചിട്ടുള്ള സാധനം. നമുക്കിവിടെ ഉള്ള എന്താ? നമുക്കിവിടെ സാധാ അരി, ചോറ്, കഞ്ഞി, പയറ് ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അതാണ് നമ്മുടെ തനതായിട്ടുള്ള കപ്പ, മീൻകറി ഒക്കെയാണ് നമ്മുടെ ബേസിക് സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കപ്പ, മീൻകറി എന്ന് പറയുമ്പോൾ സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കപ്പി മീൻകറിയാണ്. ഹരിസാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് എനി ഡേ എനി ടൈം
ഹരിസാർ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റം നിങ്ങളിപ്പോൾ ഹരിസാറിന് മുന്നിൽ കൊണ്ട് വെക്കുകയാണ്. ഹരിസാർ, ഇവിടെ ചിക്കൻ കറിയുണ്ട്, കപ്പി മീൻ കറിയുണ്ട്, ചിക്കൻ കറിയും പൊറോട്ട. ഇപ്പോൾ എല്ലാവർക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? പൊറോട്ടയും ചിക്കൻ കറി ഉണ്ട്, അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും ഉണ്ട്, എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കപ്പി മീൻ കറി ഉണ്ട്. വാട്ട് വിൽ യു ചൂസ്? ഐ ഓൾവേസ് ഗോ ഫോർ കപ്പ ആൻഡ് മീൻ കറി. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എല്ലാവരും പൊറോട്ടയും ബീഫ് അല്ലെങ്കിൽ പൊറോട്ട ചിക്കനിലും പോവുകയാണെങ്കിൽ ഹരിസാർ ഓൾവേസ് ഗോസ് ഫോർ കപ്പ ആൻഡ് മീൻ കറി. വൈ ഈസ് ദാറ്റ്? ഐ ഡോണ്ട് നോ. ഓക്കെ, എനിക്കറിയില്ല. എനിവേ, ഹ്യൂമൻ ക്യാപിറ്റൽ മൂവ്മെന്റ് ബിക്കോസ് ഓഫ് അറ്റൈനിങ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ്, ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു നോക്കേണ്ടി ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ സാഹചര്യങ്ങൾ കിട്ടാൻ ലിവിംഗ് കണ്ടീഷനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? മൈഗ്രേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റാണ്. വേറൊരു കാര്യം കൂടെ, മന്തിയോ ബിരിയാണിയോ ഇതാരോ ഐ ഓൾവേസ് ഗോ ഫോർ മന്തി എന്ന് പറഞ്ഞു. മന്തിയോ ബിരിയാണി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഐ പ്രിഫർ മന്തി ഓവർ, ഐ പ്രിഫർ, അത് കുറച്ചു കാലം മുന്നേ ആയിരുന്നില്ലേ, വേണ്ട സത്യം പറയാം, ഐ പ്രിഫർ ബിരിയാണി ഓവർ മന്തി. ഓക്കെ, ഞാൻ ബിരിയാണി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. കുറച്ച് കാലം മുന്നേ ആയിരുന്നു എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഐ പ്രിഫർ മന്തി ഓവർ ബിരിയാണി, ബിക്കോസ് മന്തി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് ഞാൻ മന്തി വിൽക്കും. പക്ഷേ ഇപ്പോൾ ഐ പ്രിഫർ ബിരിയാണി ഓവർ എനി ഡേ മന്തി. ഓക്കെ, anyway, but with a serious level of restrictions before the globalization resulted in the less movement of people എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നത്. എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബലൈസേഷനെ കുറച്ചും റാപ്പിഡ് സ്പീഡ് ആക്കുന്നതെന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഗ്ലോബലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ? ടെക്നോളജി, ലിബറലൈസേഷൻ. എന്താ പറയുന്നത്? ടെക്നോളജി ആയിക്കോട്ടെ, ലിബറലൈസേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഗ്ലോബലൈസേഷനെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ആക്കുന്നതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നത്? ആ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് വായിച്ചു നോക്കാം. ഇന്ത്യയും G20 അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും അല്ല, ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, അതോടുകൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ 10 മണി, യെസ് 10 o'clock കഴിഞ്ഞിട്ടുണ്ട്. സാർ, TEPT ട്രാപ്പ് എന്താണ്? ഡെറ്റ് ട്രാപ്പ് എന്താണെന്നാണ്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഒരു സെക്കൻഡ് മക്കളെ, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? രണ്ടുപേര് വീണ്ടും കടമെടുത്ത് പോന്നു. ആ കടമെടുത്ത് പോയിട്ട് റിക്കവർ ആവാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, ആ കടത്തിൽ നമുക്ക് ഒരു കാരണവശാലും റിക്കവർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ, ദാറ്റ് ഈസ് നോൺ ആസ് ഡെറ്റ് ട്രാപ്പ്. അങ്ങനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെറ്റ് ട്രാപ്പ് എന്ന് പറയാം. എന്താ നമ്മളതിനെ വിളിക്കുക? ഡെറ്റ് ട്രാപ്പ് എന്നാണ് നമ്മളെന്നെ വിളിക്കുക. മനസ്സിലായാലും കടക്കണി നമ്മൾ ഒരു കാരണവശാലും തിരിച്ചു വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ. സോറി കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണെങ്കിൽ താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ സാർ, സഞ്ജു സാംസൺ ഫാൻ ആണോ? യെസ്, ഐ ആം എ സഞ്ജു സാംസൺ ഫാൻ. ഓക്കെ, വിരാട് കോഹ്ലി ഈസ് ഓൺ അനദർ ലെവൽ ഇൻ മൈ മൈൻഡ്, but Sanju Samson is also my favorite cricketer. Okay, and not just he is from Kerala, അല്ലാതെ തന്നെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന നിലയിൽ ഐ ലവ് ഹിം. ഓക്കെ, സോങ് അതിന് മുന്നേ ഇതിൻ്റെ ആൻസർ. അയ്യോ, എയർ സെർവർ പോയാ? കണ്ട തീരാൻ വെയിറ്റ് ചെയ്തതാണ് എയർ സെർവർ തീരാൻ വെയിറ്റ് ചെയ്തതാണ്, ക്ലാസ് തീരാൻ വെയിറ്റ് ചെയ്തതാണ്. എയർ സെർവറെ താങ്കളെ എയർ സെർവർ ഞാൻ പക്ഷെ വരുത്തും. ഓക്കെ, റെഡി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ? ഒന്ന് ഫുൾ ഫോം ഓഫ് GDP എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക? ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് വേണം അല്ലേ? പാട്ട് പാടാം. നിങ്ങൾക്കൊരു ഒരു ഒരു മോട്ടിവേഷൻ സാധനം ഞാൻ പാടാം. ഓക്കെ, നിങ്ങൾ ഹരിസാർ റാപ്പ് സോങ് പാടുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ? ഹരിസാറ് ഇടയ്ക്കൊക്കെ റാപ്പ് പാടാൻ ശ്രമിക്കാറുണ്ട്. വിജയിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഓക്കെ, ലെറ്റ്സ് ട്രൈ സംതിങ് ന്യൂ. ഇന്നേ വരെ ഹരിസാർ ചെയ്യാത്തൊരു കാര്യം ഐ എം ഗോണ ട്രൈ. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല മക്കളെ ഇത് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഐ എം ഗോണ ട്രൈ. മേ ബി ഐ എം ഗോണ ഫെയിൽ. ഐ ഡോണ്ട് നോ. Every day. അയ്യോ, ആ പാട്ടല്ല കേട്ടോ. യുങ്കായ് എവിടെ സാധനം എവിടെ? പാട്ട് പാടാൻ പോവാണ്. അപ്പോൾ ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാൻ കിട്ടും. ഓക്കെ, എവിടെടാ സാധനം? എവിടെ?
കുറേ പഴയ സാധനം ആയതുകൊണ്ടേ. ഓക്കെ, സാറ് വേണമെങ്കിൽ യൂട്യൂബിലും സെർച്ച് ചെയ്ത് നോക്കാം. Whenever I teach this chapter. Oh, babe. Whenever I teach, മകളെ, നിങ്ങൾ ഗബ്രിയുടെ സോങ് കേട്ടിനോ? ഗബ്രിയുടെ സോങ്, അതായത് നാരങ്ങപ്പാൽ എന്ന് പറഞ്ഞ സോങ് നിങ്ങൾ ആരും കേട്ടിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിത്തരാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ സാധനം നോക്കാം. ഏത് നമ്മളെ ഹനുമാൻ കൈൻഡിൻ്റെ ഒരു പാട്ട് ഞാൻ എപ്പോഴും പാടാറുണ്ടായിരുന്നു. ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹനുമാൻ പൊക്കി പൊക്കി എന്ത് പൊക്കി അപ്പോടാ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹനുമാൻ കൈൻഡിൻ്റെ പാട്ടായിരുന്നല്ലോ, മറ്റേ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട്. അത് വേണമെങ്കിൽ ഞാൻ അതും കൂടെ ശ്രമിച്ചു. ഓക്കെ, എനിവേ ഈ പാട്ടൊന്ന് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു സാധനം നിങ്ങൾ ഈ പാട്ട് കേട്ടണമെന്ന് എനിക്കറിയില്ല, ഞാൻ പാടാം. നാരങ്ങ 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 പാല ഞാനൊന്നുമാകില്ല എന്ന് പറഞ്ഞവനാരാ, നാരങ്ങ 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 പാല ഞാനൊന്നുമാകില്ല എന്ന് പറഞ്ഞവനാരാ, നന്നങ്ങാടി നീയൊക്കെ നന്നായി പടി വന്നിട്ട് ഇഞ്ചുവടി പഠിപ്പിക്കും അംഗൻവാടി, പന്തം കാട്ടി വിളിക്കും ചന്തം കാട്ടി മയക്കും മന്ദം വിട്ടവൻ്റെ തരംഗം വാടി, എൻ്റെ പതനം കണ്ടിളിച്ചവൻ അടക്കി ചിരി, പതഞ്ഞു തൂവുന്ന മനസ്സടക്കി പിടി, പതിയെ തന്നെ എരിയുന്ന പടക്കത്തിരി, കതിന പൊട്ടുന്ന വരി വെടിക്കു വെടി, ഞാൻ തിരിച്ചു വരുന്ന വരവിലൊക്കെയും ഭയന്ന് എനിക്ക് മെലിട്ടി വെച്ച കടിഞ്ഞാണും മറന്ന്, അടിതെറ്റി പതിച്ചപ്പോൾ അടിതെറ്റിലടിഞ്ഞ് അടവുകൾ പയറ്റി പയറ്റി ഇപ്പൊ തെളിഞ്ഞ്, തരാ നിനക്ക് തരാ പരാതി വേണ്ട നരാധമെൻ്റെ കല, കിരാതമെൻ്റെ കരാങ്കുലിയിൽ കറ, വിരാതമെൻ്റെ വിഷോദത്തിന് മഴ, നാരങ്ങ 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 പാല ഞാനൊന്നുമാകില്ല എന്ന് പറഞ്ഞവനാരാ, നാരങ്ങ 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 പാല ഞാനൊന്നുമാകില്ല എന്ന് പറഞ്ഞവനാരാ. ഇങ്ങനെ മറ്റന്നാൾ നിങ്ങൾ എക്സാമിന് പോയിട്ട് SST എക്സാമിന് എനിക്കൊന്നും മാർക്ക് കിട്ടൂല എന്ന് പറഞ്ഞവൻ്റെ മുന്നിൽ ചെന്നിട്ട് നിന്നിട്ട് ഈ പാട്ടങ്ങ് പാടിയിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച് SSTക്ക് 95-96% വാങ്ങിയിട്ട് എൻ്റെ മക്കൾ മുന്നിൽ വന്ന് നിൽക്കും. അപ്പം ഹരിസാർ ഉണ്ടാവുന്നൊരു ഫീലിങ്സ് ഉണ്ട്, വാവ് എന്നൊരു സാധനം അടിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇതാക്കുക. വേറൊരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക്, എനിക്കിത് പാടണമെന്ന് വിചാരിച്ച സാധനമാണ്. നിങ്ങൾക്ക് എത്ര പേർക്കിത്, നിങ്ങൾ ബിഗ് ഡോഗ്സ് നിങ്ങളെല്ലാവരും റണ്ണിറ്റപ്പ് എല്ലാവരും ഹരിസാർ പാടിയതായിട്ട് കേട്ടിരുന്നെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ I'll give it a try. Okay, 3, 2, 1. Now we go from angry and mad, happy and glad, find a solution for us. We go from sorry and sad, ready to grab our weapons and get to the front. I want the money, the cash, the moolah, the bag, the currency, stacking it up. We want the freedom to live, the freedom to have the things we like, me bro. ഇതാണ് നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബിഗ് ഡോഗ്സിലൊരു ചെറിയൊരു ഭാഗമാണത്. ഓക്കെ, ഇത് വേണമെങ്കിൽ എൻ്റെ മക്കൾക്ക് ഹരിസാറ് പൊളിറ്റിക്സിൻ്റെ ലൈവിൽ ഒന്നും കൂടെ വേണമെങ്കിൽ ബിഗ് ഡോഗ്സ് പാടിത്തരാം. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. നിങ്ങൾക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞു ഹരിസാർ 2 പാട്ട് റാപ്പ് സോങ് പാടിയിട്ടുണ്ട്, 2 എണ്ണം. ഓക്കെ, എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മക്കളെ, എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ GDPൻ്റെ ഫുൾ ഫോം എന്താ പറയാം. അതുപോലെ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവരൊക്കെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക, പവറാക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കുക. അത്ര മാത്രമേ ഹരിസാറിന് പറയാനുള്ളൂ. ഇപ്പോൾ പ്രൈസിന് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ജനുവരി 30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ബാച്ചും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പഠിക്കുക, സെറ്റാക്കുക. അഗ്നി ബാച്ചിലോ ജ്വാല ബാച്ചിലോ പൃഥ്വി ബാച്ചിലോ യോധ ബാച്ചിലോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 7590090221 ട്യൂറ്ററിലേക്ക് വിളിക്കാം, സെറ്റാക്കുക, അടിപൊളിയാക്കുക. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വന്നിട്ടുണ്ട്, സന്തോഷം. 150+ ആളുകളൊക്കെ ലാസ്റ്റ് മിനിറ്റ് വരെ നിൽക്കുക എന്ന് പറയുന്നത് ഹരിസാറിനെ സംബന്ധിച്ചിടത്തോളം, CBSE 10 ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കുറച്ച് ഫാമിലി ഉള്ളൂ അല്ലേ, കുറച്ച് പേരേ ഉള്ളൂ. ബട്ട് ഇറ്റ് മാറ്റേഴ്സ് എന്താ പറയുക, മോസ്റ്റ് ടു മീ. ഓക്കെ, ഇറ്റ് വേൾഡ് ടു മീ എന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. നിങ്ങൾ മറക്കണ്ട, നമുക്കിനി ഒരെണ്ണം കൂടെ തീർക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മളത് തീർക്കുക? നമ്മൾ തീർക്കും ടുഗെദർ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ GDPയുടെ ഫുൾ ഫോമും ടുഗെദർ എന്നും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം അല്ലേ. ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഫാൻസൊക്കെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വി ഡു ഇറ്റ് ടുഗെദർ അല്ലേ. എല്ലാവരും ടുഗെദർ എന്ന് പറഞ്ഞിട്ടൊരു ഫയർ മോജി നിറയെ വരട്ടെ മക്കൾ. ഇപ്പം തന്നെ ചാറ്റ് ബോക്സിൽ ഇവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ടുഗെദർ എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ബോക്സിൽ ഒരു ഫയർ മോജി വരട്ടെ.
CBSE ഫാമിലിൻ്റെ കൂടെ ഹരിസാറിൻ്റെ കൂടെ നിങ്ങളുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നും. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എന്തിനും ഏതിനും ഹരിസാർ ഉണ്ട്. SSTക്ക് ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ കൂടെ. വി വിൽ ഡു ഇറ്റ് ടുഗെദർ. ബൈ, ഗുഡ് നൈറ്റ്, ഹാപ്പി ലേണിംഗ്. നന്നായിട്ടൊക്കെ പഠിക്കുക. മറക്കണ്ട, നമുക്കിനി പൊളിറ്റിക്സ് കൊണ്ട് തീർക്കാണ്ട് വരുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ദാറ്റ്. ടിൽ ദെൻ, സീ യു, ബൈ ബൈ, ലവ് യു ഓൾ.